ഹലോ, എല്ലാവർക്കും നമസ്കാരം. ടോസ് അക്കാദമിയിലേക്ക് സ്വാഗതം. ഇപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം അല്ലേ? എല്ലാവരും ഓക്കെ അല്ലേ? ഓക്കെ, അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. നിങ്ങളൊരു ബുക്കും പേനയൊക്കെ എടുത്ത് വെച്ചോളൂ. ഞാൻ പറയുന്ന പോയിൻറ്റ്സൊക്കെ നിങ്ങൾക്ക് നോട്ട് ചെയ്ത് വെക്കാം. ഇമ്പോർട്ടൻറ്റ് പോയിൻറ്റ്സ് നോട്ട് ചെയ്ത് വെക്കാം. അപ്പോൾ നമുക്കിന്ന് ക്വാണ്ടം മെക്കാനിക്സ്, ഇലക്ട്രോണിക്സ്, ലേസേഴ്സ് ആൻഡ് ഫൈബർ ഒപ്റ്റിക്സ്, ഈ ഒരു 3 ടോപ്പിക്ക് നമുക്ക് പെട്ടെന്നൊന്ന് നോക്കി പോകാം. ഇപ്പം ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞ പോലെ തന്നെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് തോന്നുവാണെങ്കിൽ നിങ്ങൾ അപ്പം തന്നെ ധൈര്യമായിട്ട് മൈക്ക് ഓണാക്കി ഡൗട്ട് ചോദിക്കുക. കാരണം നിങ്ങൾ മെസ്സേജ് ഇട്ട് കഴിഞ്ഞാൽ പിന്നെ ഞാൻ ഇവിടുന്ന് ഈ സ്ക്രീനിൽ നിന്ന് വേറെ സ്ക്രീനിലേക്ക് പോകും. നിങ്ങൾ മെസ്സേജ് ഇട്ട് കഴിഞ്ഞാൽ പിന്നെ എനിക്ക് കാണാൻ വേണ്ടി പറ്റത്തില്ല. നിങ്ങൾ മൈക്ക് ഓണാക്കി ഡൗട്ട് ചോദിക്കുക. ഡൗട്ട് അപ്പം തന്നെ ക്ലിയർ ചെയ്ത് പോവുക. ഓക്കെ, നമ്മുടെ ലാസ്റ്റ് ദിവസമാണ് ഡിസ്കഷൻ്റെ അല്ലേ? എല്ലാവരും നന്നായിട്ട് അറ്റൻഡ് ചെയ്യുക. ഓക്കെ, ക്വാണ്ടം മെക്കാനിക്സ് ഒക്കെ എല്ലാവർക്കും എളുപ്പമാണോ? ക്വാണ്ടം മെക്കാനിക്സ് പൊതുവേ നമുക്ക് ഒരു ടഫായ സബ്ജക്റ്റ് ആണെങ്കിൽ പോലും സിലബസ് നോക്കുവാണെങ്കിൽ തന്നെ കുറച്ച് ഇൻട്രസ്റ്റിംഗ് അല്ലാത്ത ഏരിയയാണ് സിലബസിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. പക്ഷെ എന്നിരുന്നാൽ പോലും ആ സിലബസിന് പുറമേ നിന്ന് നമുക്ക് ഇഷ്ടമുള്ള ടോപ്പിക്കുകൾ, അതായത് നമുക്ക് ക്വാണ്ടം മെക്കാനിക്സിലെ കുറച്ച് ഇഷ്ടമുള്ള ടോപ്പിക്കുകളൊക്കെ ഉണ്ടാകുമല്ലോ, ഹാർമോണിക് ഓസിലേറ്റർ, ആ ടൈപ്പ് ഓഫ് ഏരിയയിൽ നിന്നും അത് സിലബസ് കൊടുത്തിട്ടില്ലെങ്കിൽ പോലും അവർ ക്വസ്റ്റ്യൻസ് ചോദിച്ച് കണ്ടിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അതും കൂടെ നോക്കി പോകണം. ക്വാണ്ടം മെക്കാനിക്സ് പൊതുവെ എല്ലാവർക്കും ടഫ് ആണെങ്കിൽ പോലും ഈ എക്സാം ചോദിച്ചിരിക്കുന്ന ക്വസ്റ്റ്യൻസ് അത്യാവശ്യം എളുപ്പമുള്ള, നമുക്ക് കുറച്ച് കൺസെപ്റ്റ് ഉണ്ടെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് ആൻസർ ചെയ്ത് പോകാൻ ടൈപ്പുള്ള ക്വസ്റ്റ്യൻസാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് ക്വാണ്ടം മെക്കാനിക്സ് ഒന്ന് നോക്കി പോകാം. ഓക്കെ, സോ ക്വാണ്ടം മെക്കാനിക്സ്. അപ്പം ക്വാണ്ടം മെക്കാനിക്സിലേക്ക് പോകുമ്പോഴത്തേനും നമുക്കറിയാം അവിടെ സ്റ്റേറ്റ് റെപ്രസെൻ്റ് ചെയ്യുന്നത് ക്വാണ്ടം മെക്കാനിക്സിൽ ബൈ യൂസിങ് ദ വേവ് ഫംഗ്ഷൻ സൈ ആണ്. പിന്നെ എന്താണ് ക്വാണ്ടം മെക്കാനിക്സിൻ്റെ ബിൽഡിംഗ് ബ്ലോക്ക് എന്ന് പറയുന്നത്? നമ്മുടെ അൺസർട്ടനിറ്റി പ്രിൻസിപ്പിളാണ്. അൺസർട്ടനിറ്റി പ്രിൻസിപ്പിൾ പൊസിഷൻ മൊമെൻറ്റത്തിൻ്റെ ടേമിലുണ്ട്, അതുപോലെ തന്നെ എനർജി ടൈമിലും ഉണ്ട്. ഇതെല്ലാവർക്കും അറിയാവുന്നതല്ലേ? ഹെയ്സൻബർഗ് അൺസർട്ടനിറ്റി പ്രിൻസിപ്പിളാണ് ക്വാണ്ടം മെക്കാനിക്സിൻ്റെ ബിൽഡിംഗ് ബ്ലോക്ക് എന്ന് പറയുന്നത്. അത് പൊസിഷൻ മൊമെൻറ്റം റിലേഷൻസിലും ഉണ്ട്, എനർജി ടൈമിലും ഉണ്ട്. ഓക്കെ, ഞാൻ പറയുന്ന വോയിസ് ക്ലിയർ ആണല്ലോ അല്ലേ? ഓക്കെ, അപ്പം അൺസർട്ടനിറ്റി പ്രിൻസിപ്പിൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങൾക്ക് പ്രോബ്ലവും എക്സ്പെക്റ്റ് ചെയ്യാം. കാരണം ചിലപ്പം പൊസിഷൻ തരും, അല്ലെങ്കിൽ മൊമെൻറ്റം തരും, അല്ലെങ്കിൽ വെലോസിറ്റി തരും. മൊമെൻറ്റത്തിൻ്റെ എക്സ്പാൻഷൻ എന്നാ? പി ഈസ് ഈക്വൽ ടു എന്താണ്? മൊമെൻറ്റത്തിൻ്റെ ഇക്വേഷൻ എന്നാ? പി ഈസ് ഈക്വൽ ടു mv. അതെ, അത് കൊടുത്തു നിങ്ങൾക്ക് പ്രോബ്ലം ചെയ്യാം. ഓക്കെ, അപ്പം അത് നിങ്ങൾ വന്നാൽ ചെയ്യാനായിട്ട് തയ്യാറായിരിക്കുക. ഓക്കെ, അപ്പം ക്വാണ്ടം മെക്കാനിക്സിലെ ഫസ്റ്റ് പോയിൻ്റ് അൺസർട്ടനിറ്റി പ്രിൻസിപ്പിൾ. പിന്നെ നമ്മൾ ക്വാണ്ടം മെക്കാനിക്സിൽ മറ്റൊരു ബ്രാഞ്ചുകളിൽ നമ്മൾ സ്റ്റേറ്റ് റെപ്രസെൻ്റ് ചെയ്യുന്ന പോലെ ക്വാണ്ടം മെക്കാനിക്സിൽ സ്റ്റേറ്റ് റെപ്രസെൻ്റ് ചെയ്യുന്നത് ബൈ യൂസിങ് വേവ് ഫംഗ്ഷനാണ്. സ്റ്റാറ്റിസ്റ്റിക്കൽ മെക്കാനിക്സിൽ എങ്ങനെയാണ് സ്റ്റേറ്റ് റെപ്രസെൻ്റ് ചെയ്യുന്നത്? ആർക്കെങ്കിലും ഓർക്കുന്നുണ്ടോ? സ്റ്റാറ്റിനൊക്കെ നമ്മൾ എങ്ങനെയാണ് സ്റ്റേറ്റ് റെപ്രസെൻ്റ് ചെയ്തത്? മാക്രോ സ്റ്റേറ്റ്. ക്ലാസിക്കൽ മെക്കാനിക്സിൽ എങ്ങനെയാണ് സ്റ്റേറ്റ് റെപ്രസെൻ്റ് ചെയ്യുന്നത്? ബൈ യൂസിങ് ഫേസ് സ്പേസ് വേരിയബിൾസ്. ഓക്കെ, അതൊക്കെ പോട്ടെ. അപ്പം ഓർക്കുക, അൺസർട്ടനിറ്റി പ്രിൻസിപ്പിൾ, പിന്നെ ക്വാണ്ടം മെക്കാനിക്കൽ വേവ് ഫംഗ്ഷൻ സൈ. ഇപ്പോൾ ക്വാണ്ടം മെക്കാനിക്കൽ വേവ് ഫംഗ്ഷൻ്റെ കുറച്ച് പ്രോപ്പർട്ടീസ് എല്ലാവരും പഠിച്ചു വയ്ക്കണം. ഓക്കെ, അതൊരു കോംപ്ലക്സ് ഫംഗ്ഷനാണ്, ഒരു റിയൽ ക്വാണ്ടിറ്റി അല്ല, അതൊരു കോംപ്ലക്സ് ക്വാണ്ടിറ്റിയാണ്. ക്വാണ്ടം മെക്കാനിക്കൽ വേവ് ഫംഗ്ഷൻ എന്ന് പറയുന്നത് അതൊരു കോംപ്ലക്സ് ക്വാണ്ടിറ്റിയാണ്. ഓക്കെ, പിന്നെ അതിൻ്റെ കോൺജുഗേറ്റ് ഒക്കെ എല്ലാവർക്കും അങ്ങനെയൊക്കെ എടുക്കാൻ എല്ലാവർക്കും അറിയാമല്ലോ അല്ലേ? അതായത് സൈ എന്ന് പറയുന്നത് a+ib ആണെങ്കിൽ സൈ സ്റ്റാർ എന്ന് പറയുന്നത് a-ib. നമ്മൾ കോംപ്ലക്സ് അനാലിസിസ് പഠിച്ചതുപോലെ തന്നെ എന്താ പറയുക, ഇമാജിനറി പാർട്ട് എവിടെയൊക്കെ ഉണ്ടോ അത് പോസിറ്റീവ് ആണെങ്കിൽ കോൺജുഗേറ്റ് എടുക്കുമ്പോൾ മൈനസ് ആക്കുക, മൈനസ് ആണെങ്കിൽ തിരിച്ച്
പോസിറ്റീവ് ആക്കുക. അതാണ് കോംപ്ലക്സ് കോഞ്ചുഗേറ്റ് എന്ന് പറയുന്നത്. ഇനി ക്വാണ്ടം മെക്കാനിക്സിൽ നമ്മളെല്ലാം നമുക്ക് വേണ്ടത് സ്റ്റേറ്റ് വേവ് ഫംഗ്ഷൻ ആണെങ്കിൽ പോലും നമ്മളെല്ലാം റെപ്രസെൻറ്റ് ചെയ്യുന്നത് ബൈ യൂസിങ് പ്രോബിലിറ്റിയാണ്. അതായത് നമുക്കൊരു സെറ്റ് ഓഫ് ഇനീഷ്യൽ കണ്ടീഷൻ ഉണ്ടായിരിക്കും. ആ ഇനീഷ്യൽ കണ്ടീഷൻ വെച്ചുകൊണ്ട് തന്നെ ഒരു സിസ്റ്റം ആഫ്റ്റർ എ ടൈം ടി അത് എന്ത് സ്റ്റേറ്റിലായിരിക്കും ആൻഡ് ഇൻ ടേംസ് ഓഫ് പ്രോബിലിറ്റിയാണ് നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുന്നത്. ഒരിക്കലും നമുക്ക് എക്സാക്റ്റായിട്ട് പറയാൻ വേണ്ടി പറ്റത്തില്ല അല്ലേ. സോ ഇൻ ടേംസ് ഓഫ് പ്രോബിലിറ്റി നമ്മൾ പല പല പ്രോബിലിറ്റി പറയും. ഇവിടെ ഇരിക്കാം, അവിടെ ഇരിക്കുക, ഇവിടെ ഇരിക്കുന്നതൊക്കെ നമ്മൾ ഒരു സമ്മായിട്ട് നമ്മൾ പ്രോബിലിറ്റി പറയും. ഇപ്പോൾ ക്വാണ്ടം മെക്കാനിക്കൽ പ്രോബിലിറ്റിക്ക് വളരെ ഇമ്പോർട്ടൻസ് ഉണ്ട്. ഓക്കെ, ഇപ്പോൾ ഇതാണ് ക്വാണ്ടം മെക്കാനിക്സിൽ പ്രോബിലിറ്റിയുടെ ഒരു ഐഡിയ വരുന്നത്. കാരണം ടോട്ടൽ പ്രോബിലിറ്റി എപ്പോഴും എന്തായിരിക്കും? എപ്പോഴും ടോട്ടൽ പ്രോബിലിറ്റി 1 ആയിരിക്കും അല്ലേ. കാരണം എല്ലാ പ്രോബിലിറ്റിയും ആഡ് ചെയ്യുമ്പോൾ നമുക്ക് 1 അല്ല കിട്ടുന്നത്. ഇതാണ് പ്രോബിലിറ്റി, ഇതാണ് പൊസിഷൻ പ്രോബിലിറ്റി. പൊസിഷൻ, കാരണം ഡി എക്സ് ആയതുകൊണ്ട് തന്നെ പൊസിഷൻ പ്രോബിലിറ്റി മാത്രമേ ഉള്ളൂ, ടൈം ഒന്നുമില്ല. പൊസിഷൻ പ്രോബിലിറ്റി. ഓക്കെ, ഇതാണ് അതിൻ്റെ ആ ഒരു ഐഡിയ വരുന്നത്. ഇതൊക്കെയാണ് ഞാൻ പറഞ്ഞത്. ഒരു കോംപ്ലക്സ് ഫംഗ്ഷൻ ഒരു ഫംഗ്ഷൻ്റെ ഫൊറിയർ സീരീസ് എക്സിസ്റ്റ് ചെയ്യണമെങ്കിൽ അത് എക്സിസ്റ്റ് ചെയ്യേണ്ട കുറേ കണ്ടീഷൻ പേരുണ്ടായിരുന്നു. ആർക്കെങ്കിലും പറയാമോ? ഡിറിച്ലെറ്റ് കണ്ടീഷൻസ് അല്ലേ. അതുപോലെ തന്നെ ഒരു ക്വാണ്ടം മെക്കാനിക്കൽ വേവ് ഫംഗ്ഷൻ നമ്മൾ പറയണമെങ്കിൽ ആ വേവ് ഫംഗ്ഷനും കുറേ പ്രോപ്പർട്ടീസ് ഉണ്ട്. വേവ് ഫംഗ്ഷൻ ഫൈനൈറ്റ് ആയിരിക്കണം, അത് സ്ക്വയർ ഇൻറ്റഗ്രബിൾ ആയിരിക്കണം, കണ്ടിന്യൂസ് ആയിരിക്കണം, സിംഗിൾ വാല്യൂ. കാരണം ഒരു പോയിന്റിൽ ആ വേവ് ഫംഗ്ഷന് ഒരു വാല്യൂ മാത്രമേ കാണാൻ പറ്റുള്ളൂ, 2 വാല്യൂസ് കാണാൻ പറ്റത്തില്ല. ഫോർ എക്സാമ്പിൾ നോക്കുവാണെങ്കിൽ ഇപ്പോൾ ഈ ഒരു പോയിന്റ് നോക്കുവാണെങ്കിൽ ഈ ഒരു വേവ് ഫംഗ്ഷൻ പോസിബിൾ അല്ല. കാരണം ഈ ഒരു പോയിന്റിൽ ഇതിന് ഇവിടെയും വാല്യൂ ഉണ്ട്, ഇവിടെയും വാല്യൂ ഉണ്ട്, അത് പോസിബിൾ അല്ല. അതായത് സിംഗിൾ വാല്യൂ ആയിരിക്കണം. അതുപോലെ തന്നെ അത് നോർമലൈസ് നമുക്ക് ചെയ്യാൻ വേണ്ടി പറ്റണം. അതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ്. അപ്പോൾ നമുക്ക് ഏത് വേവ് ഫംഗ്ഷൻ കിട്ടിക്കഴിഞ്ഞാലും ആദ്യം എന്ത് ചെയ്യുക? ആ വേവ് ഫംഗ്ഷൻ നോർമലൈസ്ഡ് ആണോ നമ്മൾ ചെക്ക് ചെയ്യണം. അതെങ്ങനെ നോക്കാൻ പറ്റും? എങ്ങനെ ഒരു ക്വാണ്ടം മെക്കാനിക്കൽ വേവ് ഫംഗ്ഷൻ നോർമലൈസ്ഡ് ആണെന്ന് നോക്കാൻ പറ്റും. ഇതാണ് നോർമലൈസേഷൻ കണ്ടീഷൻ അല്ലേ. അതായത് നമ്മുടെ പ്രോബിലിറ്റി ഐഡിയയിൽ നിന്നാണ് നോർമലൈസേഷൻ കണ്ടീഷൻ വരുന്നത്. കാരണം ടോട്ടൽ പ്രോബിലിറ്റി 1 ആണല്ലോ. ഇനി നമ്മുടെ ക്ലാസിക്കൽ മെക്കാനിക്സ് നമ്മൾ ഒരു ബേസിക് ഇക്വേഷൻ പഠിക്കുന്ന പോലെ, ന്യൂട്ടൺസ് ഇക്വേഷൻ പഠിക്കുന്ന പോലെ ക്വാണ്ടം മെക്കാനിക്സിൻ്റെ ഇക്വേഷൻ ഓഫ് മോഷനാണ് നമ്മുടെ ഷ്രോഡിംഗർ ഇക്വേഷൻ എന്ന് പറയുന്നത്. അതായത് നമ്മൾ ഫസ്റ്റ് പഠിച്ചു ഹെയ്സൻബർഗ് അൺസർട്ടൻ പ്രിൻസിപ്പിളാണ് ക്വാണ്ടം മെക്കാനിക്സിൻ്റെ ബിൽഡിംഗ് ബ്ലോക്ക് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ക്വാണ്ടം മെക്കാനിക്സിലെ ഇക്വേഷൻ ഓഫ് മോഷനാണ് ഹെയ്സൻബർഗിൻ്റെ അൺസർട്ടനിറ്റി പ്രിൻസിപ്പിൾ. ഓക്കെ, അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഇതാണ് ഹെയ്സൻബർഗിൻ്റെ, ഒത്തിരി ഞാനതിനെപ്പോൾ ഡിസ്പ്ലെയിൻ ചെയ്യുന്നില്ല. ഇതാണ് നമ്മൾ ഹെയ്സൻബർഗ് ഷ്രോഡിംഗർ ഇക്വേഷൻ പറയുന്നത്. ഇതാണ് ഷ്രോഡിംഗർ ഇക്വേഷൻ്റെ ക്വാണ്ടം മെക്കാനിക്കൽ ഫോം. ഓക്കെ, നമ്മുടെ വേവ് ഫംഗ്ഷൻ ഇത് ഐ എച്ച് ഡോ ബൈ ഡോ ടി എന്ന് പറയുന്നത് നമ്മുടെ എനർജി ഓപ്പറേറ്ററാണ്. പിന്നെ ഐ എച്ച് ഡെൽ എന്ന് പറയുന്നത് മൊമെൻറ്റം ഓപ്പറേറ്റർ. ഓക്കെ, അപ്പം ഇതെന്ന് പറഞ്ഞാൽ കോമൺ ആണ്. അപ്പോൾ ഓരോ ഡയമെൻഷനിൽ പറയുവാണെങ്കിൽ -IH ഡോ ബൈ ഡോ എക്സ് ആകുമ്പം എക്സ് ഡയറക്ഷനിലുള്ള മൊമെൻറ്റം ഓപ്പറേറ്റർ, ഇത് വൈ ഡയറക്ഷനിലുള്ള മൊമെൻറ്റം ഓപ്പറേറ്റർ, ഇത് ഇസഡ് ഡയറക്ഷനിലുള്ള മൊമെൻറ്റം ഓപ്പറേറ്റർ. ഓക്കെ, അപ്പം നിങ്ങൾ എനർജി ഓപ്പറേറ്ററിൻ്റെയും മൊമെൻറ്റം ഓപ്പറേറ്ററിൻ്റെയും ഫോം പഠിച്ചു വയ്ക്കുക. ഓക്കെ, നമുക്കിതിനെ വേറെ രീതിയിൽ നമുക്ക് റെപ്രസെൻറ്റ് ചെയ്യാൻ പറ്റും ഷ്രോഡിംഗർ ഇക്വേഷനെ. അതാണ് ഞാൻ കൊടുത്തേക്കുന്ന ഇത്. ഇവിടെ എച്ച് എന്ന് പറയുന്ന ഹാർമട്ടോണിയനാണ്. അതിൻ്റെ എക്സാക്ട് ഫോം ഇതാണ് -H² ഡിവൈഡ് ബൈ 2 ഡെൽ സ്ക്വയർ. അപ്പോൾ നിങ്ങളിത് 3 ഓർത്ത് വെച്ചതുകൊണ്ട് അപ്പോൾ ഞാനൊരു ക്വസ്റ്റ്യൻ കാണിക്കാം. ഇതിൽ ആൻസർ ഏതാണ്? മൊമെൻറ്റ് ഓപ്പറേറ്റർ ഏതാണ്? മൊമെൻറ്റ് ഓപ്പറേറ്റർ ഏതാ? അതെ, സി ആണല്ലേ. ഇത് തെറ്റാണ്. പ്ലസ് വരാൻ പാടില്ല, മൈനസ് ആയിരിക്കണം. ഇതല്ല, ഇത് എന്ത് ഓപ്പറേറ്ററാണ്? ഇത് എനർജി ഓപ്പറേറ്റർ. അതെ. ഓക്കെ, അതേപോലെ തന്നെ ഇതൊന്ന് പറഞ്ഞേ.
നമ്മൾ ക്വാണ്ടം മെക്കാനിക്സ് യൂസ് ചെയ്യുന്ന എല്ലാ ഓപ്പറേറ്റേഴ്സും എന്താണ്? ഹെർമീഷ്യൻ ഓപ്പറേറ്റേഴ്സാണ്. ഹെർമീഷ്യൻ ഓപ്പറേറ്റേഴ്സ് മാത്രമേ ക്വാണ്ടം മെക്കാനിക്സ് നമ്മൾ യൂസ് ചെയ്യാറുള്ളൂ. അത് പ്രകാരം നമ്മളിപ്പോൾ ഷോർട്ട്സിൻ്റെ ഇക്വേഷൻ കണ്ടു. അങ്ങനെയാണെങ്കിൽ ഈ 4 ഓപ്ഷനകത്ത് ഹെർമീഷ്യൻ അല്ലാത്ത ഏതായിരിക്കും? ഇത് ഹെർമീഷ്യൻ ആയിരിക്കുമോ? ഇത് ഹെർമീഷ്യൻ ആയിരിക്കുമോ? അതെ. ഇത് ഹെർമീഷ്യൻ ആയിരിക്കുമോ? ഇത് ഹെർമീഷ്യൻ ആയിരിക്കുമോ? എന്തോ? ഹെർമീഷ്യൻ ഓപ്പറേറ്റർ ചെക്ക് ചെയ്ത് പോയാൽ നമ്മളത് ഒരുപാട് സമയം എടുക്കും. കാരണം അത് നമ്മൾ ക്വാണ്ടം മെക്കാനിക് വേവ് ഫംഗ്ഷൻ നമ്മൾ ആക്ട് ചെയ്തിട്ട് അതിന് ഡയഗ്രമൊക്കെ എടുത്ത് നമ്മൾ ചെയ്യാനായിട്ട് നമ്മൾ ക്വാണ്ടം മെക്കാനിക്സ് പറഞ്ഞു. ട്രിക്ക് ഞാൻ പറയാം. അതായത് ക്വാണ്ടം മെക്കാനിക്സ് നമ്മൾ കാണുന്ന എല്ലാ ഇക്വേഷൻ നമ്മൾ ഉപയോഗിക്കുന്ന ഓപ്പറേറ്റേഴ്സ് എല്ലാം ഹെർമീഷ്യൻ ഓപ്പറേറ്റേഴ്സ് ആയിരിക്കും. ഓക്കെ. അപ്പോൾ അത് പ്രകാരം നമ്മളിപ്പോൾ കണ്ട ഈ ഒരു ഫോം കണ്ടില്ലേ? ഇതല്ലേ താഴെ സി ഓപ്ഷൻ കൊടുത്തേക്കുന്നത്, -h² 2m ∇². ഓക്കെ. അപ്പം അതും ഹെർമീഷ്യൻ ഓപ്പറേറ്റർ ആയിരിക്കും അല്ലേ? ഇതാണ് ഹെർമീഷ്യൻ ഓപ്പറേറ്റർ അല്ലാത്തത്, ഓപ്ഷൻ ഡി കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ആ ഒരു ഐഡിയ ഉണ്ടായിരുന്നെങ്കിൽ നിങ്ങൾക്ക് അതിൻ്റെ ആൻസർ ചെയ്യാൻ പറ്റുന്നത്. അതായത് ക്വാണ്ടം മെക്കാനിക്സിൽ നമ്മൾ യൂസ് ചെയ്യുന്ന എല്ലാ ഓപ്പറേറ്റേഴ്സും ഹെർമീഷ്യൻ ആണ്. അപ്പം ആ ഹെർമീഷ്യൻ ആണെന്നും ഷ്രോഡിംഗർ ഇക്വേഷൻ ഫോം നിങ്ങൾക്ക് അറിയാമായിരുന്നെങ്കിൽ നിങ്ങൾക്ക് അത് ഓപ്ഷൻ ഈസി ആയിട്ട് ചെയ്യാമായിരുന്നു. ഓക്കെ. അപ്പോൾ ഇങ്ങനെയുള്ള ചില ബേസിക് ഐഡിയാസ് നമുക്ക് ക്വാണ്ടം മെക്കാനിക്സിൽ നിന്ന് ആൻസർ ചെയ്യുമ്പോൾ നമുക്ക് ഉണ്ടായിരിക്കണം. ഓക്കെ. അപ്പം പിന്നെ ഷ്രോഡിംഗർ ഇക്വേഷൻ 2 ടൈപ്പ് ഉണ്ട്. ഒന്ന് ടൈം ഡിപ്പെൻഡൻറ്റും ഉണ്ട്, ടൈം ഇൻഡിപെൻഡൻറ്റും ഉണ്ട്. നമുക്ക് ഇത്രയേ ഉള്ളൂ. ടൈം ഇൻഡിപെൻഡൻ്റ് ആകുമ്പോഴത്തേനും നോക്കുക, ഇവിടെ എനർജി ഓപ്പറേറ്റർ അതേപോലെ തന്നെ എഴുതും. അതായത് ടിയുടെ ടൈം കാണുമായിരിക്കും. അപ്പോൾ ടൈം ഡിപ്പെൻഡൻ്റ് ആണ്. ടൈം ഡിപ്പെൻഡൻ്റ് ഷ്രോഡിംഗർ ഇക്വേഷൻ ഉപയോഗം എന്ന് പറയുന്നത്, അതായത് ടൈം എവല്യൂഷൻ ചെയ്യുമ്പോൾ, അതായത് ആഫ്റ്റർ എ ടൈം ടി സിസ്റ്റം എവിടെയായിരിക്കും ചെക്ക് ചെയ്യാൻ ഉപയോഗിക്കുന്നതാണ് ടൈം ഡിപ്പെൻഡൻറ്റ് ഷ്രോഡിംഗർ ഇക്വേഷൻ എന്ന് പറയുന്നത്. ഇനി ഇതാണ് നമ്മൾ കോമൺ ആയി കാണുന്ന ടൈം ഇൻഡിപെൻഡൻറ്റ് ഷ്രോഡിംഗർ ഇക്വേഷൻ അല്ലേ? ഇതൊരു ഐഗൺ വാല്യൂ ഇക്വേഷൻ പോലെയല്ലേ? AX = λx പോലെയുള്ള ഒരു ഐഗൺ വാല്യൂ ഇക്വേഷൻ പോലെയാണ് Eψ = hψ കിടക്കുന്നത്. അപ്പോൾ ഇത് അതിൻ്റെ എനർജി ഐഗൺ വാല്യൂ കണ്ടുപിടിക്കാൻ ഉപയോഗിക്കുന്ന ഇക്വേഷനാണ് ടൈം ഇൻഡിപെൻഡൻറ്റ് ഷ്രോഡിംഗർ ഇക്വേഷൻ. ഇത് എന്തിനാണ്? ടൈം എവല്യൂഷൻ കണ്ടുപിടിക്കാൻ വേണ്ടിയും ഇത് എനർജി ഐഗൺ വാല്യൂ കണ്ടുപിടിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നതാണ് ടൈം ഇൻഡിപെൻഡൻറ്റും ടൈം ഡിപ്പെൻഡൻറ്റും ടൈം ഇൻഡിപെൻഡൻറ്റ് ഷ്രോഡിംഗർ ഇക്വേഷൻസും. ഓക്കെ. ഇതൊക്കെയാണ് നമ്മൾ ടൈം എവല്യൂഷൻ ഓപ്പറേറ്ററിൻ്റെ ഫോം. ഇതൊക്കെ നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കാം. ഇതാണ് ടൈം എവല്യൂഷൻ ഓപ്പറേറ്റർ. അതായത് നമുക്കൊരു ഇനീഷ്യൽ വേവ് ഫംഗ്ഷൻ psi ഓഫ് അറ്റ് t = 0 നമുക്ക് വേവ് ഫംഗ്ഷൻ psi ഉണ്ടെങ്കിൽ ഇതാണ് നമ്മുടെ ഇനീഷ്യൽ സ്റ്റേറ്റിലുള്ള വേവ് ഫംഗ്ഷൻ. അപ്പോൾ ആഫ്റ്റർ എ ടൈം ടിയിലെ വേവ് ഫംഗ്ഷൻ ചെയ്യാൻ വേണ്ടി എന്ത് ചെയ്താൽ മതി? ആ ഇനീഷ്യൽ വേവ് ഫംഗ്ഷൻ്റെ കൂടെ ഈ ടൈം എവല്യൂഷൻ ഓപ്പറേറ്റർ വെച്ച് എന്ത് ചെയ്യാൽ മതി? മൾട്ടിപ്ലൈ ചെയ്താൽ മതി. അതായത് e⁻⁻t/h കിട്ടും. എന്ന് പറയുന്നത് അതിൻ്റെ എനർജിയാണ്. അപ്പോൾ ഇതാണ് ടൈം എവല്യൂഷൻ ഓപ്പറേറ്റർ. ഇനീഷ്യൽ സ്റ്റേറ്റിൻ്റെ കൂടെ ടൈം എവല്യൂഷൻ ഓപ്പറേറ്റർ ആക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ ടൈം ടിയിലെ സ്റ്റേറ്റ് നമുക്ക് കിട്ടും. അതാണ് ടൈം എവല്യൂഷൻ ഓപ്പറേറ്റർ. ഇത് നമുക്ക് കിട്ടുന്നത് ടൈം ഡിപ്പെൻഡൻറ്റ് ഷ്രോഡിംഗർ ഇക്വേഷൻ വെച്ചാണ് നമുക്കിത് കിട്ടുന്നത്. ഓക്കെ. ഇതാണ് നമ്മൾ മുമ്പേ പറഞ്ഞ ആ ഒരു 3 ഓപ്പറേറ്റർ ഫോം വരുന്ന എക്സാക്റ്റ് ഇക്വേഷൻ. ഇത് നമ്മൾ കണ്ടോ? എനർജി ഓപ്പറേറ്റർ ഉണ്ട്, ഇത് മൊമെൻ്റ് ഓപ്പറേറ്റർ ഉണ്ട്, അങ്ങനെ. ഓക്കെ. അതുപോലെ വേറൊരു പോയിന്റ് എന്ന് പറയുന്നത്, നമ്മുടെ ഷ്രോഡിംഗർ ഇക്വേഷൻ ഒരു നോൺ റിലേറ്റിവിസ്റ്റിക് ഇക്വേഷനാണ്. റിലേറ്റിവിസ്റ്റിക് ഇക്വേഷൻ അല്ല. ഒരു ഇക്വേഷൻ എപ്പോഴാണ് റിലേറ്റിവിസ്റ്റിക് ഇക്വേഷൻ ആണെന്ന് ആർക്കും അറിയാമോ? ഒരു ഇക്വേഷൻ റിലേറ്റിവിസ്റ്റിക് ഇക്വേഷൻ ആണെങ്കിൽ അതിൻ്റെ ടൈമിലെയും പൊസിഷനിലെയും അല്ലെങ്കിൽ സ്പേസ് XYZ ആ സ്പേസിലെയും ഓർഡർ സെയിം ആയിരിക്കണം. അപ്പോൾ ഇവിടെ സ്പേസിൽ അത് സെക്കൻഡ് ഓർഡർ അല്ലേ, d/dx² സെക്കൻഡ് ഓർഡറും ടൈമിൽ ഫസ്റ്റ് ഓർഡറുമാണ്. അതുകൊണ്ട് അതൊരു നോൺ റിലേറ്റിവിസ്റ്റിക് ഇക്വേഷനാണ് നമ്മുടെ ഷ്രോഡിംഗർ ഇക്വേഷൻ എന്ന് പറയുന്നത്. റിലേറ്റിവിസ്റ്റിക് ഇക്വേഷൻ ആണെങ്കിൽ ഒന്നെങ്കിൽ ഇവിടെ t² ആകണമായിരുന്നു, അല്ലെങ്കിൽ ഇവിടെ x ആകണമായിരുന്നു. രണ്ടും സെയിം ഓർഡർ വരണമായിരുന്നു.
ഞാൻ പറഞ്ഞ മനസ്സിലായോ? അതായത് ഒരു ഇക്വേഷൻ, നമുക്കൊരു ഇക്വേഷൻ ഉണ്ടെങ്കിൽ അത് റിലേറ്റിവിസ്റ്റിക് ആവണമെങ്കിൽ അതിൻ്റെ ടൈം ഡൊമൈനിലും സ്പേസ് ഡൊമൈനിലും അതിൻ്റെ ഓർഡർ സെയിം ആയിരിക്കണം. ഇവിടെ സ്പേസിൽ d²x/ds² അല്ലേ, ടൈമിൽ d/dt അല്ലേ, ഒരു രണ്ട് ഓർഡർ വ്യത്യാസമായില്ലേ. അപ്പോൾ അത് നോൺ റിലേറ്റിവിസ്റ്റിക്. അപ്പോൾ ഷ്രോഡിംഗർ ഇക്വേഷൻ ഈസ് എ നോൺ റിലേറ്റിവിസ്റ്റിക് ഇക്വേഷൻ. ഓക്കെ, അപ്പോൾ അതിൽ നിങ്ങൾക്കൊരു പോയിന്റ് കിട്ടി. ഓക്കെ, ഇനി അതിൻ്റെ ആപ്ലിക്കേഷൻ പറയുമ്പോൾ നമുക്കത് നോക്കേണ്ട ആവശ്യമില്ല. പിന്നെയുള്ള കുറേ ക്വാണ്ടം മെക്കാനിക്കൽ പോസ്റ്റുലേറ്റ്സ് ആണ്. അതായത് ഞാൻ പറഞ്ഞു, നമുക്ക് ക്വാണ്ടം മെക്കാനിക്സ് ഞാൻ പറഞ്ഞു, ഒരു സ്റ്റേറ്റിനെ തന്നെ നമ്മൾ പല സ്റ്റേറ്റുകളുടെ പ്രോബിലിറ്റി ആയിട്ട് എഴുതുന്നത് അല്ലേ. അതായത് ഈ സ്റ്റേറ്റിന് വേണമെങ്കിൽ ഈ സ്റ്റേറ്റിലിരിക്കാം, എല്ലാം ഇരിക്കാനുള്ള പ്രോബിലിറ്റി ഉണ്ട്. അപ്പോൾ അത് ഇപ്പോൾ സൈ എന്ന് പറഞ്ഞ സ്റ്റേറ്റിന് Ψ1, Ψ2, Ψ3 എന്ന് പറഞ്ഞ സ്റ്റേറ്റിൽ ഇരിക്കാനുള്ള പ്രോബിലിറ്റി ഉണ്ട്. ഓക്കെ, ഇതിൻ്റെ ചിഹ്നമൊക്കെ എല്ലാവർക്കും പേരറിയാൻ പറ്റില്ല. ഇതെന്തിൻ്റെ ഈ സൈൻ്റെ പേരെന്നാ, ഈ സിമ്പിളിൻ്റെ പേരെന്നാ? കെറ്റ് എന്ന് പറയല്ലേ, കെറ്റ്. അതെ, കെറ്റ് സൈൻ. ഓക്കെ, ഇതൊക്കെയാണ് കറസ്പോണ്ടിങ് സ്റ്റേറ്റുകളുടെ പ്രോബിലിറ്റി ഡെൻസിറ്റി ആംപ്ലിറ്റ്യൂഡാണ്. അപ്പം ഇതെല്ലാം കൂടെ ഇതതിൻ്റെ പ്രോബിലിറ്റി ആംപ്ലിറ്റ്യൂഡ്, ഇവയുടെ എല്ലാം മോഡ് സ്ക്വയറാണ് അതിൻ്റെ പ്രോബിലിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ എല്ലാം കൂടെ ആഡ് ചെയ്യുമ്പോൾ എത്ര കിട്ടണം? ടോട്ടൽ പ്രോബിലിറ്റി എത്രയാണ്? 1. അത് അടുത്തൊരു പോയിൻ്റാണ്. ടോട്ടൽ പ്രോബിലിറ്റി എപ്പോഴും 1 ആയതുകൊണ്ട് ഇതിൻ്റെ എല്ലാം പ്രോബിലിറ്റിയുടെ സമ കൂട്ടുമ്പോൾ നമുക്ക് 1 കിട്ടണം. ഓക്കെ, അതായത് ഞാൻ പറയുന്നു, ഇപ്പം ഞാൻ പറയുമ്പോൾ ഈ സ്റ്റേറ്റിനെ പല സ്റ്റേറ്റിലേക്കുള്ള പ്രോബിലിറ്റി ഉണ്ട്. പക്ഷെ ഞാൻ എപ്പോഴെങ്കിലും മെഷർ ചെയ്യുമ്പോൾ അതെന്തിലേക്ക് മാറും? ഏതെങ്കിലും ഒറ്റ സ്റ്റേറ്റിലേക്ക് അത് മാറും. ആ പറഞ്ഞ ഐഡിയ ആർക്കെങ്കിലും മനസ്സിലായോ? അതായത് നിങ്ങൾ ഈ എക്സ്പീരിയൻസ് നിങ്ങൾ കേട്ടിട്ടുണ്ടോ അല്ലേ? ഷ്രോഡിംഗർ ക്യാറ്റ് എന്ന് പറഞ്ഞേ. ഇതൊരു തോട്ട് എക്സ്പീരിയൻ്റ് ആണ്. അതായത് ക്വാണ്ടം മെക്കാനിക്കൽ സ്റ്റേറ്റിനെ റെപ്രസെൻ്റ് ചെയ്യാൻ ഉപയോഗിക്കുന്ന ഒരു തോട്ട് എക്സ്പീരിയൻ്റാണ്. അതായത് ഷ്രോഡിംഗർ ഒരു ദിവസം എന്ത് പറഞ്ഞു, ഒരു ക്യാറ്റിനെ ഷ്രോഡിംഗർ ഒരു ബോക്സ് വെച്ചിട്ട് അദ്ദേഹം ചായ കുടിക്കാൻ വേണ്ടി പോയി. അപ്പോൾ ക്യാറ്റിന് അകത്ത് എന്ത് ചെയ്തു, ഒരു പോയിസൺ ആയിട്ടുള്ള ഒരു സാധനം വെച്ചു. അപ്പം ഒരു റേഡിയേഷൻ വന്ന ആ പോയിസൺ തട്ടിക്കഴിഞ്ഞാൽ ആ ക്യാറ്റ് ഒന്നെങ്കിൽ മരിക്കുക, അല്ലെങ്കിൽ സ്റ്റിൽ അത് ജീവിച്ചിരിക്കാം. അപ്പോൾ അത് പെട്ടിക്കകത്തിരിക്കുക. അപ്പം അകത്ത് പോയിസണും ഉണ്ട്. അപ്പോൾ ആ പെട്ടി പൂട്ടിയിട്ട് പുള്ളി ചായ കുടിക്കാൻ വേണ്ടി പോയി. ഇനി തിരിച്ച് വന്ന് നോക്കുമ്പോൾ നമ്മൾ പുറത്തുനിന്ന് നോക്കുന്ന ആൾക്ക് എങ്ങനെയൊക്കെ ഇരിക്കുക സ്റ്റേറ്റിൽ ഇരിക്കാൻ പറ്റും? ക്യാറ്റ് എന്ന് പറയുന്നത് ഒന്നെങ്കിൽ ജീവിച്ചിരിക്കാം, ഒന്നെങ്കിൽ അത് ചത്തുപോയിരിക്കുക അല്ലേ, പുറത്ത് നോക്കുന്ന ആൾക്ക്. പക്ഷേ ഞാൻ എപ്പോഴും ആ പെട്ടി തുറന്നു കഴിഞ്ഞാലോ ഒറ്റ ക്യാറ്റേ കാണുള്ളൂ അല്ലേ. ഒന്നെങ്കിൽ അത് ജീവനുള്ള പൂച്ച, അല്ലെങ്കിൽ ചത്ത പൂച്ച. ഇതാണ് ക്വാണ്ടം മെക്കാനിക്കൽ സ്റ്റേറ്റുകളുടെ ആ ഒരു കൺസെപ്റ്റ് എന്ന് പറയുന്നത്. ഞാൻ എപ്പോഴും മെഷർ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അത് ഒറ്റ സ്റ്റേറ്റിലേക്ക് മാറും. ഒന്നെങ്കിൽ ചത്ത പൂച്ചയായിരിക്കാം, അല്ലെങ്കിൽ ജീവനുള്ള പൂച്ചയായിരിക്കാം. അതുപോലെ നിങ്ങൾക്ക് നിങ്ങളുടെ അങ്ങനെ സ്റ്റേറ്റ് പറയാം. ഇതൊക്കെ ഞാൻ ഒത്തിരി എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല, കാരണം നമുക്കത് ഒത്തിരി ബേസിക്കിലേക്ക് ഞാൻ പോകുന്നില്ല കേട്ടോ. ഓക്കെ, പിന്നെ നോർമലൈസേഷൻ കണ്ടീഷൻ എല്ലാം ഓർത്ത് വയ്ക്കുക. 1, പിന്നെ ടൈം ഇവാലുവേഷൻ ഓപ്പറേറ്റർ നോക്കി വയ്ക്കുക. പിന്നെ എങ്ങനെയാണ് നമുക്ക് നോർമലൈസ് ചെയ്യാൻ പറ്റുമെന്ന് നോക്കാം. ഇപ്പോൾ ഇതൊരു വേവ് ഫംഗ്ഷനാണ്. അപ്പോൾ ഈ വേവ് ഫംഗ്ഷൻ എങ്ങനെ നോർമലൈസ് ചെയ്യുന്നതൊക്കെ എങ്ങനെ നോക്കാൻ പറ്റും നമുക്ക്? അതിൻ്റെ ഓരോ സ്റ്റേറ്റിൻ്റെയും കറസ്പോണ്ടിങ് ആയിട്ടുള്ള പ്രോബിലിറ്റിയുടെ സം എടുക്കുക, 1 അവിടെ നോക്കിയാൽ മതി. ഓക്കെ, ഇതാണ് ഈ Ψ1 സ്റ്റേറ്റിലെ ഇരിക്കാനുള്ള പ്രോബിലിറ്റി എന്ന് പറയുന്നത്. ഈ √2/3 സ്ക്വയറാണ്. Ψ1 സ്റ്റേറ്റിൽ ഇരിക്കാനുള്ള പ്രോബിലിറ്റി എന്ന് പറയുന്നത് √2/3 സ്ക്വയർ, അതായത് 2/9 ആണ്. അതേപോലെ തന്നെ Ψ2 എന്ന് പറയുന്നത് ഇതിൻ്റെ സ്ക്വയർ. അങ്ങനെ എടുക്കണമെങ്കിൽ എന്ത് ചെയ്യണം? ഇത് എല്ലാം കൂട്ടുമ്പോൾ 1 കിട്ടണം. ഇവിടെ നോക്കുക, എല്ലാം കൂടെ സ്കോർ ചെയ്തിട്ട് ആഡ് ചെയ്ത് നോക്കിക്കേ. 2/9, 3/9, 4/9 എല്ലാം കൂട്ടുമ്പോൾ നമുക്ക് 1 കിട്ടുന്നുണ്ട് ഇവിടെ. അപ്പോൾ നമുക്ക് നോർമലൈസ് ചെയ്യാൻ വേണ്ടി പോകണം. ഓൾറെഡി ഇത് നോർമലൈസ്ഡ് ആയിട്ടുള്ള വേവ് ഫംഗ്ഷനാണ്. അപ്പോൾ എന്താണ് ഈ ഒരു സ്റ്റേറ്റിൻ്റെ പ്രോബിലിറ്റി എന്ന് പറയുന്നത്? ഇതിൻ്റെ സ്കോറായ 2/9, ഇതിൻ്റെ 3/9, അതായത് 1/3. ഈ Ψ3 ഇരിക്കുന്ന സ്റ്റേറ്റ് എന്ന് പറയുന്നത് ഇതിൻ്റെ സ്ക്വയറായ 4/9. അതെല്ലാവർക്കും മനസ്സിലായോ?
മനസ്സിലായി എന്ന് ഞാൻ വിചാരിക്കുന്നു. അതായത് ഒന്നുകൂടെ പറയാൻ പെട്ടെന്ന് പറയാം, ഇത് സ്റ്റേറ്റ്, ആ സ്റ്റേറ്റിന് ഇരിക്കാനുള്ള പല പല സ്റ്റേറ്റുകളുടെ സമ്മാണിത്. അപ്പോൾ ഫസ്റ്റ് എന്ത് ചെക്ക് ചെയ്യുക, വേവ് ഫംഗ്ഷൻ നോർമലൈസ്ഡ് ആണോ ചെക്ക് ചെയ്യുക. അതിന് എന്ത് ചെയ്യണം, ഓരോ സ്റ്റേറ്റിൻ്റെയും കോയിഫിഷ്യൻ്റ് സ്കോറുകളുടെ സമ്മ് 1 ആണോ ചെക്ക് ചെയ്യുക. ഇവിടെ 1 ആണ്. സോ ഇറ്റ്സ് ഓൾറെഡി നോർമലൈസ്ഡ് വേവ് ഫംഗ്ഷൻ. സോ സിംപിളി ഓരോ സ്റ്റേറ്റിൻ്റെയും കോയിഫിഷ്യൻ്റ് സ്ക്വയർ ആയിരിക്കും ആ സ്റ്റേറ്റിൽ ഇത് കാണാൻ വേണ്ടിയുള്ള പ്രോബബിലിറ്റി എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ അങ്ങനെ നോർമലൈസ്ഡ് വേവ് ഫംഗ്ഷൻ ആണെങ്കിൽ ചോദിക്കാൻ സാധ്യതയുള്ളൂ. പിന്നെ അടുത്തത് എക്സ്പെക്റ്റേഷൻ വാല്യൂ ആണ്, അതായത് ആവറേജ് വാല്യൂ. ആവറേജ് വാല്യൂ ഓഫ് മെഷർമെൻറ്റ് അത് ചെയ്യാൻ ആർക്കെങ്കിലും അറിയാവോ? അതായത് ഇവിടെ ഇപ്പം ആവറേജ് വാല്യൂ ഓഫ് മെഷർമെൻറ്റ് എന്ന് പറഞ്ഞാൽ ശരിക്കും ആവറേജ് വാല്യൂ ഓഫ് എനർജി തന്നെയാണ്. അപ്പോൾ ഇവിടെ ഞാനൊരു എക്സാമ്പിൾ പറയാം. അതായത് ഇവിടെ ഓരോ സ്റ്റേറ്റിനും കറസ്പോണ്ടിങ് കൊണ്ട് എനർജി എന്ന് പറയുന്നത്, ഇപ്പോൾ സൈ 1 സ്റ്റേറ്റിൻ്റെ എനർജി എന്ന് പറയുന്നത് ഇയും, ഇതിന് 2E, സൈ 2ന് 2Eയും സൈ 3യുടെ 3Eയും ആണെങ്കിൽ എന്താണ് എക്സ്പെക്റ്റേഷൻ വാല്യൂ ഓഫ് എനർജി എന്ന് പറയുന്നത്? സൈ 1ൻ്റെ സ്റ്റേറ്റ് ഇയും സൈ 2ന് 2Eയും സൈ 3യുടെ 3Eയും ആണെങ്കിൽ എക്സ്പെക്റ്റേഷൻ വാല്യൂ ഓഫ് എനർജി എന്ന് പറയുന്നത് ഫസ്റ്റ് സ്റ്റേറ്റിൻ്റെ പ്രോബബിലിറ്റി എത്രയും നമുക്ക് കിട്ടിയതിന് മുമ്പേ 2/9 അല്ലേ? ആ പ്രോബബിലിറ്റി ഇൻറ്റു അതിൻ്റെ എനർജി പ്ലസ് സെക്കൻഡ് സ്റ്റേറ്റിൻ്റെ പ്രോബബിലിറ്റി ഇൻറ്റു അതിൻ്റെ എനർജി പ്ലസ് തേർഡ് സ്റ്റേറ്റിൻ്റെ പ്രോബബിലിറ്റി നമുക്ക് എത്ര മുമ്പ് കിട്ടിയത്? 4/9 ആയിരുന്നു. 4/9 ആയിരുന്നു നമുക്ക് കിട്ടിയത്. ആ പ്രോബബിലിറ്റി ഇൻറ്റു തേർഡിൻ്റെ എനർജി മൂന്നും കൂടെ മൾട്ടിപ്ലൈ ചെയ്ത് സം ചെയ്തിട്ട് ചെയ്താൽ മതി. അതാണ് അതിൻ്റെ എനർജിയുടെ എക്സ്പെക്റ്റേഷൻ വാല്യൂ. ആ സ്റ്റേറ്റിൻ്റെ പ്രോബബിലിറ്റി ഇൻറ്റു അതിൻ്റെ എനർജി മൈനസ് ആണെങ്കിൽ മൈനസ് കൊടുക്കുക, പ്ലസ് സെക്കൻഡ് സ്റ്റേറ്റിൻ്റെ പ്രോബബിലിറ്റി ഇൻറ്റു അതിൻ്റെ എനർജി പ്ലസ് തേർഡ് സ്റ്റേറ്റിൻ്റെ പ്രോബബിലിറ്റി ഇൻറ്റു അതിൻ്റെ എനർജി എല്ലാം കൂടെ സം ചെയ്യുക, നമുക്ക് അതിൻ്റെ എക്സ്പെക്റ്റേഷൻ വാല്യൂ കിട്ടും. അതായത് ആവറേജ് വാല്യൂ ഓഫ് എനർജി. ഓക്കെ ഓക്കെ ഇനി നമുക്ക് സിലബസ് കൊടുത്തേക്കുന്നത് ക്വാണ്ടം മെക്കാനിക്സിൻ്റെ ചില ബേസിക് ആയിട്ടുള്ള കുറേ മാത്തമാറ്റിക്കൽ ഫോംസ് ആണ്. ഓക്കെ, അതായത് നമ്മൾ വെക്ടർ സ്പേസിലേക്ക് പഠിക്കുന്ന പോലെ തന്നെ വെക്ടർ അഡീഷൻ, അതിൻ്റെ ഓരോ റൂൾസൊക്കെയാണ് പഠിച്ചേക്കുന്നത്. ഇതൊക്കെ ഓരോ വേവ് ഫംഗ്ഷൻ്റെ ഓരോ റൂൾസാണ്. ഇതൊക്കെ നിങ്ങൾക്ക് അറിയാമെന്ന് ഞാൻ വിചാരിക്കുന്നത്. കാരണം ബേസിക് സംഭവങ്ങളാണ് നമ്മൾ വെക്ടർ പഠിക്കുന്നത് തന്നെയാണ് നമ്മളിവിടെ പഠിക്കുന്നത്. അതിൻ്റെ അഡീഷൻ റൂൾസ്, കമ്മ്യൂട്ടേറ്റീവ് അസോസിയേറ്റ് ഒക്കെയാണ് ഇവിടെ പറയുന്നത്. ഇതൊക്കെ ഇതിൽ നിന്നും ക്വസ്റ്റ്യൻ ചോദിച്ച് കണ്ടിട്ടില്ല, കാരണം ഇത് ഒരുപാട് സിമ്പിളായതുകൊണ്ടായിരിക്കാം. ഇപ്പോൾ നമ്മൾ പഠിച്ച ഇതൊക്കെ എല്ലാവർക്കും അറിയാവുന്നതല്ലോ. ഇത് നമ്മുടെ ഡിഡാക്ട് റൊട്ടേഷനാണ്. ഇത് കെച്ച്, ഇത് ബ്രാ എന്ന് പറയുന്നത് കെച്ചിൻ്റെ നേരെ കോഞ്ചുഗേറ്റ് ആണ് ബ്രാ സൈ എന്ന് പറയുന്നത്. പിന്നെ രണ്ട് സ്റ്റേറ്റ് ഓർത്തോഗണൽ സ്റ്റേറ്റ് ആണെങ്കിൽ അവയുടെ ഇന്നർ പ്രോഡക്റ്റ് 0 ആയിരിക്കും. ഇപ്പോൾ വേവ് ഫംഗ്ഷൻ സൈയും, അതായത് സ്റ്റേറ്റുകൾ സൈയും ഫൈയും ഓർത്തോഗണലാണെങ്കിൽ അവയുടെ ഇന്നർ പ്രോഡക്റ്റ്, ഇതാണ് ഇന്നർ പ്രോഡക്റ്റ്, ഇതാണ് ഔട്ടർ പ്രോഡക്റ്റ്. ഇന്നർ പ്രോഡക്റ്റ് 0 ആണെങ്കിൽ ദ വേവ് ഫംഗ്ഷൻസ് ആർ ഓർത്തോഗണൽ. ഇനി ഇന്നർ നോമിറ്റ് 1 ആണെങ്കിലോ ദ വേവ് ഫംഗ്ഷൻസ് ആർ ഓർത്തോ നോർമൽ സ്റ്റേറ്റ് ആയിരിക്കും. ഇത് ഓർത്തോഗണൽ, ഇത് ഓർത്തോ നോർമൽ. ഓക്കെ, ഇപ്പം ഇങ്ങനത്തെ ചില ബേസിക് ഐഡിയാസാണ് നമ്മൾ ഈ സെക്ഷനിൽ വരുന്നത്. പിന്നെ ഓപ്പറേറ്റേഴ്സ്, എല്ലാ ഹെർമിഷൻ ഓപ്പറേറ്റേഴ്സ് ആയിരിക്കും. പിന്നെ ഇതൊക്കെ അതിൻ്റെ പല പല പ്രോപ്പർട്ടീസുകളാണ്. പിന്നെ വരുന്ന സെക്ഷൻ എന്ന് പറയുന്നത് നമ്മുടെ ആംഗുലാർ മൊമെൻറ്റമാണ്. ആംഗുലാർ മൊമെൻറ്റം ഇത്രയും പറഞ്ഞ എല്ലാവർക്കും ഇതൊക്കെ ഏകദേശം ഒരു ഐഡിയ കിട്ടിയില്ലേ? ഓക്കെ, നിങ്ങൾക്ക് ഡൗട്ടുകൾ ചോദിക്കണേ, ഞാനിങ്ങനെ പെട്ടെന്ന് പറഞ്ഞു പോവുകയാണ്. ഓക്കെ, വേറെ ക്വസ്റ്റ്യൻ പിന്നെ ഉണ്ടോ നോക്കട്ടെ. ഇത് പറഞ്ഞേ 52 അൺസർട്ടൻ പ്രിൻസിപ്പൽ പൊസിഷൻ മൊമെൻറ്റം. ഓക്കെ, ഒള്ളിയാണോ പൊസിഷൻ മൊമെൻറ്റം? ഒള്ളിയാണോ? അല്ലല്ലോ. എനർജി ആൻഡ് ടൈം ഒള്ളിയാണോ? അപ്പോൾ ഓപ്ഷൻ ഏതായിരിക്കും വരിക? ഡി. ഓപ്ഷൻ ഡി ആണ്. ഓൾ കാനോണിക്കലി കോൺജുഗേറ്റ് ഫിസിക്കൽ ക്വാണ്ടിറ്റീസ് വൂസ് പ്രോഡക്റ്റ് ഹാസ് ഡയമെൻഷൻ ഓഫ് ആൻ ആക്ഷൻ. അതായത്
നമ്മുടെ പ്ലാങ്ക്സ് കോൺസ്റ്റൻറ്റിൻ്റെ ഓർഡർ വരുന്നതാണ്. പ്രോഡക്റ്റ് വരുന്ന ക്വാണ്ടിറ്റി എല്ലാം നമുക്ക് ഇങ്ങനെ റെപ്രസെൻ്റ് ചെയ്യാൻ പറ്റും. ഉണ്ടോ? ഇനി ഇതെല്ലാം അറിയാവുന്നല്ലോ. 54ാമത്തെ ആൻസർ 54. പോളീസ് എക്സ്ക്ലൂഷൻ പ്രിൻസിപ്പിൾ. ഓക്കെ. അപ്പം ഇങ്ങനത്തെ കണ്ടോ, ഇങ്ങനത്തെ കുറേ ബേസിക് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെയാണ് ചോദിക്കുന്നത്. പിന്നെ ഇതൊക്കെ ഞാൻ പറയാം. 42 ഇതൊക്കെ നമ്മൾ സിലബസ് ഇല്ലാത്തതാണ്. ഈ 46, 47, 48, 50 സിലബസ് ഇല്ലാത്തതാണ്. പക്ഷെ നമുക്കത് ഡിസ്കസ് ചെയ്യാം. ഓക്കെ. പിന്നെ ആംഗുലാർ മൊമെൻറ്റം ഇമ്പോർട്ടൻ്റ്. ആംഗുലാർ മൊമെൻറ്റം എന്ന് പറയുന്നത് നമ്മുടെ ഓർബിറ്റൽ ആംഗുലാർ മൊമെൻറ്റം ഉണ്ട്, സ്പിൻ ആംഗുലാർ മൊമെൻറ്റം ഉണ്ട്, പിന്നെ ടോട്ടൽ ആംഗുലാർ മൊമെൻറ്റം ക്വാണ്ടം നമ്പറായിട്ടുള്ള ജെയും ഉണ്ട്. അപ്പം നിങ്ങൾ ഒന്നിൻ്റെ പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാത്തിനും അത് തന്നെയാണ്, അതിനെ എഴുതാം. അതായത് എല്ലിൻ്റെ പഠിച്ചു കഴിഞ്ഞാൽ അത് തന്നെയാണ് എസ്സിനും വരുന്നത്, അത് തന്നെയാണ് ജെയ്ക്കും വരുന്നത്. അതൊരു ഗുണമുണ്ട്. അതായത് ഇപ്പം ഫോർ എക്സാമ്പിൾ ഇപ്പം LX എന്ന് പറയുന്നത് YP/Z/PY ആണെങ്കിൽ SX എന്ന് പറയുന്നു അങ്ങനെ തന്നെയാണ്, JS എന്ന് പറയുന്നു അങ്ങനെ തന്നെയാണ്, X എന്ന് പറയുന്നത് അങ്ങനെ തന്നെയാണ്. അപ്പോൾ നിങ്ങൾ അങ്ങനെ റിലേറ്റ് ചെയ്ത് പഠിക്കുക. ഓരോന്നിൻ്റെയും ആംഗുലാർ മൊമെൻറ്റം ഓപ്പറേറ്റേഴ്സിൻ്റെ ഫോംസും അത് തമ്മിലുള്ള കുറേ കമ്മ്യൂട്ടേഷൻ റിലേഷൻസ് ഉണ്ട് കേട്ടോ. LX LY എന്ന് പറയുന്നത് IH/LZ ആകുന്ന പോലെ SX SY എന്ന് പറയുന്നത് IH/SZ ആണ്. അതുപോലെ തന്നെ JX JY എന്ന് പറയുന്നു IH/JZ ആണ്. തിരിച്ചാണെങ്കിൽ ഇവിടെ ഒരു നെഗറ്റീവ് സൈൻ വരുമെന്നേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾ ഒന്നിൻ്റെ, അതായത് ഒന്നെങ്കിൽ LXന് പഠിക്കുക, അത് തന്നെ ആയിരിക്കും SXനും JXനും വരിക. അല്ലെങ്കിൽ SXന് പഠിക്കുക, അത് തന്നെ ആയിരിക്കും തിരിച്ച് JXനും LXനും വരിക. അങ്ങനെ നിങ്ങളൊന്ന് പഠിച്ചു വയ്ക്കുക. ഇതൊക്കെ എല്ലാവരും നോട്ട് ചെയ്ത് വെച്ചോളൂ. ഇതൊക്കെ നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങൾ തന്നെയാണ് കേട്ടോ. ഇവിടെ എക്സും വൈയും ആണെങ്കിൽ ഇവിടെ ഇസഡ്, എല്ലും വൈയും ഇസഡും ആണെങ്കിൽ എക്സ്, ഇസഡും എക്സും ആണെങ്കിൽ വൈ. അങ്ങനെ ഓർത്ത് വയ്ക്കുക. കാരണം ഞാൻ പറഞ്ഞ പോലെ തന്നെ JXനും അതുപോലെ തന്നെ വരും, LXനും പോലെ തന്നെ JXന് ആ സെയിം റിലേഷനാണ് വരിക. പിന്നെ അതിൻ്റെ ക്രിയേഷൻ ഓപ്പറേറ്ററും റൈസിങ് ആൻഡ് ലോവറിങ് ഓപ്പറേറ്റേഴ്സൊക്കെ ഉണ്ട്. അതൊക്കെ അതിൻ്റെ ഫോംസ് ഇതൊക്കെയാണ്. പിന്നെയുള്ള ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ട് ടോപ്പിക് ഉണ്ട്, നമ്മൾ മെട്രിക്സ് റെപ്രസെൻറ്റേഷൻ ആണേ. ഇതിപ്പോൾ ചെയ്തെടുക്കാമെന്ന് പറയുന്നത് കുറച്ച് ടഫാണ്. കാരണം ഇത് ചെയ്യണമെങ്കിൽ നമ്മൾ കുറേ സമയം ചെയ്യേണ്ടി വരും. പക്ഷെ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ വർഷമാണെന്ന് തോന്നുന്നു. ഇത് കണ്ടോ, ഈ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം നിങ്ങളത് എന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ എന്താ പറയുക, ഇത് ചെയ്തെടുക്കാമെന്ന് പറയുന്നത് കുറച്ച് ടൈം കൺസ്യൂമിംഗ് ആയിട്ടുള്ള പ്രോസസ്സാണ്. ഓപ്ഷൻ നോക്കട്ടെ. അപ്പോൾ ഓപ്ഷൻ എ ആയിരിക്കും അല്ലേ? ഒരു മിനിറ്റ്, നമുക്ക് JS² വേണ്ടത്. ചോദിച്ചിരിക്കുന്നത് എന്താണ്? JS² ചോദിച്ചിരിക്കുന്നത് അല്ലേ? അപ്പോൾ ഓപ്ഷൻ എ ആയിരിക്കാൻ മതിയാ. കൊള്ളാം, അതൊരു നല്ലൊരു ഐഡിയ ആയിരുന്നു. ഓക്കെ, അതായത് JS² കണ്ടുപിടിക്കാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന മെട്രിക്സ് റെപ്രസെൻറ്റേഷൻ ഇതാണ്. അതായത് JS² ആക്ട് ചെയ്യുമ്പോൾ വരുന്ന ഐഗൻ വാല്യൂസ് എന്ന് പറയുന്നത് നമ്മൾ H² പിന്നെ J×J+1 എന്നുള്ളതാണ്. ബാക്കി JZനകത്തിനും H ഉള്ളൂ, പിന്നെ M ആണ്. ഇപ്പോൾ എന്താണ് J, എന്താണ് M? ഇതാണ് സ്റ്റേറ്റ് J റെപ്രസെൻ്റ് ചെയ്യുന്ന JM എന്നുള്ള രീതിയിലാണ് നമ്മൾ റെപ്രസെൻ്റ് ചെയ്യുന്നത്, കെറ്റ് JM. അപ്പോൾ അത് 1 - 1 ആണെങ്കിൽ J എന്ന് പറയുന്ന വാല്യൂ 1ഉം എമ്മിൻ്റെ വാല്യൂ -1ഉമാണ്. 0 ആണെങ്കിൽ 1 0 ആണെങ്കിൽ J1 M 0, അങ്ങനെയാണ് സ്റ്റേറ്റ് റെപ്രസെൻ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ എന്താണ് പറഞ്ഞിരിക്കുന്നത് കണ്ടോ, ഇവിടെ നോക്കിയേ, J എന്ന് പറഞ്ഞ സ്റ്റേറ്റ്, Jയുടെ വാല്യൂ 2 ആണ്.
ഇപ്പോൾ ജെയുടെ വാല്യൂ 2 ആണെങ്കിൽ എമ്മിന് എന്തൊക്കെ വാല്യൂസ് വരാം? കണ്ടോ, ജെയുടെ വാല്യൂ 2 ആണെങ്കിൽ, ജെയുടെ 1 ആണെങ്കിൽ എന്തൊക്കെ വരാം? എം എന്ന് പറയുന്നത് -1 0 +1. 2 ആണെങ്കിൽ എന്തൊക്കെ വരാം? -2 -1 0 1 2. ഉണ്ടോ? അതായത് 2j + 1 വാല്യൂസ് എമ്മിന് വരാം. അതായിരിക്കും മെട്രിക്സിൻ്റെ ഓർഡർ. അപ്പോൾ ഇവിടെ J2 ആകുമ്പോൾ 2 ഓർഡർ 5 വരണ്ടേ? അപ്പം മെട്രിക്സിൻ്റെ ഓർഡർ 5. അതൊരു J2 ആണ്. അത് എന്തോ ഒരു പന്തികളുണ്ടല്ലോ, അത് കുഴപ്പമില്ലായിരിക്കും. അപ്പോൾ അങ്ങനെയാണ് സംഭവം ചെയ്യുന്നത്. പക്ഷെ അത് ചെയ്തെടുക്കുക എന്ന് പറയുന്നത് ഒരു ടഫായിട്ട്. പക്ഷെ ഇപ്പം പറഞ്ഞ പോലെ ഇത് എന്തായാലും PSC എക്സാമിനും ചെയ്തെടുക്കാൻ വേണ്ടി പറ്റത്തില്ല നമുക്ക് എന്തായാലും. കാരണം ഇത്രയും നമുക്ക് എന്ത് സ്റ്റെപ്പുകൾ നമുക്ക് ചെയ്യണം അതിനകത്ത്. J-സ്കോറിന് എളുപ്പമാണ്. ഒന്നെങ്കിൽ S-സ്കോർ ഉണ്ടെങ്കിൽ ആ ഓപ്ഷനിലേക്ക് പോവുക, അല്ലെങ്കിൽ J+J+ ചെയ്താൽ മതി. കണ്ടോ, ഇതാണ് മെട്രിക്സിൻ്റെ ഫോം വരുന്നത്. 1 1 1 1 1 1 1 0 1 1 1 -1. ഇതാണ് മെട്രിക്സിൻ്റെ ഫോം വരുന്നത്. അപ്പോൾ ഇതിലേക്ക് ഓരോന്നിലേക്ക് നിങ്ങൾ എന്ത് ചെയ്താൽ മതി? നമ്മുടെ JM വാല്യൂലേക്ക് നിങ്ങൾ J-സ്കോറിൻ്റെ വാല്യൂസ് നിങ്ങൾ ആക്ട് ചെയ്യാൻ മതി. ഇതാണ് J-സ്കോർ ആക്ട് ചെയ്യുമ്പോൾ കിട്ടുന്നത്. ഉണ്ടോ, H² J × J+1. അപ്പോൾ J-സ്കോർ ആകുമ്പം H² ഉണ്ടായിരിക്കും ഓർക്കുക. J- ആകുമ്പം H ഉണ്ടായിരിക്കുകയുള്ളൂ. ഇത് ഞാൻ J=1 ചെയ്തേക്കുന്നതാണ്. അപ്പോൾ അതിൻ്റെ മെട്രിക്സ് നിങ്ങൾ നോട്ട് ചെയ്ത് വെച്ചോ. J- ആകുമ്പത്തേനും J² ആകുമ്പോൾ 2H² വരുന്നത്. J- ആകുമ്പത്തേനും H. അതേപോലെ JX ഉണ്ട്, JY ഉണ്ട്. J=1 കേസിൽ. ഇത് J ഹാഫിലെ കേസിലെ J-സ്കോറിൻ്റെയും J-ൻ്റെയും J+ൻ്റെയൊക്കെ വാല്യൂസ് ചെയ്തെടുക്കുന്നതാണ്. J ഹാഫ് ആകുമ്പോഴത്തേനും നമുക്ക് വേണമെങ്കിൽ ചെക്ക് ചെയ്ത് നോക്കാം. ഓക്കെ, എല്ലാവരും നോട്ട് ചെയ്തല്ലോ അല്ലേ? പിന്നെ എന്തോ ഓക്കെ. ഇനി പോളിസ്പിൻ മെട്രിക്സ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പോളിസ്പിൻ മെട്രിക്സും അതിൻ്റെ ഡിഫറെൻ്റ് ആയിട്ടുള്ള പ്രോപ്പർട്ടീസും, പോളിസ്പിൻ മെട്രിക്സസും അവയുടെ പ്രോപ്പർട്ടീസും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഏതൊക്കെയാണ് പോളിസ്പിൻ മെട്രിക്സ് എന്ന് പറയുന്നത്? 0 1 1 0 0 -i ആണല്ലേ? ഇവിടെ -i അല്ലേ? ഇവിടെ -i, ഇവിടെ പ്ലസ് അല്ലേ? ഓക്കെ, അത് കറക്റ്റ് ചെയ്തോണേ. പിന്നെ സിഗ്മൈസ്ഡ് ഇത് മൂന്നും എല്ലാവർക്കും ഐഡിയ ഉണ്ടായിരിക്കണം. ഈ 3 ഫോം σx, σy, സിഗ്മൈസ്ഡ്, പിന്നെ അവയുടെ പല പല പ്രോപ്പർട്ടീസ്. ഇതൊന്ന് മായ്ക്കുവാണെങ്കിൽ ഒന്ന് കറക്റ്റ് ചെയ്ത് വേണം. ഞാൻ സ്ക്രീൻ ഡൗൺ ചെയ്യുമ്പോൾ എന്തായാലും പോകും. ഇതാണ് ഇതിൻ്റെ കുറേ പ്രോപ്പർട്ടീസ് ഞാൻ ഇവിടെ നോട്ട് ചെയ്തിട്ടുണ്ട്. ഒന്ന്, അതിൻ്റെ സ്ക്വയർ എല്ലാം 1 ആയിരിക്കും. പിന്നെ അവിടെ അങ്ങോട്ടും ഇങ്ങോട്ടുള്ള പ്രോഡക്റ്റ് ഉണ്ടോ, σx σy എന്ന് പറയുന്നത് I σz ആയിരിക്കും. അതേപോലെ ഇപ്പോൾ അതായത് σy σz ആകുമ്പോഴത്തേനും I σx ആയിരിക്കും. അങ്ങനെ തിരിച്ച് റൊട്ടേഷൻ പോലെ വരും. അതേപോലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പ്രോപ്പർട്ടീസ് എന്തൊക്കെയാണ്? അതിൻ്റെ ഐഗൻ വാല്യൂസ് എത്രയായിരിക്കും? ഐഗൻ വാല്യൂസ് +or -1 ആയിരിക്കും. ഡിറ്റർമിനൻ്റ് എപ്പോഴും -1 ആയിരിക്കും. ട്രേസ് എപ്പോഴും 0 ആയിരിക്കും. ട്രേസ് എപ്പോഴും 0 ആയിരിക്കും. പിന്നെ അവിടെ കമ്മ്യൂട്ടേറ്റർ ബ്രാക്കറ്റ് എത്രയാണ്? σx σy ആകുമ്പോഴത്തേനും അതിൻ്റെ കമ്മ്യൂട്ടേറ്റർ ബ്രാക്കറ്റ് 2i σz ആയിരിക്കും. σz ആയിരിക്കും. കമ്മ്യൂട്ടേറ്റർ ബ്രാക്കറ്റിൻ്റെ എക്സ്പ്ലനേഷൻ എന്താണ്? σx എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? σx σy പ്ലസ് σy σx അല്ലേ?
സോറി മൈനസ്, പ്ലസ് ആകുമ്പോൾ ആൻറ്റി കമ്മ്യൂട്ടേറ്റർ അല്ലേ? ഓക്കെ, സിഗ്മ എക്സ് സിഗ്മ വൈ മൈനസ് സിഗ്മ വൈ സിഗ്മ എക്സ് ആണ് കമ്മ്യൂട്ടേറ്റർ ബ്രാക്കറ്റിൻ്റെ എക്സ്പാൻഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞു, ഞാനിത് നിങ്ങൾ ഈ ഒരു പോയിൻറ്റും ഈ ഒരു പോയിൻ്റ് ഓർക്കുക, ഈ ഒരു പോയിൻ്റ് ഓർക്കുക. അങ്ങനെയാണെങ്കിൽ ഈ ഒരു ക്വസ്റ്റ്യൻ്റെ ആൻസർ പറഞ്ഞേ. ഇത് സിഗ്മ എക്സ് സിഗ്മ വൈ എന്താണ്? സിഗ്മ എക്സ് സിഗ്മ വൈ എന്താണ്? ഇസഡ് പ്ലസ് 2 ഇൻറ്റു സിഗ്മ വൈ സിഗ്മ എക്സ്. അപ്പോൾ എത്ര വരും? ആ 2 കൂടി ഇല്ലേ? 2 മൈനസ് സിഗ്മ എക്സ്. അപ്പോൾ ആൻസർ എത്ര വരും? ഓപ്ഷൻ എ അല്ലേ? ഓക്കെ, അങ്ങനെ നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള ചില സിമ്പിൾ അപ്പോൾ നമുക്കിത് ചെയ്യണമെന്നെങ്കിൽ എന്ത് വേണമായിരുന്നു? നമുക്ക് മറ്റേ അറിയണമായിരുന്നു. അതാണ് പ്രശ്നം. നമുക്കിത് ക്വസ്റ്റ്യൻ ചെയ്യണമായിരുന്നെങ്കിൽ നമുക്കിതിൻ്റെ ഈ ഒരു ഐഡിയ നമുക്ക് ഉണ്ടാകണമായിരുന്നു. ഉണ്ടോ? ഇത് കണ്ട് നമുക്ക് അറിയാമായിരുന്നു. അത്രയൊക്കെയുള്ള കാര്യങ്ങൾ. നിങ്ങളെ പോളിസിമെട്രിക്സിൻ്റെ എല്ലാവരും ഒരു കുറേ പ്രോപ്പർട്ടീസ് ഞാൻ പഠിച്ചു വയ്ക്കുക. ഓക്കെ, പിന്നെ അടുത്ത ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അത്ര ഒട്ടും ഇൻട്രസ്റ്റിംഗ് അല്ലാത്ത ഏരിയ ആയിരുന്നു നമ്മുടെ സ്കാറ്ററിങ് തിയറി എന്ന് പറയുന്നത്. സ്കാറ്ററിങ് തിയറിക്കകത്ത് നിങ്ങൾ ഒത്തിരി ഒന്നും ഡീറ്റെയിൽ പഠിക്കണ്ട. ഞാൻ ഒന്ന് പ്രകാരം നിങ്ങൾ ആ സ്കാറ്ററിങ് ക്രോസ് സെക്ഷനെ പറ്റിയുള്ള ഐഡിയ നിങ്ങൾക്ക് ഉണ്ടാക്കണേ. സ്കാറ്ററിങ് ക്രോസ് സെക്ഷൻ നമ്മൾ മെയിനായിട്ട് ഇവിടെ ഡീൽ ചെയ്യുന്ന 2 മെത്തേഡുണ്ട്. ഒന്ന് ബോൺ അപ്രോക്സിമേഷനും 2 പാർഷ്യൽ വേവ് അനാലിസിസും. അപ്പം ബോൺ അപ്രോക്സിമേഷൻ എപ്പോഴാണ് യൂസ് ചെയ്യുന്നത്? ഒന്നത് അതാണ് ഇമ്പോർട്ടൻ്റ് പോയിന്റ്. വെൻ വിൽ വി യൂസ് ബോൺ അപ്രോക്സിമേഷൻ? എവിടെയൊക്കെയാണ് യൂസ് ചെയ്യുന്നത്? ആപ്ലിക്കബിൾ ഫോർ ഹൈ എനർജി ലോ അറ്റോമിക് നമ്പർ, അതായത് ഹൈ എനർജി ആൻഡ് വീക്ക് പൊട്ടൻഷ്യലാണ് നമ്മൾ എന്താ അപ്ലൈ ചെയ്യുന്നത്? ബോൺ അപ്രോക്സിമേഷൻ നമ്മൾ അപ്ലൈ ചെയ്യുന്നത്. ആൻഡ് ഫോർ പാർഷ്യൽ വേവ് അനാലിസിസ് ഇറ്റ് ആപ്ലിക്കബിൾ ഫോർ ലോ എനർജി ആൻഡ് ഹൈ പൊട്ടൻഷ്യൽ എനർജി. ഇത് ഹൈ എനർജി ആൻഡ് ലോ പൊട്ടൻഷ്യൽ എനർജി. നേരെ തിരിച്ച് ഇത് ലോ എനർജി ആൻഡ് ഹൈ പൊട്ടൻഷ്യൽ. ഇത് 2 നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കണം. ബോൺ അപ്രോക്സിമേഷൻ ആൻഡ് പാർഷ്യൽ വേവ് അനാലിസിസ്. അതേപോലെ തന്നെ പാർഷ്യൽ വേവ് അനാലിസിസിനകത്തെ നമ്മുടെ സ്കാറ്ററിങ് ക്രോസ് സെക്ഷൻ്റെ എക്സ്പ്രഷൻ വളരെ ഇമ്പോർട്ടൻ്റാണ്. സ്കാറ്ററിങ് ക്രോസ് സെക്ഷൻ്റെ എക്സ്പ്രഷൻ ഇതാണ്. സ്കാറ്ററിങ് ക്രോസ് സെക്ഷൻ സിഗ്മയുടെ എക്സ്പ്രഷൻ 4π. അത് ലോ അറ്റോമിക് നമ്പർ മീൻസ് ഇതാണല്ലോ നമ്മുടെ പൊട്ടൻഷ്യലിൻ്റെ എക്സ്പ്രഷൻ. അത് അറ്റോമിക് നമ്പർ ഇസഡ് അല്ലേ? ലോ അറ്റോമിക് നമ്പർ മീൻസ് ലോ പൊട്ടൻഷ്യൽ എനർജി തന്നെയല്ലേ? ഓക്കെ, അതേപോലെ തന്നെ ഈ എക്സ്പ്രഷൻ വളരെ ഇമ്പോർട്ടൻ്റ്. എല്ലാം നോട്ട് ചെയ്ത് വെച്ചോളൂ. ടോട്ടൽ സ്കാറ്ററിംഗ് ക്രോസ് സെക്ഷൻ സിഗ്മ ഈസ് ഈക്വൽ ടു 4π k² എപ്സിലോൺ സമ്മേഷൻ 0 to infinity 2l + 1 sin square delta l 4π k². ഓക്കെ, ഉണ്ടോ? ഇത് ഡയറക്ടർ പ്രോബ്ലം ചോദിച്ചിട്ടുണ്ട് കഴിഞ്ഞ തവണ. കണ്ടോ? ഈ പ്രോബ്ലം നോക്കിക്കേ. 17 പ്രോബ്ലം ചോദിക്കുക. 17 പ്രോബ്ലം എങ്ങനെ ചെയ്യും? എന്താ ഇക്വേഷൻ? 4π k². സമ്മേഷൻ ആണ് നിൽക്കട്ടെ. 2l + 1 × sin square delta l. ഇവിടെ എന്ത് വരും? 4π k വേവ് വെക്ടർ എത്രയാണ്? വേവ് വെക്ടറാണ് k അല്ലേ? അപ്പം അതിന് സ്ക്വയർ ആകുമ്പോഴത്തേനും 3π. പിന്നെ എൽ ഇവിടെ എത്രയാണ്? എല് 1. അപ്പോൾ 2 അപ്പോൾ 2 × 1 + 1 × sin square 45. ഓക്കെ, അപ്പോൾ എത്ര വരും? പൈയും ക്യാൻസലായി പോയി. ഇത് 3 അല്ലേ വരിക? ഇത് 3 അല്ലേ വരിക? ഇത് 3 ക്യാൻസലായി പോയി.
പോയിട്ട് എന്തുണ്ട്, ഒരു 4 ഉണ്ട്. സൈൻ 45ൻ്റെ വാല്യൂ എത്രയാണ്? 1/√2. അപ്പോൾ സൈൻ സ്ക്വയർ ആകുമ്പോഴത്തേനും 1/2 ആവും. 1/2. അപ്പോൾ എത്രയാണ് ആൻസർ വരിക? 2. കണ്ടോ, 2. എത്ര സിമ്പിളായിരുന്നു സംഭവം. പക്ഷെ നമുക്ക് എന്തറിയണമായിരുന്നു? നമുക്ക് സ്കാറ്ററിംഗ് ക്രോസ് സെക്ഷൻ്റെ ഇക്വേഷൻ അറിയണമായിരുന്നു. കണ്ടോ, അതാണ് നമ്മൾ. അപ്പോൾ ഈ 2 പോയിന്റ് ഓർത്ത് വയ്ക്കുക. ഇതെവിടെയൊക്കെ അപ്ലൈ ചെയ്യുക, ഇതെവിടെ അപ്ലൈ ചെയ്യുക. അതുപോലെ തന്നെ ഈ പാർഷ്യൽ വേവിലെ സ്കാറ്ററിംഗ് ക്രോസ് സെക്ഷൻ ഇക്വേഷൻ നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കുക. അതേപോലെ തന്നെ ഇതിന് കുറേ റിസൾട്ടുകളുണ്ട്. അതുപോലെ ഒന്നാണ് ഒപ്റ്റിക്കൽ തിയറം എന്ന് പറയുന്നത്. ഒന്നാണ് ഒപ്റ്റിക്കൽ തിയറം. അതായത് ഒപ്റ്റിക്കൽ തിയറത്തിൻ്റെ നിങ്ങൾ എന്ത് ചെയ്യുക, ജസ്റ്റ് ഈ ഒരു റിലേഷൻ ഓർത്ത് വയ്ക്കുക. ഇവിടെ 4πk ഇമാജിനറി പാർട്ട് ഓഫ് ആ സ്കാറ്ററിങ്ങിൻ്റെ ക്രോസ് സെക്ഷൻ ആംപ്ലിറ്റ്യൂഡാണ് f(0) എന്ന് പറയുന്നത്. ഇത് അതുപോലെ തന്നെ ഒപ്റ്റിക്കൽ തിയറം 1. അതുപോലെ തന്നെ വരുന്ന വേറെ ഒന്നുമാണ് ഫെർമി ഗോൾഡൻ റൂള്. അത് ടൈം ഡിപ്പെൻഡൻറ്റ് പെർട്ടർബേഷൻ തിയറിക്കകത്ത് വരുന്നതാണ്. ടൈം ഡിപ്പെൻഡൻറ്റ് പെർട്ടർബേഷൻ തിയറി. ഓക്കെ, ഇതാണ് ഫെർമി ഒപ്റ്റിക്കൽ തിയറി നോട്ട് ചെയ്ത് വെക്കുക. ഇതാണ് ഫെർമി ഗോൾഡൻ റൂള്. അതെന്ന് പറയുന്നത് എന്താ റെപ്രസെൻ്റ് ചെയ്യുന്നത് വെച്ചാൽ ട്രാൻസിഷൻ ബിറ്റ്വീൻ 2 സ്റ്റേറ്റ് പറയുന്നതാണ്. അതായത് ട്രാൻസിഷൻ പ്രോബബിലിറ്റി ബിറ്റ്വീൻ 2 കണ്ടിന്യൂസ് സ്റ്റേറ്റിനെ പറ്റി പറയുന്ന ഒരു ഐഡിയയാണ് ഫെർമി ഗോൾഡൻ റൂൾ. ട്രാൻസിഷൻ ബിറ്റ്വീൻ കണ്ടിന്യൂസ് സ്റ്റേറ്റ്സ് അതിൻ്റെ പ്രോബബിലിറ്റിയെ പറ്റി പറയുന്ന ഒരു ഐഡിയയാണ് ഫെർമി ഗോൾഡൻ റൂൾ എന്ന് പറയുന്നത്. അതിൻ്റെ റെപ്രസെൻറ്റേഷൻ ഇങ്ങനെയാണ്. റെപ്രസെൻറ്റേഷൻ ഇവിടെ ഡെൻസിറ്റി ഓഫ് സ്റ്റേറ്റ് ഉണ്ട്, പിന്നെ ഇനീഷ്യൽ സ്റ്റേറ്റ്, ഫൈനൽ സ്റ്റേറ്റിൻ്റെ ഇന്നർ പ്രോഡക്റ്റിൻ്റെ സ്ക്വയർ, അതായത് പ്രോബബിലിറ്റി. ഇതാണ് പ്രോബബിലിറ്റി. ഇതാണ് ഫെർമി ഗോൾഡൻ റൂൾ. പിന്നെ നമുക്ക് പഠിക്കാനുള്ള അൺഹാർമോണിക് ഓസിലേറ്റർ. അത് നമുക്ക് ഹാർമോണിക് ഓസിലേറ്റർ നമുക്ക് അടുത്ത ഇതിൽ കാണാം. അൺഹാർമോണിക് ഓസിലേറ്റർ എന്ന് പറയുന്നത് എല്ലാവർക്കും അറിയാമല്ലോ. ഇതാണ് ഹാർമോണിക് ഓസിലേറ്ററിൻ്റെ ഒരു എനർജിയുടെ വാല്യൂ. നമ്മൾ അടുത്ത് കാണും കേട്ടോ. ഇതാണ് ഹാർമോണിക് ഓസിലേറ്ററിൻ്റെ കേസിലെ എനർജിയുടെ ഐഗൻ വാല്യൂസ്. അത് എന്താണ്, അതിൻ്റെ ഗ്രൗണ്ട് സ്റ്റേറ്റ് എന്ന് പറയുന്നത് n0 കൊടുക്കുമ്പോൾ ½ h. ഇതാണ് അതിൻ്റെ ഗ്രൗണ്ട് സ്റ്റേറ്റ് എനർജി അല്ലെങ്കിൽ 0 പോയിൻറ്റ് എനർജി എന്ന് പറയും. ഇതാണ് ഹാർമോണിക് ഓസിലേറ്റർ കേസിലെ ഗ്രൗണ്ട് സ്റ്റേറ്റ് അല്ലെങ്കിൽ 0 പോയിൻറ്റ് എനർജി. കാരണം n0 കൊടുക്കുമ്പോൾ ഉള്ള വാല്യൂ ആണ് ഈ എനർജി. സോ ഇറ്റ് ഈസ് നോൺ ആസ് 0 പോയിൻറ്റ് എനർജി. അപ്പോൾ ഇത് 0 പോയിൻറ്റ് എനർജി, ഇത് അല്ലെങ്കിൽ ഗ്രൗണ്ട് സ്റ്റേറ്റ് എനർജി, ഇത് ഫസ്റ്റ് എക്സൈറ്റഡ് സ്റ്റേറ്റ് എനർജി, സെക്കൻഡ് അങ്ങനെ പോകും. അപ്പോൾ ഇതെല്ലാം ഈക്വലി സ്പേസ്ഡാണ് എന്ത് ഹാർമോണിക് ഓസിലേറ്റർ. ആ സ്പേസിംഗ് എന്ന് പറയുന്നത് h/ω, അതായത് ഓരോ h/ω കൂടിയാണ് ഓരോ സ്റ്റേറ്റും പോകുന്നത്. അതായത് ഹാഫിനോട് h/ω കൂട്ടിയാൽ അരയുടെ 1 കൂട്ടിയാൽ 1.5, 1 1 കൂട്ടിയാൽ 2.5, അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ആ സ്പേസിംഗ് എന്ന് പറഞ്ഞാൽ ഈക്വലി സ്പേസ് വിത്ത് സ്പേസിംഗ് ഈസ് ഈക്വൽ ടു h/ω. പക്ഷേ അൺഹാർമോണിക് ഓസിലേറ്ററിൻ്റെ കേസിൽ അതൊരിക്കലും, ഇവിടെ ഇതാണ് അതിൻ്റെ എനർജിയുടെ എക്സ്പ്രഷൻ, ഹാർമോണിക് എക്സ്പ്രഷൻ. ഇവിടെ ഒരു സ്ക്വയർ ഡിപ്പെൻഡൻസ് എക്സ് സ്ക്വയറാണ്. പക്ഷേ ഇൻ ദ കേസ് ഓഫ് ഹാർമോണിക് ഓസിലേറ്റർ ദ ഡിപ്പെൻഡൻസി ഈസ് x⁴. അതായത് പൊട്ടൻഷ്യൽ എനർജിയുടെ ടൈം എന്ന് പറയുന്നത് x⁴. ഇതെന്താണ് ഇത്? ഈ p²/2m എന്താ? കൈനറ്റിക് എനർജി അല്ലേ. അപ്പം കൈനറ്റിക് എനർജി എന്ന് വിളിക്കുവാണെങ്കിൽ E = p²/2m. therefore p = എന്താണ്? √2me. ലാംഡയുടെ ഇക്വേഷൻ എന്താ? ലാംഡ = h/p. അപ്പോൾ h/2me.
ഓക്കെ, ഈ ഒരു സംഭവം ഈ ക്വസ്റ്റ്യൻ കണ്ടോ? A option A. എ ഓപ്ഷനേ വരും. ഓക്കെ, പിന്നെ ഇതിന് ആൻസർ പറഞ്ഞേ. ഇപ്പം ഞാൻ പറഞ്ഞോളൂ, 0 എനർജി ഓഫ് എ Half H nu. എച്ച് ന്യൂ കണ്ടോ? ഓക്കെ, അപ്പോൾ ഇതാണ് അൺഹാർമോണിക് ഓസിലേറ്ററിൻ്റെ കേസിലെ എനർജിയുടെ ഐക്യബാലൻസിൻ്റെ എക്സ്പ്രഷൻ. എച്ച് കട്ട് ഒമേഗ മാത്രമല്ല ഡിഫറൻസ്, അതിൻ്റെ കൂടെ ഒരു എക്സ്ട്രാ ട്രെയിൻ കൂടെ വരുന്നുണ്ട്. അവിടെ എൻ ഡിപ്പെൻഡൻസ് ഉണ്ട്. അപ്പോൾ ഇവിടെ എന്താണ്, എനർജി ലെവൽസ് ആർ നോട്ട് ഈക്വലി സ്പേസ്ഡ്. ബട്ട് ഇൻ ദ കേസ് ഓഫ് ഹാർമോണിക് ഓസിലേറ്റർ the energy levels are equally spaced with the spacing is equal to h dot omega. But in the case of anharmonic oscillator, levels are not equally spaced. അതിവിടെ എന്താണ്, ഹയർ ലെവലിലേക്ക് പോകും തോറും എന്ത് ചെയ്യും, ആ സ്പേസിങ് എന്ത് ചെയ്യുമായിരിക്കും? ആർക്കെങ്കിലും പറയാമോ? ഹയർ ലെവലിലേക്ക് പോകും തോറും ആ സ്പേസിങ് എന്ത് ചെയ്യും? എന്തോ സ്പേസിങ് കുറയും. ഓക്കെ, അപ്പോൾ അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ കഴിഞ്ഞാൽ ഉണ്ടായിരുന്നു. കഴിഞ്ഞ തവണയാണോ അതോ 18-ലാണോ? അത് നോക്കിയേ. വിത്ത് ഇൻക്രീസ് ഇൻ ക്വാണ്ടം നമ്പേഴ്സ് ദ എനർജി ഡിഫറൻസ് ബിറ്റ്വീൻ സക്സസീവ് എനർജി ലെവൽസ് ഓഫ് അൺഹാർമോണിക് ഓസിലേറ്റർ എന്താണ്? കുറയും, ഡിക്രീസ് ചെയ്യും. പക്ഷേ അൺഹാർമോണിക്കിന് പകരം ഹാർമോണിക് ആണെങ്കിൽ എന്താ സംഭവിക്കുക? റിമെയിൻസ് സെയിം. കണ്ടോ? ഓക്കെ, വെരി ഗുഡ്. പിന്നെ ഇത് നമ്മുടെ, നിങ്ങൾ സ്പെക്ട്രോസ്കോപ്പി കണ്ടപ്പോൾ ഇതൊക്കെ പഠിച്ചായിരുന്നോ? സീമൻ എഫക്റ്റ് ഒക്കെ എല്ലാവർക്കും അറിയാമല്ലോ. സീമൻ എഫക്റ്റ്, മാഗ്നറ്റിക് ഫീൽഡിൻ്റെ പ്രസൻസിൽ ഫീൽഡ് ലൈൻസ് 3ആയിട്ട് സ്പ്ലിറ്റ് എന്ന് പറയുന്ന പേരാണ് സീമൻ എഫക്റ്റ് എന്ന് പറയുന്നത്. അവിടെ സ്പിൻ എപ്പോഴും 0 ആയിരിക്കും. സീമൻ എഫക്റ്റിൻ്റെ കേസിൽ സ്പിന്നെ പറ്റി പറയുന്നില്ല. സ്പിന്ന് ഉള്ള കേസ് എന്ന് പറയുന്ന ഒന്ന് അനോമലസ് സീമൻ എഫക്റ്റും മറ്റേത് പാഷൻ ബാക്ക് എഫക്റ്റും ആയിരിക്കും. ഇതെല്ലാം മാഗ്നറ്റിക് ഫീൽഡിൻ്റെ കേസാണ്. ഇനി ഇലക്ട്രിക് ഫീൽഡിൻ്റെ കേസിൽ സ്പ്ലിറ്റ് ആണെന്ന് പറഞ്ഞ പേരെന്നായിരുന്നു? സ്റ്റാർക്ക് എഫക്റ്റ്. അതൊക്കെ എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങളൊക്കെ തന്നെ. ഓക്കെ, ഇനി ഞാൻ പറഞ്ഞ കാര്യത്തിലേക്ക് കിടക്കാം. ഇത് നമ്മൾ ഔട്ട് ഓഫ് സിലബസ് ആണ്, ഞാൻ പെട്ടെന്ന് പറയാം. ഒന്ന്, പാർട്ടിക്കിൾ ഇൻ എ ബോക്സ്. നിങ്ങളവിടെ നോക്കേണ്ട കാര്യം എന്ന് പറയുന്നത്, ആ പാർട്ടിക്കിളിൻ്റെ ബോക്സിൻ്റെ കേസിൽ എനർജി ഐഗൻവാല്യൂൻ്റെ എക്സ്പ്രഷൻ കൊടുത്ത് വയ്ക്കുക. എനർജി ഐഗൻവാല്യൂൻ്റെ എക്സ്പ്രഷൻ ഇതാണ്: En ഈസ് ഈക്വൽ ടു, ആ മൈക്ക് എന്ന് ഓഫ് ആക്കാം, മൈക്ക് എന്നാണ് ഓഫ് ആക്കാം. ഓക്കെ, താങ്ക് യു. അപ്പോൾ ഇതാണ് നമ്മുടെ എനർജി ഐഗൻവാല്യൂൻ്റെ എക്സ്പ്രഷൻ ഫോർ ദ കേസ് ഓഫ് പൊട്ടൻഷ്യൽ വെൽ. ഇതാണ് എനർജി ഐഗൻവാല്യൂൻ്റെ എക്സ്പ്രഷൻ ഓർ ഇൻഫിനിറ്റ് പൊട്ടൻഷ്യൽ ഓർ പാർട്ടിക്കിൾ ഇൻ എ ബോക്സ്. അതേപോലെ തന്നെ ഇവിടെ n എന്ന് പറയുന്നത് 0 അല്ല, 1 തൊട്ടാണ്. ഇവിടെ n 1 മുതലാണ് ഫോർ ദ കേസ് ഓഫ് പാർട്ടിക്കിൾ ഇൻ എ ബോക്സ്, അല്ലെങ്കിൽ പൊട്ടൻഷ്യൽ വെല്ലിൻ്റെ കേസിൽ n 1 മുതലാണ്. ബട്ട് ഇൻ ദ കേസ് ഓഫ് ഹാർമോണിക് ഓസിലേറ്റർ n can take values from 0, 1, 2, 3 etc. ഓക്കെ, അപ്പോൾ ഇത് എനർജി ഐഗൻവാല്യൂ എക്സ്പ്രഷൻ. അടുത്തത് അതിൻ്റെ വേവ് ഫംഗ്ഷൻ. ഇതാണ് അതിൻ്റെ വേവ് ഫംഗ്ഷനും ഇതതിൻ്റെ എനർജി ഐഗൻവാല്യൂസും ഫോർ ദ കേസ് ഓഫ് പാർട്ടിക്കിൾ ഇൻ എ ബോക്സ് ഓർ ഇൻഫിനിറ്റ് പൊട്ടൻഷ്യൽ വെൽ. വേവ് ഫംഗ്ഷൻ ഓർ എനർജി ഐഗൻവാല്യൂസ്. ഓക്കെ, ഇത് ഈക്വലി സ്പേസ്ഡ് അല്ല. ഈ എക്സ്പ്രഷൻ വെച്ചത് ഈക്വലി സ്പേസ്ഡ് സ്പെക്ട്രം അല്ല നമുക്ക് കിട്ടുന്നത്. ഇപ്പോൾ പാർട്ടിക്കിളിൻ്റെ ബോക്സ് ചോദിച്ച് കണ്ടിട്ടില്ല, പക്ഷേ ഹാർമോണിക് ഓസിലേറ്റർ ചോദിച്ച് കണ്ടിട്ടുണ്ട്. പിന്നെ നിങ്ങൾ നോക്കേണ്ട കാര്യം എന്ന് പറയുന്നത്, എക്സ്പെക്ടേഷൻ വാല്യൂസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പാർട്ടിക്കിൾ ഇൻ എ ബോക്സിൻ്റെ കേസിൽ ഡീനസ് ഞാൻ പറയാവേ, അത് ഹയർ ഡയമെൻഷനിലാണ് വരുന്നത്. 1 ഡയമെൻഷനിൽ ഒരിക്കലും ഡീനസ് വരുന്നില്ല, 1 ഡയമെൻഷനിൽ. ഓക്കെ, എക്സ്പെക്ടേഷൻ വാല്യൂ എന്ന് പറയുന്നത് പൊസിഷൻ പറയുന്നത് A/2 ആയിരിക്കും. പാർട്ടിക്കിൾ ഇൻ എ ബോക്സിൻ്റെ കേസിൽ ഗ്രൗണ്ട് സ്റ്റേറ്റ്, ഫസ്റ്റ് എക്സൈറ്റഡ് സ്റ്റേറ്റ്, സെക്കൻഡ് എക്സൈറ്റഡ് സ്റ്റേറ്റ്, ഏത് സ്റ്റേറ്റിനടുത്തായാലും എക്സ്പെക്ടേഷൻ വാല്യൂ ഓഫ് പൊസിഷൻ എന്ന് പറയുന്നത് എപ്പോഴും A/2 ആയിരിക്കും. എന്ന് പറയുന്നത് ആ പൊട്ടൻഷ്യൽ വെല്ലിൻ്റെ വിഡ്ത്ത് ആണ്, പൊട്ടൻഷ്യൽ വെല്ലിൻ്റെ വിഡ്ത്ത്. ബട്ട്
expectation variation momentum is always 0. Expectation variation momentum will always 0 ആയിരിക്കും പാർട്ടിക്കിളിൻ്റെ ബോക്സിൻ്റെ കേസിൽ. പൊസിഷൻ ആകുമ്പോൾ A/2 ആയിരിക്കും ഫോർ ഓൾ ദി സ്റ്റേറ്റ്. ഇതാണ് അതിൻ്റെ ഹയർ ഡയമെൻഷണൽ പ്രോബ്ലം എന്ന് പറയുന്നത്. ഹയർ ഡയമെൻഷണൽ പ്രോബ്ലം. ഒരു ക്വസ്റ്റ്യൻ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട് കേട്ടോ. ഓക്കെ, ഞാൻ പറയാം. ഇത് ഹയർ ഡയമെൻഷണൽ പ്രോബ്ലമാണേ. അതായത് 1 ഡയമെൻഷണൽ, 2 ഡയമെൻഷണൽ. നമ്മളിപ്പോൾ എല്ലാം കണ്ട 1 ഡയമെൻഷനിലാണ് പാർട്ടിക്കിളിൻ്റെ ബോക്സ്. 2 ഡയമെൻഷനകത്തിനും 2 എനർജിയുടെ വേവ് ഫംഗ്ഷനത്തിൽ 2 എണ്ണം വരും. അതിന് എനർജി അയക്കുമ്പോൾ അതിൻ്റെ എക്സ്പ്രഷനും ഇതേപോലെ 2 ടൈം വരും. ഇവിടെ DNC ഉണ്ട്, കാരണം ഇതൊരു ഹയർ ഡയമെൻഷൻ പ്രോബ്ലം ആയതുകൊണ്ട് DNC ഉണ്ട്. പക്ഷേ ഗ്രൗണ്ട് സ്റ്റേജ് ഒരിക്കലും ഡീജനറേറ്റ് ആയിരിക്കില്ല. ഗ്രൗണ്ട് സ്റ്റേജ് എപ്പോഴും എന്താണ്, നോൺ ഡീജനറേറ്റ് ആയിരിക്കും അവിടെ, കാരണം അവിടെ എപ്പോഴും ഒറ്റ എനർജി വലസ് കാണുള്ളൂ. ഗ്രൗണ്ട് സ്റ്റേജ് എപ്പോഴും നോൺ ഡീജനറേറ്റ് ആയിരിക്കും. ഫസ്റ്റ് എക്സൈസ് സ്റ്റേറ്റ് മുതൽ DNC വരാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ എന്താണ് DNC എന്ന് പറയുന്നത് അല്ലേ? ഫോർ എക്സാമ്പിൾ, ഇതാണ് 2 ഡയമെൻഷണൽ കേസിലെ എനർജിയുടെ എക്സ്പ്രഷൻ. അപ്പോൾ NX NY എന്ന് പറഞ്ഞ വാല്യൂസാണ് നമുക്ക് കൊടുക്കേണ്ടത്. ഗ്രൗണ്ട് സ്റ്റേറ്റ് ആകുമ്പോഴത്തേനും NXഉം 1 NYയും 1 അങ്ങനെയുള്ള ഒറ്റ കോമ്പിനേഷനേ ഉള്ളൂ അല്ലേ? 1 ഒന്നെങ്കിൽ NX 1 NY 1 ഒറ്റ കോമ്പിനേഷൻ ഉള്ളൂ. ഓക്കെ, ഇനി നേരെ തിരിച്ച് ഫസ്റ്റ് എക്സൈസ് സ്റ്റേറ്റ് ആയിക്കഴിഞ്ഞാലോ, ഒന്നെങ്കിൽ NX 1 ആകാം, NY 2 ആകാം, നേരെ തിരിച്ച് NX 2 ആകാം, NY 1 ആകാം. അപ്പം ഈ 1, 2 എന്ന് പറഞ്ഞ സ്റ്റേറ്റിനും എനർജി ഇത് വരും, ഈ 2വിനും എനർജി ഇത് വരും. സോ ദിസ് ഈസ് എ ഡീജനറേറ്റ് സ്റ്റേറ്റ്. ഇറ്റ് ഈസ് ഡബ്ലി ഡീജനറേറ്റ്. മനസ്സിലായോ? അതായത് ഈ 2 സ്റ്റേറ്റിനും സെയിം എനർജിയാണ്. അതായത് ഈ ഒരു സ്റ്റേറ്റിൽ സെയിം എനർജി ഉള്ള 2 പോസിബിലിറ്റീസ് ഉണ്ട്. മനസ്സിലായോ? അതാണ് ഡീജനറേറ്റ് സ്റ്റേറ്റ് എന്ന് പറയുന്നത്. ഇപ്പോൾ ഇവിടെ എന്താണ് ഡബ്ലി ഡീജനറേറ്റ്? ദാറ്റ് മീൻസ് ഫസ്റ്റ് എക്സൈറ്റഡ് സ്റ്റേറ്റ് ഈസ് ഡബ്ലി ഡീജനറേറ്റ്. ബട്ട് ഗ്രൗണ്ട് സ്റ്റേറ്റ് ഫോർ ഓൾ സിസ്റ്റം ഈസ് ഓൾവേസ് എന്നായിരിക്കും, നോൺ ഡീജനറേറ്റ് ആയിരിക്കും. അപ്പോൾ ഇതിന് ആൻസർ പറഞ്ഞേ. ഓപ്ഷൻ ഡി. കാരണം എന്താണ്? ഇറ്റ് ഈസ് ഗ്രൗണ്ട് സ്റ്റേറ്റ് ചോദിച്ചേക്കുന്നത്. ഇനി അത് നമ്മളെ ക്യൂബിക്ക് പറഞ്ഞില്ല. ഇനി ക്യൂബിക്ക് പറയുവാണെങ്കിൽ എന്താണ്, അത് 3 ഡയമെൻഷനൽ ആയിരിക്കും അല്ലേ? ക്യൂബാകുമ്പോൾ 3 ഡയമെൻഷനൽ അല്ലേ ക്യൂബാകുമ്പോഴത്തേനും? 3 ഡയമെൻഷൻ ആകുമ്പോൾ എന്താ സംഭവിക്കാമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇങ്ങനെ ആയിരിക്കും എനർജി വരിക. 3 എണ്ണം വരും. 1, 2, 3. അതായത് എക്സിലും കാണും, വൈയിലും കാണും, സെഡിലും കാണും. വേവ് ഫംഗ്ഷൻ ഇങ്ങനെ വരും. ഇങ്ങനെയായിരിക്കും ക്യൂബിൻ്റെ കേസ് വരിക. അപ്പോൾ അവിടെ ഇങ്ങനെ ഗ്രൗണ്ട് സ്റ്റേറ്റിന് എപ്പോഴാണ് വരിക? NXഉം NY NSനും 1 ആകുമ്പോൾ ഗ്രൗണ്ട് സ്റ്റേറ്റ് വരും. പിന്നെ മാറി മാറി ഇത് 1, 1, 2 പക്ഷേ ചില ശരി നോക്കിയേ, ഒന്നുകിൽ 1, 1, 2 ആകാം, അല്ലെങ്കിൽ 1, 2, 1 ആകാം, അല്ലെങ്കിൽ 2, 1, 1 ആണോ. ദീസ് ക്യൂബിക് വേവ് ആൻഡ് ദീസ് 3-fold ഡീജനറേറ്റ് ആണ് എന്ത് ഫസ്റ്റ് എക്സൈറ്റഡ് സ്റ്റേറ്റ് എന്ന് പറയുന്നത്. കാരണം 3 പോസിബിലിറ്റിക്കും ഈ സെയിം എനർജി തന്നെ വരുന്നത്. സോ ഇറ്റ് ഈസ് 3-fold ഡീജനറേറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇങ്ങനെ പാർട്ടിക്കിളിൻ്റെ ബോക്സിന് DNC കണ്ടുപിടിക്കാൻ പ്രത്യേകിച്ച് ഇക്വേഷൻസ് ഒന്നുമില്ല, നമ്മളങ്ങനെ എഴുതിയത് കണ്ടുപിടിക്കണം. അപ്പോൾ ഇത്രയും പറഞ്ഞ എല്ലാവർക്കും മനസ്സിലായോ ഈ DNC കാര്യം പറഞ്ഞത്? ഗ്രൗണ്ട് സ്റ്റേറ്റ് ഈസ് ഓൾവേസ് നോൺ ഡീജനറേറ്റ് ആൻഡ് ഹയർ എക്സൈറ്റഡ് സ്റ്റേറ്റ് ക്യാൻ ബി ഡീജനറേറ്റ്. അല്ല, ആ ഒരു ഐഡിയ കിട്ടിയോ? ആ ചോദിച്ച ആൾ മനസ്സിലായോ? ചോദിച്ച ആൾക്ക് ഓക്കെ. അപ്പോൾ ഇതാണ് പാർട്ടിക്കിളിൻ്റെ ബോക്സിനെ പറ്റിയുള്ള കാര്യങ്ങൾ. നിങ്ങൾ നോക്കുക,
വേവ് ഫംഗ്ഷൻ്റെ ഫോം ഓർത്ത് വയ്ക്കുക, എനർജി ഐക്കംപാലിസിന് ഫോം ഓർത്ത് വയ്ക്കുക. പിന്നെ എക്സ്പെക്ടേഷൻ വാല്യൂ പൊസിഷൻ എപ്പോഴും A/2 ആയിരിക്കും. എ എന്ന് പറയുന്നത് വിഡ്ത്ത് A ആണെങ്കിലാണ് A/2, ഇനി വിഡ്ത്ത് 2A ആണെങ്കിൽ 2A/2A വരും. പിന്നെ എക്സ്പെക്ടേഷൻ വാല്യൂ ഓഫ് മൊമെൻറ്റം എപ്പോഴും 0 ആയിരിക്കും. ഓക്കെ, അപ്പോൾ പിന്നെ നമ്മൾ ഈ പറഞ്ഞ ഓരോ DNSയുടെ കാര്യങ്ങളൊക്കെ ഓർത്ത് വയ്ക്കുക. ഓക്കെ, ഇത് നമുക്ക് ഹാർമോണിക് ഓസിലേറ്റ് പെട്ടെന്ന് പറഞ്ഞു വിടാം. ഇതാണ് ഹാർമോണിക് ഓസിലേറ്റർ എന്ന് പറയുന്നത്. ഇവിടെ നമുക്ക് എന്ത് കിട്ടും? നമുക്കിവിടെ ഒരു എനർജിയുടെ ഇതാണ് നമ്മൾ പറഞ്ഞ എനർജി ഐഗൻ വാല്യൂ ഇവിടെ n+12 h കിട്ടും. മറ്റിടത്ത് എങ്ങനെയായിരുന്നു? ഇതല്ലേ നമ്മുടെ പൊട്ടൻഷ്യൽ കേസിലെ എനർജി ഐഗൻ വാല്യൂസ്. അതേപോലെ ഹാർമോണിക് ഓസിലേറ്ററിൻ്റെ കേസിലാണ് n+12 h⁻ അല്ലെങ്കിൽ h⁻ ഇവിടെ n-ന് 0, 1, 2, 3 ആകും. ഇവിടെ എത്ര പറ്റുമെന്ന് പറയുന്നു? ഇവിടെ 0 പറ്റുമായിരുന്നോ? ഇല്ല, 1, 2, 3. 1, 2, 3 പറ്റുള്ളൂ. ഓക്കെ, ഇതാണ് അതിൻ്റെ 0 പോയിൻറ്റ് എനർജി എന്ന് പറയുന്നത്. നമ്മൾ ഡയറക്റ്റ് ക്വസ്റ്റ്യൻ നമ്മൾ കണ്ടതാണ് 0 പോയിൻറ്റ് എനർജി. കണ്ട് ഇവിടെ നോക്കിയേ, ഇതൊരു സിമ്മട്രിക് പ്രോബ്ലം അല്ലേ? കാരണം എന്താണ്, നമ്മൾ വിത്ത് റെസ്പെക്ട് ടു സെൻറ്റർ അങ്ങോട്ടും ഈക്വലാണ്, ഇങ്ങോട്ടും ഈക്വൽ അല്ലേ? ഇങ്ങോട്ടും സെയിം ആണ്, അതിന് നേരെ ഓപ്പോസിറ്റ് ഇങ്ങോട്ടും സെയിം ആണ്. അപ്പം ഹാർമോണിക് ഓസിലേറ്റർ സിമ്മട്രിക് പ്രോബ്ലം ആയതുകൊണ്ട് തന്നെ ഇവിടെ എക്സ്പെക്ടേഷൻ വാല്യൂ ഓഫ് പൊസിഷനും എക്സ്പെക്ടേഷൻ വാല്യൂ ഓഫ് മൊമെൻറ്റവും 0 ആയിരിക്കും. മറ്റൊരു എക്സ്പെക്ടേഷൻ വാല്യൂ പൊസിഷൻ A/2 ആയിരുന്നു, മൊമെൻറ്റം 0. പക്ഷേ ഇവിടെ സിമ്മട്രിക് ആയതുകൊണ്ട് എക്സ്പെക്ടേഷൻ വാല്യൂ ഓഫ് പൊസിഷനും 0 ആയിരിക്കും, മൊമെൻറ്റവും 0 ആയിരിക്കും. അത് നോട്ട് ചെയ്ത് വെച്ചോളൂ. പിന്നെ ഇതാണ് അതിൻ്റെ ഓരോന്നിൻ്റെ എനർജി സ്റ്റേറ്റുകളുടെ എനർജി വാല്യൂസ്. അത് ഈക്വലി സ്പേസിൻ്റെ സ്പെക്ട്രമാണ്. വിത്ത് സ്പേസിങ് = h⁻. ഇതാണ് ഹാർമോണിക് ഓസിലേറ്ററിൻ്റെ കേസിലെ വേവ് ഫംഗ്ഷൻ ഫോം. ഇത് ഭയങ്കര കുറച്ച് ലെങ്തിയാണ്. ഈ പോളിനോമിയലിൻ്റെ പേര് ആർക്കെങ്കിലും അറിയാമോ? ഈ പോളിനോമിയലിൻ്റെ പേര് ഹെർമൈറ്റ് പോളിനോമിയൽ. ഓക്കെ, ശരിയാണ്. ഒരു മിനിറ്റ്. ഓക്കെ, ഇതാണ് വേവ് ഫംഗ്ഷൻ്റെ ഫോം. ഞാൻ പറഞ്ഞാൽ ഇവിടെ എക്സ്പെക്ടേഷൻ വാല്യൂ ഓഫ് പൊസിഷനും 0, എക്സ്പെക്ടേഷൻ വാല്യൂ ഓഫ് മൊമെൻറ്റവും എല്ലാ സ്റ്റേറ്റിലും 0 ആയിരിക്കും. ഇതൊക്കെ കുറച്ച് സംഭവങ്ങളുണ്ട്, നിങ്ങൾ നോക്കേണ്ട ആവശ്യമില്ല. പിന്നെ ഞാൻ ഹയർ ഡയമെൻഷൻ പ്രോബ്ലം നോക്കുമ്പോൾ ഇവിടെ DNSC കേസ് ഉണ്ടേ. ഗ്രൗണ്ട് സ്റ്റേറ്റ് എപ്പോഴും നോൺ DNS ആയിരിക്കും. ഹയർ ഡയമെൻഷൻ പ്രോബ്ലമാണ്. പിന്നെ ഇവിടെ DNSC കണ്ടുപിടിക്കാൻ വേണ്ടി ഇക്വേഷൻ ഉണ്ട്. അത് നമുക്കൊരു ഗുണമുണ്ട്. 2 ഡയമെൻഷനിലാമത്തേനും DNSC ഓഫ് എന്ത് സ്റ്റേറ്റ് എന്ന് പറയുന്നത് n+1 ആയിരിക്കും. നോട്ട് ചെയ്ത് വെച്ചോളൂ. ഫോർ എ 2 ഡയമെൻഷണൽ ഐസോട്രോപിക് ഹാർമോണിക് ഓസിലേറ്റർ, ഫോർ എ 2 ഡയമെൻഷണൽ ഐസോട്രോപിക് മീൻസ് എല്ലാ ഡയറക്ഷനിലും സെയിം വിഡ്ത്ത് ആയിരിക്കും. ഓക്കെ, ഫോർ എ 2 ഡയമെൻഷണൽ ഐസോട്രോപിക് ഹാർമോണിക് ഓസിലേറ്റർ ദ DNSC ഓഫ് എന്ത് സ്റ്റേറ്റ് വിൽ ബി n+1. അതായത് ഗ്രൗണ്ട് സ്റ്റേറ്റ് ആകുമ്പോഴത്തേനും എത്രയാണ്? 0+1 1. ഫസ്റ്റ് സ്റ്റേറ്റ് ആകുമ്പോഴത്തേനും 1+1 2. സെക്കൻഡ് ആകുമ്പോൾ 2+1 3. അങ്ങനെ. ഓക്കെ, ഇതാണ് 2 ഡയമെൻഷണൽ കേസിലെ DNSCയുടെ ഇക്വേഷൻ എന്ന് പറയുന്നത്. ഇതേപോലെ 3 ഡയമെൻഷണൽ കേസിലൊരു ഇക്വേഷൻ ഉണ്ട്. അതാണ് ഈ ഇക്വേഷൻ. DNSC ഓഫ് എന്ത് സ്റ്റേറ്റ്. ഫോർ എക്സാമ്പിൾ ഗ്രൗണ്ട് സ്റ്റേറ്റ് ആകുമ്പോൾ എത്ര വരിക? n0 അല്ലേ? അതായത് 0+1 × 0+2 എത്രയാണ്? 1 × 2, that is 2/2 1. That is ground state is always non-degenerate, that is 1. And for first excited state n1 എന്ന് കൊടുക്കുക. അപ്പോൾ എത്ര കിട്ടും? 1+1 ഞാൻ കൊടുക്കുമ്പോൾ 3 കിട്ടും. നോക്കുക, ഫസ്റ്റ് എക്സൈറ്റേഷൻ എന്ന് പറയുന്നത് ഏതൊക്കെ വരാം? 001 വരാം, 011 010 വരാം, 100 വരാം. കാരണം 3 എണ്ണം ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഏത് സ്റ്റേറ്റ് ആണോ ആ സ്റ്റേറ്റിന് നിങ്ങൾക്ക് DNSC കണ്ടുപിടിക്കാൻ വേണ്ടി ഒരു ഇക്വേഷൻ ഉണ്ട് ഫോർ എ 3 ഡയമെൻഷണൽ ഐസോട്രോപിക് ഹാർമോണിക് ഓസിലേറ്റർ. എത്രയാണത്? ഇതാണ് എൻ്റെ ഇക്വേഷൻ. എല്ലാം നോട്ട് ചെയ്ത് വെച്ചോ? കണ്ടോ? ഈ ക്വസ്റ്റ്യൻ നോക്കിക്കേ. 50ാമത്തെ ക്വസ്റ്റ്യൻ നോക്കി. 50ാമത്തെ ഉണ്ടോ? ഏത് ആൻസർ?
A option. ഓപ്ഷൻ എ കണ്ടോ, A. ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആയിരുന്നു. ഓക്കെ, അപ്പം അത്രയാണ് ഹാർമോൺ ക്വസ്റ്റ്യൻ വേണ്ടി പറയാൻ വേണ്ടി ഉള്ളത്. അതിൻ്റെ എനർജി ഐക്കന്മാർ ഓർത്ത് വയ്ക്കുക, ഈക്വലി സ്പേസറാണ്, ആ സ്പേസിങ് എച്ച് ഒമേഗയാണ്. പിന്നെ 0 എനർജി എത്രയെന്ന് അറിയാം. പിന്നെ എക്സ്പെക്ടേഷൻ വലിയ മൊമെൻറ്റവും പൊസിഷനും 0 ആണ്. സിമെട്രിക് അതുകൊണ്ട് രണ്ടും 0 ആണ്. പിന്നെ എന്താണ് DNSയുടെ ഇക്വേഷൻ ഓർത്ത് വയ്ക്കുക, 2 ഡയമെൻഷനിലെ 3 ഡയമെൻഷനിലെ കേസിലെ. ഓക്കെ, പിന്നെ ടണൽ എഫക്റ്റൊക്കെ ചോദിക്കാനുള്ള സാധ്യത കുറവാണ്. പിന്നെ ഫേസ് വെലോസിറ്റി ഗ്രൂപ്പ് വെലോസിറ്റി എല്ലാം അറിയാമല്ലേ. ഫേസ് വെലോസിറ്റി ആകുമ്പോഴത്തേനും എന്താണ് ω/k, ഗ്രൂപ്പ് വെലോസിറ്റി ആകുമ്പോഴത്തേനും dω/dk. ആ ഇക്വേഷനൊക്കെ ഓർത്ത് വയ്ക്കുക. ω എന്ന് പറയുന്നത് ഫ്രീക്വൻസി, k എന്ന് പറയുന്ന വേവ് വെക്റ്റർ, ഗ്രൂപ്പ് ഫേസും ഗ്രൂപ്പും. പിന്നെ നമ്മൾ ഡി വരുന്നതിൻ്റെ കാര്യങ്ങൾ ഉണ്ടോ, h/√2mv അല്ലേ, ഓർക്കുന്നില്ലേ നമ്മൾ ചെയ്തേ ഡി വരുന്നത്. പിന്നെ ഇത് തെർമൽ എനർജി, തെർമൽ ഡി വരുന്നത്, തെർമൽ ഡി വരുന്നത്. എനർജിക്ക് ഈ എനർജിക്ക് വരും 3/, ഒന്നെങ്കിൽ വെറും കയറ്റി കൊടുക്കുക, വെറും കയറ്റി കൊടുത്താൽ മതി. അല്ലെങ്കിൽ 3 വെറുതെ ഒന്നും അടുത്ത കറണ്ട് ഇല്ലെങ്കിൽ നിങ്ങൾ 3/2 കയറ്റി കൊടുക്കുക, 3/2 കയറ്റി. അതായത് തെർമൽ ഡി വരുന്നത്, തെർമൽ ഡി വരുന്നത്. അതേപോലെ ഇവിടെ ആണെങ്കിൽ ഒരു ചാർജ് പാർട്ടിക്കിളിനാണെങ്കിൽ ഈ ഇക്ക് പകരം കൊടുക്കുക, Q/V കൊടുക്കുക, ചാർജ് ഇൻറ്റു പൊട്ടൻഷ്യൽ ഡിഫറൻസ്. അപ്പോൾ എന്താണോ അവിടെ ഇക്ക് പകരം അതിൻ്റെ എനർജി കൊടുക്കുക, അത്രേ ഉള്ളൂ. ദാറ്റ്സ് ഓൾ അബൌട്ട് ഡി വരുന്നത്. ഇതൊക്കെ നമ്മൾ കണ്ടതാണ് കമ്പ്യൂട്ടേഷൻ റിലേഷൻസ് ഒക്കെ. ഓക്കെ, ഇതൊക്കെയാണ് ഈ ക്വാണ്ടം മെക്കാനിക്സിനെ പറ്റി എനിക്ക് പറയാൻ വേണ്ടി ഉള്ളത്. പ്ലെയിൻ കോഡ് ഇക്വേഷൻ ക്ലെയിൻ കോഡ് ഇക്വേഷൻ ഡിറാക് ഇക്വേഷൻ ഇമ്പോർട്ടൻ്റ് ആണ്. അത് റിലേറ്റിവിസ്റ്റിക് ക്വാണ്ടം മെക്കാനിക്സ് വരുന്ന കാര്യമാണ്. റിലേറ്റിവിസ്റ്റിക് ക്വാണ്ടം മെക്കാനിക്സ് വരുന്ന കാര്യമാണ് ക്ലെയിൻ കോഡ് ഇക്വേഷനും ഡിറാക് ഇക്വേഷനും. ഈ 2 പോയിന്റ് നോട്ട് ചെയ്ത് വെക്കുക. Does not say anything about the spin of the particle. That is, it applied for spin 0 particles. Dirac equation എന്താണ്, applicable for spin half particles like electron, neutron, proton ഒക്കെ. ഇതാകുമ്പം പൈ മെസോൺ കെ മെസോൺ, അതായത് ഇതൊക്കെല്ലാം എന്താണ് സ്പിൻ 0 പാർട്ടിക്കിളാണ്. ദാറ്റ് ഈസ് ക്ലെയിൻ ഗോർഡൻ ഇക്വേഷൻ, അത് KG ഇക്വേഷൻ അല്ലെങ്കിൽ ഡിറാക് ഇക്വേഷൻ. ഇത് സ്പിൻ 0ക്ക് വേണ്ടി ഉപയോഗിക്കുന്നു, ഇത് സ്പിൻ ഹാഫിന് വേണ്ടി ഉപയോഗിക്കുന്നു. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഇതിന് ആൻസർ പറഞ്ഞേ 20th ക്വസ്റ്റ്യൻ്റെ. ഓപ്ഷൻ ഡി അല്ലേ? ഓപ്ഷൻ ഡി അല്ലേ? 0. ഇറ്റ് ക്യാൻ റെപ്രസെൻറ്റ് സ്പിൻ 0 പാർട്ടിക്കിൾസ് ലൈക്ക് പയോൺസ്. ലോറന്റ് ഇൻവേരിയൻ്റ് ആയിരിക്കും. ഇറ്റ് ഹാസ് പോസിറ്റീവ് എനർജി സൊല്യൂഷൻ ഉള്ളി അല്ല നെഗറ്റീവ് ഉണ്ട്. ഫസ്റ്റ് ഓർഡർ ഇക്വേഷൻ ഇൻ ടൈം. ഫസ്റ്റ് ഓർഡർ അല്ല, സെക്കൻഡ് ഓർഡറാണ്. ഞാൻ ഇക്വേഷൻ കാണിച്ചു തരാം. ഇതാണ് ഇക്വേഷൻ. സെക്കൻഡ് ഓർഡർ ഇൻ ടൈം അല്ലേ, dou²/dou(t²) അല്ലേ. ഇവിടെ നോക്കി, ഇവിടെ ടിയിലും സെക്കൻഡ് ഓർഡർ, del² സെക്കൻഡ് ഓർഡറാണ്. അതാണ് ഇവിടെ എന്ത്, അത് അതുകൊണ്ട് ഇത് എന്ത് ഇക്വേഷനാണ്, ഇറ്റ് ഈസ് എ റിലേറ്റിവിസ്റ്റിക് ആണ്. ഓക്കെ, രണ്ട് സെയിം ഓർഡർ അല്ലേ. ഓക്കെ, പിന്നെ ഇക്വേഷൻ ഓഫ് കണ്ടിന്യൂറ്റി ഒക്കെ നോക്കി വെക്കുന്നതല്ല. ഇക്വേഷൻ ഓഫ് കണ്ടിന്യൂറ്റി, ഇതാണ് ഇക്വേഷൻ ഓഫ് കണ്ടിന്യൂറ്റിയുടെ ഫോം. ഇക്വേഷൻ ഓഫ് കണ്ടിന്യൂറ്റിയുടെ റെപ്രസെൻറ്റേഷൻ ഇങ്ങനെയാണ്. പിന്നെ ഇത് കറണ്ട് പ്രോബബിലിറ്റി കറണ്ട് ഡെൻസിറ്റിയും പ്രോബബിലിറ്റി ഡെൻസിറ്റിയും പ്രോബബിലിറ്റി കറണ്ട് ഡെൻസിറ്റിയുടെ എക്സ്പ്രഷൻസ്. ഇതൊക്കെ അങ്ങനെ ചോദിക്കത്തില്ലായിരിക്കും.
ഇത് ലേസർ വരുന്നത്, ലേസർ പഠിക്കുമ്പോൾ നമുക്ക് ഡിസ്കസ് ചെയ്യാം ഈ പ്രോബ്ലം. ലേസർ വരുമ്പോൾ ഡിസ്കസ് ചെയ്യാം ലേസർ. ഇതൊക്കെയാണ് ക്വാണ്ടം മെക്കാനിക്സുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ. ആർക്കും ചോദിക്കാനുണ്ടോ ക്വാണ്ടം മെക്കാനിക്സ്? ഏകദേശം ഒരു ഐഡിയ കിട്ടിയോ ക്വാണ്ടം മെക്കാനിക്സിനെ പറ്റി? സാർ ഈ നോർമലൈസേഷൻ ചെയ്തിട്ട് വാല്യൂ കണ്ടുപിടിക്കുന്ന ഒരു, അതായത് ഇപ്പൊ ഒരു ഫംഗ്ഷൻ തന്നിട്ട് ആ psi is equal to a e raised to അങ്ങനെയൊക്കെ ഒരു ഫംഗ്ഷൻ തരില്ലേ, -r/a, ആ അതെ. എന്നിട്ട് വാല്യൂ ഓഫ് a കണ്ടുപിടിക്കാനുള്ളത്. അതൊക്കെ കുറച്ച് ലെങ്തി ആയതുകൊണ്ട് ചോദിക്കാൻ സാധ്യത കുറവാണ്. അത് നമുക്ക് സൈ സ്റ്റാറും സൈ ഒക്കെ എടുത്ത് നമ്മൾ ഇൻറ്റഗ്രേഷൻ ഒക്കെ ചെയ്ത് ആ ഒരുപാട് ചെയ്യേണ്ടി വരും. അതുകൊണ്ട് അപ്പൊ അത് ലെങ്തി, വേറെ ഷോർട്ട് കട്ട് ഒന്നും ഇല്ല അല്ലേ? ഷോർട്ട് കട്ട് അതിന് ഉണ്ട്. കാരണം അത് ലാപ്ലേസ് ട്രാൻസ്ഫോമിൻ്റെ ഫോം വരുന്ന ഒരു ഇക്വേഷൻ അല്ല. അത് ഇ റേസ്റ്റ് മൈനസ് ഒക്കെ ആകുമ്പോഴത്തേനും ലാപ്ലേസിന് വരുന്നത്. അപ്പോൾ നമുക്ക് ഇൻറ്റഗ്രേഷൻ നമുക്ക് ഈസിയായിട്ട് സോൾവ് ചെയ്യാൻ പറ്റുന്ന ഒരു ഇൻറ്റഗ്രേഷൻ കിട്ടുന്നത്. ഇത്തിരി പണിയാണല്ലേ? അത് ഒത്തിരി അങ്ങനത്തെ ചോദ്യം സാധ്യത കുറവാണ്. കാരണം PSC എക്സാം ആണ്, നമുക്ക് 1 മാർക്ക് ക്വസ്റ്റൻ അല്ലേ, അപ്പം അങ്ങനെ ചോദിക്കാൻ സാധ്യത കുറവാണ്. പക്ഷെ ഒരു പ്രാവശ്യം ഓൺലൈൻ ക്ലാസ് എക്സാം ഉണ്ടായിരുന്നല്ലോ, 2020. പക്ഷെ അതിൽ ഭയങ്കര കട്ടി ക്വസ്റ്റ്യൻസ് ആയിരുന്നു. ഓക്കെ. നമുക്ക് ഒന്നും കണ്ടാൽ മനസ്സിലാവില്ല. പക്ഷെ ഈ 2018 ക്വസ്റ്റ്യൻ പേപ്പർ എന്ന് പറഞ്ഞാൽ ഡയറക്റ്റ് കുറെ നമുക്ക് കണ്ടാ വായിച്ചാ മനസ്സിലാവും. മറ്റേത് കണ്ടിട്ട് ആകെ പ്രശ്നമായി പോയത്, അതാ ചോദിച്ചത്. അങ്ങനത്തെ ചോദിക്കരുതെന്ന് പ്രതീക്ഷിക്കാം. അതെ, പ്രാർത്ഥിക്കാം. ഓഹോ. അപ്പോൾ ക്വാണ്ടം മെക്കാനിക്സ് ഏകദേശം എല്ലാവർക്കും ഒരു ഐഡിയ കിട്ടും. എന്തെങ്കിലും ഐഡിയ കിട്ടിയില്ലേ? കുറച്ചൊക്കെ ഐഡിയ കിട്ടിയില്ലേ? ഏകദേശം ഒരു ഓക്കെ സാർ, അത് ഓക്കെയാണ്. ആർക്കെങ്കിലും നിന്ന് ചോദിക്കാൻ വേണ്ടി ഉണ്ടോ ക്വാണ്ടം മെക്കാനിക്സിനെ പറ്റി ഡൗട്ട്സ്? ഒന്നിച്ച് പറയാൻ വേണ്ടി എന്തെങ്കിലും ഉണ്ടോ? ഇത് നമുക്ക് ഇലക്ട്രോണിക്സിലേക്ക് ലേസറിലേക്കൊക്കെ പോകാം. ഓക്കെ സാർ. ഓക്കെ, അപ്പോൾ നമുക്ക് ഇലക്ട്രോണിക്സിലേക്ക് പോകാം അല്ലേ ആദ്യം? യെസ് സാർ. ഓക്കെ ഓക്കെ ഓക്കെ. ഓക്കെ. സാറ് ഒരു ഹെൽപ്പ് ചെയ്യാവോ ഞങ്ങൾക്ക്? ഈ സിലബസ് റിലേറ്റ് ചെയ്ത് വരുന്ന സയന്റിഫിക് ഓഫീസറിന്റെയും നമ്മുടെ നോൺ വൊക്കേഷണൽ ടീച്ചറും എക്സാം നടന്നിട്ടുണ്ടായിരുന്നല്ലോ, അതിന്റെ ക്വസ്റ്റ്യൻ പേപ്പർ ഒന്ന് ഷെയർ ചെയ്യാവോ? ഷെയർ ചെയ്യാം. ഓക്കെ, താങ്ക് യു സർ. ഇലക്ട്രോണിക്സ് നോക്കുമ്പോഴത്തേനും നമുക്ക് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന കുറച്ച് ഏരിയാസ് നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഒന്ന് ലോജിക് ഗേറ്റ്സ്. അതൊക്കെ ലോജിക് ഗേറ്റ്സ് എല്ലാവർക്കും അറിയാവുന്നതല്ലേ ഇലക്ട്രോണിക്സിൽ? അറിയാം. ലോജിക് ഗേറ്റ്സ് ഒക്കെ നമുക്ക് കുറച്ചൊക്കെ നമുക്ക് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ഏരിയ ആണ് ഇലക്ട്രോണിക്സിൽ. ഓർ ഗേറ്റ്, ആൻ ഗേറ്റ്, നോട്ട് ഗേറ്റ്, നോർ ഗേറ്റ്, ഇതൊക്കെ നമ്മളൊക്കെ ഇതൊരു യൂണിവേഴ്സൽ ഗേറ്റ്സ് എന്ന് പറയുന്നത്. യൂണിവേഴ്സൽ ഗേറ്റ്സ് ഏതൊക്കെയാ? നോറും നാൻഡും അല്ലേ? എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത് അതിനെ? അതുകൊണ്ട് നമുക്ക് മറ്റേ ഗേറ്റ്സ് ഒക്കെ നമുക്ക് ഡെവലപ്പ് ചെയ്യാൻ വേണ്ടി പറ്റും. അതെ, അതുകൊണ്ട് അങ്ങനെ പറയുന്നത്. ഓക്കെ, അപ്പോൾ ആ ഒരു ഐഡിയ ഓർക്കുക. പിന്നെ ഡി മോർഗൻസ് തിയറം കുറച്ച് ഇമ്പോർട്ടൻ്റ് ആണ്. ഡി മോർഗൻസ് തിയറം നമുക്കത് ഈ ബോഡിയൻ എക്സ്പ്രഷൻ നമുക്ക് സിംപ്ലിഫൈ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു ഐഡിയ ആണ് ഡി മോർഗൻസ് തിയറം. അതായത് A+B ബാർ എന്ന് പറയുന്നത് A ബാർ B A ബാർ ഇൻറ്റു B ബാറാണ്. A ബാർ ഇൻറ്റു B ബാറായി. A+B ബാർ എന്ന് പറയുന്നത് A ബാർ ഇൻറ്റു B ബാറും AB ബാർ എന്ന് പറയുന്നത് A ബാർ പ്ലസ് B ബാർ. AB എന്നൊക്കെ പറയുന്നത് അതിൻ്റെ ഓരോ ഇൻപുട്ടുകളാണ്. നമ്മൾ ഗേറ്റ്സിന് ഓരോ ഇൻപുട്ടുകളാണ് A, B എന്നൊക്കെ പറയുന്നത്. ഇതൊക്കെ അതിൻ്റെ ഓരോ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഐഡൻറ്റിറ്റീസ് ആണ്. ലോജിക് ഗേറ്റ്സ് സിലബസിൽ ഉണ്ടോ? സിലബസിലില്ല, പക്ഷേ ചോദിച്ചിട്ടുണ്ട് ലോജിക് ഗേറ്റ്സ്. ഓക്കെ സർ. സർ ഓപ് ആമ്പ് ഫിൽറ്റർ അതൊക്കെ ഒന്ന്
എന്നാൽ അത് പറയാല്ലേ, ഗേറ്റ്സ് വേണ്ടെന്നാണ് പറയുന്നത്. നോക്കാൻ മടിയ. ഓക്കെ, എന്നാൽ ഓപ്പറേഷണൽ ആംപ്ലിഫയർ നോക്കാം. പെട്ടെന്ന് നോക്കാം ഓപ്പറേഷണൽ ആംപ്ലിഫയർ. അപ്പോൾ ഐഡിയൽ ഓപ്പാമ്പിൻ്റെ ഒക്കെ പ്രത്യേകതയൊക്കെ അറിയാമല്ലോ. ഐഡിയൽ ഓപ്പാമ്പിൻ്റെ കാര്യങ്ങളൊക്കെ അറിയാം. ഇത് വോൾട്ടേജ് ഗെയിൻ ഇൻഫിനിറ്റി ആയിരിക്കും, ഇൻപുട്ട് വോൾട്ടേജ് റെസിസ്റ്റൻസ് ആയിരിക്കും, ഇൻപുട്ട് റെസിസ്റ്റൻസ് ആയിരിക്കും, സീറോ ഔട്ട്പുട്ട് റെസിസ്റ്റൻസ് ആയിരിക്കും. അങ്ങനെയൊക്കെ ഓരോ ഐഡിയൽ ഓപ്പാമ്പിൻ്റെ കേസിലെ പ്രത്യേകതകൾ ഓർത്ത് വയ്ക്കണം. പിന്നെ നമുക്കറിയാം കുറേ ഓപ്പാം പാരാമീറ്റേഴ്സ്. ഫസ്റ്റ് ഇൻപുട്ട് ഓഫ്സെറ്റ് വോൾട്ടേജ്, അതിൻ്റെ എക്സ്പ്രഷൻ ഇൻപുട്ട് ഓഫ്സെറ്റ് വോൾട്ടേജ് VIO. പിന്നെ ഇൻപുട്ട് ഓഫ്സെറ്റ് കറണ്ട്, അതായത് രണ്ട് ഇൻപുട്ടിലെയും കറണ്ടുകളുടെ സബ്സ്ട്രാറ്റിൻ്റെ മോഡുലസ്. നമുക്ക് ഓപ്പാമ്പിൽ രണ്ട് ടെർമിനലുണ്ട്, ഒന്ന് ഇൻവേർട്ടിംഗ് ടെർമിനലുണ്ട്, രണ്ട് നോൺ ഇൻവേർട്ടിംഗ് ടെർമിനലുണ്ട് അല്ലേ. ഓക്കെ, ഒരു പോസിറ്റീവും കാണും, ഒരു നെഗറ്റീവും കാണും. പോസിറ്റീവ് ആണ് നോൺ ഇൻവേർട്ടിങ്, നെഗറ്റീവ് ആകുമ്പം ഇൻവേർട്ടിങ്. അപ്പോൾ ഐഡിയൽ ഓപ്പാമിനെ പറ്റിയുള്ള ഐഡിയ നിങ്ങൾക്ക് വേണം. പിന്നെ ഓരോ ഓപ്പാം പാരാമീറ്റേഴ്സ് ഉണ്ട്. അതിലായിട്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ട് കാര്യങ്ങളാണ് നമ്മളിത്. ഒന്ന് CMRR, അതായത് കോമൺ മോഡ് റിജക്ഷൻ റേഷ്യോ. അത് ഇമ്പോർട്ടൻ്റാണ്. എന്താണ് എൻ്റെ എക്സ്പ്രഷൻ എന്ന് പറയുന്നത്? ഡിഫറൻഷ്യൽ ഗെയിൻ ഡിവൈഡ് ബൈ കോമൺ മോഡ് ഗെയിൻ. അതിൽ കോമൺ മോഡ് ഗെയിൻ എന്ന് പറയുന്നത് എന്താണ്? ഔട്ട്പുട്ട് കോമൺ മോഡ് ഡിവൈഡ് ബൈ ഇൻപുട്ട് കോമൺ മോഡ്. ഓക്കെ, ഔട്ട്പുട്ടും ഇൻപുട്ടും. ഗെയിൻ എപ്പോഴും ഔട്ട്പുട്ട് ഡിവൈഡ് ബൈ ഇൻപുട്ട് ആയിരിക്കും. ഗെയിൻ എപ്പോഴും ഔട്ട്പുട്ട് വോൾട്ടേജ് ഡിവൈഡ് ബൈ ഇൻപുട്ട് വോൾട്ടേജ് ആയിരിക്കും. ഇത് ഓർത്ത് വയ്ക്കുക, CMRR. ഓക്കെ, ആൻഡ് ഫോർ ഐഡിയലി ഓപ്പാമ്പിൻ്റെ കേസിൽ എങ്ങനെയാണ് പറയണ്ടേ? വിച്ച് മസ്റ്റ് ഹാവ് ഇൻഫിനിറ്റ് CMRR ആയിരിക്കും. ഇൻഫിനിറ്റ് CMRR, അതായത് ഡിഫറൻഷ്യൽ ഗെയിന് വളരെ കൂടുതലായിരിക്കും. അതുപോലെ തന്നെ ഉള്ള കാര്യമാണ് SVR. SVRനേക്കാളും ഇമ്പോർട്ടൻ്റ് എനിക്കൊന്ന് സ്ലൂ റേറ്റ് ആണ്. സ്ലൂ റേറ്റ് ഇമ്പോർട്ടൻ്റ് ആണ്. സ്ലൂ റേറ്റിനെ പറ്റി പ്രോബ്ലത്തിൽ പറയുന്നുണ്ട്. ഓക്കെ, പിന്നെ രണ്ട് കാര്യം പറയാം. ഇപ്പോൾ ഇതാണ് ഇൻവേർട്ടിംഗ് ആംപ്ലിഫയർ. അതായത് ഇൻപുട്ട് ഈസ് ഗിവൺ ടു ദ ഇൻവേർട്ടിംഗ് ടെർമിനൽ അല്ലേ, നെഗറ്റീവ് പോസിറ്റീവ്. ഇതെന്തായിരിക്കും? നോൺ ഇൻവേർട്ടിംഗ് ആംപ്ലിഫയർ. അതായത് ഇൻപുട്ട് ഈസ് ഗിവൺ ടു ദ നോൺ ഇൻവേർട്ടിംഗ് ടെർമിനൽ. ഉണ്ടോ? പോസിറ്റീവിലേക്ക് കൊടുത്തേക്കുന്നത്. ആൻഡ് ഇൻവേർട്ടിംഗ് ടെർമിനലിൻ്റെ കേസിൽ ഗെയിൻ എന്ന് പറയുന്നത് -RF/R1 ആയിരിക്കും. RF മീൻസ് ഫീഡ്ബാക്ക് റെസിസ്റ്റൻസ്, R1 ഇൻപുട്ട് റെസിസ്റ്റൻസ്. -RF/R1 ആയിരിക്കും. എന്തുകൊണ്ടാണ് മൈനസ് വന്നേക്കുന്നത്? കാരണം ഇറ്റ് ഈസ് ഇൻവേർട്ടഡ് അല്ലേ. ഇറ്റ് ഈസ് ഇൻവേർട്ടഡ്, ദറ്റ് ഈസ് 180 ഡിഗ്രി ഷിഫ്റ്റ് വരെ ഉണ്ടായിരിക്കും. പക്ഷേ ഇഫ് യു ലുക്ക് അറ്റ് ദ മാഗ്നിറ്റ്യൂഡ്, യു ഓൺലി ചെക്ക് RF/R1, നെഗറ്റീവ് നോക്കേണ്ട കാര്യമില്ല. ആൻഡ് ഫോർ ദ കേസ് ഓഫ് നോൺ ഇൻവേർട്ടിംഗ് ആംപ്ലിഫയർ, ദ ഗെയിൻ വിൽ ബി 1 + RF/R1. 1 + RF/R1 ആയിരിക്കും നോൺ ഇൻവേർട്ടിംഗ് കേസിലെ ഗെയിൻ്റെ എക്സ്പ്രഷൻ. ഓക്കെ, ഇനി ഇത് വെച്ചുകൊണ്ട് ഇതാണ് ഇൻ്റഗ്രേറ്ററിൻ്റെ സർക്യൂട്ട്, ഡിഫറൻഷിയേഷൻ സർക്യൂട്ട് ഇതാണ്. ഇൻ ആ ഇൻ്റഗ്രേറ്റർ ദ ഫീഡ്ബാക്ക് ഈസ് ത്രൂ എന്തായിരിക്കും? ദ ഫീഡ്ബാക്ക് ഈസ് നോട്ട് വെച്ചോളാം. ഇൻ ആ ഇൻ്റഗ്രേറ്റർ ദ ഫീഡ്ബാക്ക് ഈസ് ത്രൂ എ കപ്പാസിറ്റർ. എ ഫീഡ്ബാക്ക് ഈസ് through a capacitor. And in the case of a differentiator, the feedback is through a resistor. നോക്കിയാൽ ഇത് രണ്ടും അങ്ങോട്ട് മാറിയെന്നേ ഉള്ളൂ. നോക്കുക, ഇത് ഇവിടെയായി, ഇത് ഇവിടെയായി. ഇവിടെ ഉണ്ടോ? പോയിന്റ് എന്ന് പറയുന്ന ചോദ്യം ചോദിക്കാൻ സാധ്യതയുണ്ട്. അതായത് ഇൻ ആ ഇൻ്റഗ്രേറ്റഡ് സർക്യൂട്ട് ദ ഫീഡ്ബാക്ക് ഈസ് ത്രൂ ഡാഷ്. എന്താണ്? കപ്പാസിറ്റർ. ഇൻ എ ഡിഫറൻഷിയേറ്റർ ദ ഫീഡ്ബാക്ക് ഈസ് ത്രൂ എ റെസിസ്റ്റർ. ഇതാണ് അതിൻ്റെ ഔട്ട്പുട്ട് വോൾട്ടേജിൻ്റെ രണ്ട് ഗിയർ എക്സ്പ്രഷൻ. നോക്കിയേ, ഇൻ്റഗ്രേറ്റർ ആകുമ്പത്തേനും ഇൻ്റഗ്രേഷൻ ഉണ്ട്, ഇവിടെ ആകുമ്പത്തേനും ഡിഫറൻസിയേഷൻ ഉണ്ട്. ആ ഒരു പോയിന്റ് കിട്ടി. പിന്നെ സ്ലൂ റേറ്റ് ഞാൻ പറഞ്ഞു. സ്ലൂ റേറ്റ് എന്താണ്? സ്ലൂ റേറ്റ് എന്ന് പറയുന്നതാണ് കറണ്ട് ബൈ കപ്പാസിറ്റൻസ്. അതായത് മാക്സിമം റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ഔട്ട്പുട്ട് വോൾട്ടേജ് പെർ യൂണിറ്റ് ടൈം ആണ് എന്ത്?
സ്ലൂ റേറ്റ് എന്ന് പറയുന്നത്. മാക്സിമം റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ഔട്ട്പുട്ട് വോൾട്ടേജ് പെർ യൂണിറ്റ് ടൈമാണ് സ്ലൂ റേറ്റ് എന്ന് പറയുന്ന ആ ഒരു കൺസെപ്റ്റ്. ഇതാണ് എൻ്റെ എക്സ്പ്രഷൻ. ശരിക്കും ഇതാണ് എക്സ്പ്രഷൻ. 2πf(Vp) ആണ്. 2π എന്ന് പറയുന്നത് കോൺസ്റ്റൻറ്റ്, എഫ് എന്ന് പറഞ്ഞാൽ ഫ്രീക്വൻസി, Vp എന്ന് പറയുന്നത് വോൾട്ടേജ് ഇൻ വോൾട്ട് പെർ സെക്കൻഡ് ആണ്. ഇനി ക്വസ്റ്റ്യനിൽ അല്ലെങ്കിൽ ഓപ്ഷനിലൊക്കെ മൈക്രോ സെക്കൻഡിലാണെങ്കിൽ, അതായത് മൈക്രോ സെക്കൻഡിന് പകരം മൈക്രോ സെക്കൻഡിലാണെങ്കിൽ എന്ത് ചെയ്യുക, ഈ ഇക്വേഷൻ യൂസ് ചെയ്യുക. അതായത് 10⁻⁶ കൊണ്ട് ഡിവൈഡ് ചെയ്താൽ, അതായത് സെക്കൻഡ് മൈക്രോയിലേക്ക് മാറ്റി ചെയ്താൽ 6 കൊണ്ട് 10⁻⁶ കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി. ഇതാണ് സ്ലൂ റേറ്റിൻ്റെ ഇക്വേഷൻസ്. ഓക്കെ, ഇത് ഓർത്ത് വയ്ക്കുക. മാക്സിമം റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് വോൾട്ടേജ് ഡിവൈഡ് പെർ യൂണിറ്റ് ടൈം, അതായത് I/C ആയിരിക്കും. ഓക്കെ, ഇനി നമ്മൾ കുറച്ച് ഡീറ്റെയിലേക്ക് പോകാം ഒപ്പാമിനെ പറ്റി. ഇനി ആക്റ്റീവ് ഫിൽട്ടേഴ്സ് ഇമ്പോർട്ടൻ്റ് ആണ്. ലോ പാസ് ഫിൽറ്റർ ഉണ്ട്, ഹൈ പാസ് ഫിൽറ്റർ ഉണ്ട്, ബാൻഡ് പാസ് ഫിൽറ്റർ ഉണ്ട്, ബാൻഡ് റിജക്ട് ഫിൽറ്റർ ഉണ്ട്, ഓൾ പാസ് ഫിൽറ്റർ ഉണ്ട്. അപ്പോൾ ഇതാണ് ഫസ്റ്റ് ഓർഡർ ലോ പാസ് ഫിൽറ്റർ. എന്താ പ്രത്യേകത എന്ന് പറയുന്നത്? ഫസ്റ്റ് ഓർഡർ ആകുമ്പോൾ എന്ത് നോക്കുക, കപ്പാസിറ്റർ റെസിസ്റ്റർ ആ ഒരു കോമ്പിനേഷനിലാണ് പോകുന്നത്. ഫസ്റ്റ് കപ്പാസിറ്റർ പിന്നെ റെസിസ്റ്റർ, അതാണ് ഫസ്റ്റ് ഓർഡർ ലോ പാസ് ഫിൽറ്റർ. ലോ പാസ് ഇതാണ് അതിൻ്റെ ആ ഗെയിൻ്റെ എക്സ്പ്രഷൻ. ഗെയിൻ എന്താണ്? ഗെയിന്. പിന്നെ സെക്കൻഡ് ഓർഡർ ആകുമ്പോൾ എന്തായിരിക്കും പ്രത്യേകത വരിക? സെക്കൻഡ് ഓർഡർ ആകുമ്പോൾ എന്താ പ്രത്യേകത വരിക? ഒരു കപ്പാസിറ്റർ റെസിസ്റ്റൻസ് കോമ്പോസിഷൻ കൂടെ വരും അല്ലേ? മറ്റേ ഫസ്റ്റ് ഓർഡർ ആകുമ്പോൾ ഒരു കപ്പാസിറ്റർ റെസിസ്റ്റർ ആയിരുന്നു, ഇവിടെ നിന്നാണ് 2 ഉണ്ട്. അതാണ് സെക്കൻഡ് ഓർഡർ ലോ പാസ് ഫിൽറ്റർ എന്ന് പറയുന്നത്. അതിൻ്റെ കേസിലെയും ഗെയിൻ എക്സ്പ്രഷൻ നോക്കുക. പിന്നെ നോക്കുക ഫസ്റ്റ് ഓർഡർ ഹൈ പാസ് ഫിൽറ്റർ. ഇവിടെ എന്താ സംഭവിക്കുക? കപ്പാസിറ്റർ മാറി റെസിസ്റ്റർ വന്നു, റെസിസ്റ്റർ മാറി കപ്പാസിറ്റർ വന്നു, ആ കോമ്പിനേഷൻ തിരിഞ്ഞു വന്നു. ഹൈ പാസ് ആകുമ്പോൾ പ്രത്യേകത എന്താ? ഹൈ ഫ്രീക്വൻസിനെ എന്ത് ചെയ്യും? ഹൈ സിഗ്നലിനെ കടത്തി വിട്ടിട്ട് ലോവിനെ എന്ത് ചെയ്യും? ബ്ലോക്ക് ചെയ്യും. ലോ പാസ് ആകുമ്പോൾ ഹൈനെ ബ്ലോക്ക് ചെയ്തിട്ട് ലോവിനെ കടത്തി വിടും. അതാ പ്രത്യേകത. സെക്കൻഡ് ഓർഡർ ആകുമ്പോഴത്തേനും ഒരു RC കോമ്പിനേഷൻ കൂടെ ഇവിടെ വന്നു. അതിൻ്റെ ഗെയിൻ്റെ എക്സ്പ്രഷൻ. ഇതെങ്ങനെ ചെയ്യാൻ പറ്റും? എ ഫസ്റ്റ് ഓർഡർ ലോ പാസ് ഫിൽറ്റർ ഹാസ് എ പാസ് ബാൻഡ് ഗെയിൻ ഓഫ് 2. ഇഫ് ദ ഗെയിൻ അറ്റ് 1 kHz ഈസ് 1.41, വാട്ട് വിൽ ബി ദ ഗെയിൻ അറ്റ് 10 kHz? അതെങ്ങനെ ചെയ്യാൻ പറ്റും? ഏത് ഇക്വേഷൻ യൂസ് ചെയ്യണം? നമുക്കൊന്ന് ഫസ്റ്റ് ഓർഡർ ലോ പാസ് അല്ലേ? ഫസ്റ്റ് ഓർഡർ ലോ പാസ് ആണ്. ഇതല്ല ഗെയിൻ എന്ന് പറയുന്നത് അല്ലേ? എന്താണ് ഗെയിൻ്റെ എക്സ്പ്രഷൻ? അത് ഇക്വേഷൻ യൂസ് ചെയ്താൽ മതി. ഗെയിൻ ഈസ് ഗിവൺ. ഗെയിൻ എത്രയാണ്? അതായത് നമുക്ക് 1.41 ഗെയിൻ നമുക്കെല്ലാം അറിയാം അല്ലേ? ആ ഇക്വേഷൻ എന്ന് പറയുന്നത് ഇപ്പം A0 ഡിവൈഡ് ബൈ 1 പ്ലസ് R √1 പ്ലസ് F ബൈ F എല്ലാം FC ആണെങ്കിൽ
ഹോൾ സ്ക്വയർ അല്ലേ? അത് നമുക്ക് അതാണ് ഗെയിൻ, അതാണ് 1.41. പിന്നെ പാസ് ബാൻഡ് ഗെയിനാണ് A0 എന്ന് പറയുന്നത്, 2. അപ്പം അത് വെച്ച് എന്ത് കണ്ടുപിടിക്കുക? FC കണ്ടുപിടിക്കുക അല്ലേ? ഞാൻ പെട്ടെന്ന് പറയാം. അതായത് ഈ ഗെയിനും ഈ പാസ് ബാൻഡ് ഗെയിൻ 2 തന്നിരിക്കുന്ന F1 കിലോ ഹെഡ്സ് വെച്ച് എന്ത് കണ്ടുപിടിക്കുക? FC കണ്ടുപിടിക്കുക. മനസ്സിലായോ? ആ FC കിട്ടിക്കുമ്പോൾ എന്ത് ചെയ്താൽ മതി? പിന്നെ 10 കിലോ ഹെർട്സിൽ കൊടുത്തിട്ട് പിന്നെ F 10 കിലോ ഹെർട്സ് കൊടുത്തിട്ട് പിന്നെ ഗെയിൻ കണ്ടുപിടിക്കുക. ഇപ്പോൾ 1.41 വേറെ ആൻസർ കിട്ടും. ഐഡിയ കിട്ടിയില്ലേ? ഓക്കെ. അതേപോലെ നിങ്ങൾ എല്ലാ ഫിൽറ്ററിൻ്റെയും എക്സ്പ്രഷൻ ഓർത്ത് വയ്ക്കുന്നത് നല്ലതായിരിക്കും. ഇത് ലോ പാസ്, ഫസ്റ്റ് ഓർഡർ ലോ പാസ്, ഇത് സെക്കൻഡ് ഓർഡർ ലോ പാസ്, അതുപോലെ ഫസ്റ്റ് ഓർഡർ ഹൈ പാസിൻ്റെ ഇക്വേഷൻ, അങ്ങനെ ഓർത്ത് വയ്ക്കുന്നത് നല്ലതായിരിക്കും കേട്ടോ. ഞാൻ PDF ഷെയർ ചെയ്യാം. പിന്നെ ഉള്ള ഒരു വളരെ ഇമ്പോർട്ടൻ്റ് സെക്ഷനാണ് FET, ഫീൽഡ് എഫക്റ്റ് ട്രാൻസിസ്റ്റർ. അതൊരു യൂണിപ്പോളറാണ്. കാരണം എന്താണ്? അവിടെ ഒരു ചാർജ് കാരിയേഴ്സേ ഉള്ളൂ, ഇതർ ഇലക്ട്രോൺ ഓൾ ഹോള്. നമ്മൾ സാധാരണ യൂസ് ചെയ്യുന്ന ട്രാൻസിസ്റ്റർ എന്താണ്? ബൈപ്പോളറാണ് അല്ലേ? കാരണം അവിടെ ഇലക്ട്രോണും ഉണ്ട്, ഹോള് നമ്മൾ യൂസ് ചെയ്യാറുണ്ട്. ഹിയർ ഇറ്റ് യൂസ് ഓൺലി വൺ ഓഫ് ദ ചാർജ് കാരിയേഴ്സ്, ദാറ്റ് ഈസ് either electron or holes. That's why it is known as unipolar transistors. FET-ന് പല പല ടൈപ്പുകളുണ്ട്. JFET ഉണ്ട്, IGFET, അങ്ങനെ MOSFET, അങ്ങനെ പല പല ടൈപ്പുകളുണ്ട് FET. ഇതാണ് FET-ലെ മെയിൻ ടെർമിനൽസ്. ഏതൊക്കെയാണ്? ഗേറ്റ്, സോഴ്സ്, ട്രെയിൻ. ഇത് മൂന്നുമാണ് നമ്മുടെ കളക്ടർ, എമിറ്റർ, ബേസ് എന്ന് പറയുന്നത് തന്നെ. ഇവിടെ ട്രെയിൻ, ഗേറ്റ്, സോഴ്സ്, ഇതാണ് FET വരുന്ന 3 ടെർമിനൽസ്. ഓക്കെ. പിന്നെ അവിടെ N ചാനലുണ്ട്, P ചാനലും ഉണ്ട്. FET-ലെ N ചാനലും ഉണ്ട്, P ചാനലും ഉണ്ട്. 2 ടൈപ്പ് ഉണ്ട് FET. പിന്നെ ഇതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്. ഞാനത് പറയാം. ഇതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് കാര്യം. ഇതാണ് FET-യുടെ ഇക്വേഷൻ. എല്ലാവരും പഠിക്കണം. അതായത് ട്രെയിൻ കറണ്ട് ID ഈസ് ഈക്വൽ ടു ട്രെയിൻ കറണ്ട് മാക്സിമം കറണ്ട് IDSS ഇൻറ്റു 1 - VGS/by BP all square. VGS means gate source voltage and VP means pinch cut voltage. ഇനി എന്താണ് ID? ID means ട്രെയിൻ കറണ്ട്. IDSS means VGS 0 ആകുന്ന പോയിന്റിലെ ട്രെയിൻ കറണ്ട് പറയുന്ന പേരാണ് IDSS. മനസ്സിലായോ? VGS 0 ആകുന്ന ആ പോയിന്റിലെ ട്രെയിൻ കറണ്ടാണ് IDSS. ആൻഡ് VGS എന്ന് പറയുന്നത് ഗേറ്റ് സോഴ്സ് വോൾട്ടേജ് ആണ് VGS എന്ന് പറയുന്നത്. പിന്നെ VP എന്ന് പറയുന്നത് പിഞ്ച് കട്ട് വോൾട്ടേജ്. ഓക്കെ. കട്ട് ഓഫ് ഫ്രീക്വൻസി വരുന്നതാണ് VP എന്ന് പറയുന്നത്. അപ്പോൾ ആ ഇക്വേഷൻ എല്ലാവരും അറിഞ്ഞിരിക്കണം. ഏതാണ്? ID ഈസ് ഈക്വൽ ടു IDSS ഇൻറ്റു 1 - VGS/by VP ഓൾ സ്ക്വയർ. ഓക്കെ. അത് വെച്ച് കഴിഞ്ഞൊരു ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു. കാരണം ഇതെങ്ങനെ ചെയ്യാൻ പറ്റും? 21ാമത്തെ ക്വസ്റ്റ്യൻ. ID ഉണ്ട്, IDSS ഉണ്ട്, VGS ഉണ്ട്. നമുക്കെന്താ വേണ്ടേ? ദ മിനിമം ട്രെയിൻ കറണ്ട് സോഴ്സ് അൾട്ടിവിറ്റ് ട്രെയിൻ കറണ്ട് ബിക്കം കോൺസ്റ്റൻറ്റ്. അതിന് പറയുന്ന പേരാണ് എന്ത്? ദ മിനിമം ട്രെയിൻ സോഴ്സ് വോൾട്ടേജ്, അതായത് VDS. ദ മിനിമം ട്രെയിൻ സോഴ്സ് വോൾട്ടേജ് VDS അറ്റ് വിച്ച് ട്രെയിൻ കറണ്ട് ബിക്കം കോൺസ്റ്റൻറ്റ്. അതിന് പറയുന്ന പേരാണ് VP എന്ന് പറയുന്നത്. അപ്പോൾ എല്ലാം ആയില്ലേ? VP എന്ന് വെച്ചാൽ പോലെ ഇനി ID ഉണ്ട്,
IDSS ഉണ്ട്, VGS ഉണ്ട്. സോ ഫൈൻഡ് ഔട്ട് VP. സിമ്പിളായിരുന്നു. ഓക്കെ ചെയ്യാം. ഓക്കെ ഓക്കെ ഇനി ഈ ക്വസ്റ്റ്യൻ പറഞ്ഞേ, 30ാമത്തെ ക്വസ്റ്റ്യൻ പറഞ്ഞേ. The input resistance of a input resistance and feedback resistance of an inverting operation amplifier ആണ്. ഇൻപുട്ട് അത് R1 1 കിലോ ഓം, RF 10 കിലോ ഓം. ദ ഓപ്പൺ ലൂപ്പ് ഗെയിൻ ഈസ് -140 dB. അത് നോക്കേണ്ട ആവശ്യമില്ല. ഇഫ് യൂണിറ്റ് ഗെയിൻ ബാൻഡ്വിഡ്ത്ത് ഈസ് 2 MHz, ദ ക്ലോസ്ഡ് ഗ്രൂപ്പ് ബാൻഡ്വിഡ്ത്ത് ഈസ്. അതെങ്ങനെ ചെയ്യും? ഞാൻ ഇക്വേഷൻ പറയാം. അതായത് ഗെയിൻ ഇൻറ്റു ബാൻഡ്വിഡ്ത്ത് എന്ന് പറയുന്നതാണ്. ഗെയിൻ ഇൻറ്റു ബാൻഡ്വിഡ്ത്ത് എന്ന് പറയുന്നതായിരിക്കും യൂണിറ്റ് ഗെയിൻ ബാൻഡ്വിഡ്ത്ത്. ഇവിടെ ഗെയിൻ എത്രയാണ്? ഗെയിന് ഇൻവേർട്ടിംഗ് അല്ലേ, ഇൻവേർട്ടിംഗ് ആംപ്ലിഫയർ അല്ലേ. അപ്പോൾ ഗെയിനിൻ്റെ എക്സ്പ്രഷൻ എന്താണ്? -RF/R1 അല്ലേ. നിങ്ങൾ മൈനസ് എടുക്കണ്ട, നിങ്ങൾ RF/R1 എടുത്താൽ മതി. നമുക്ക് മാഗ്നിറ്റ്യൂഡ് മതി. സോ അത് 10/1 10 വരും. ഓക്കെ. സോ ഇവിടെ എന്ത് ഇക്വേഷൻ ഉപയോഗിക്കാം? സോ ഈ ഇക്വേഷൻ ഉപയോഗിക്കുകയാണെങ്കിൽ 10 ഇൻറ്റു ബാൻഡ്വിഡ്ത്ത് B എന്ന് കൊടുക്കുക. B = യൂണിറ്റ് ഗെയിൻ ബാൻഡ്വിഡ്ത്ത് എത്രയാണ് ഇവിടെ? 2 അല്ലേ, 2 MHz. സോ B = എന്താണ്? 2 × 10⁻⁶ എന്ന് മെഗാഹെർട്സ് അർത്ഥം, ഡിവൈഡഡ് ബൈ 10. അപ്പോൾ ഒരു 10 പോയ 2 × 10⁵, അതായത് 200 × 10⁻³ 200 kHz ആണോ? അത് യൂസ് ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് ഈ ക്വസ്റ്റൻ നിങ്ങൾക്ക് യൂസ് ചെയ്യാം കേട്ടോ. ഈ ഗെയിൻ ഇൻറ്റു ബാൻഡ്വിഡ്ത്ത് = യൂണിറ്റ് ഗെയിൻ ബാൻഡ്വിഡ്ത്ത് എന്നുള്ള ഇക്വേഷൻ യൂസ് ചെയ്യാം. ഓക്കെ. അതേപോലെ അടുത്ത ക്വസ്റ്റൻ നോക്കുവാണെങ്കിൽ കണ്ടോ, an inverting operational amplifier is used to differentiate a given signal, and the values of input capacitance C and feedback resistance RF to get a faithful differentiator station for a signal of 10 kHz. നിങ്ങൾക്ക് ഈ ക്വസ്റ്റൻ അറിയാവോ? അതായത് സെൻട്രൽ ഫ്രീക്വൻസി FC എന്ന് പറയുന്നത് 1/2πRFC. ഇതറിയാവോ? ഓക്കെ. അപ്പം നമ്മുടെ സിഗ്നൽ എന്നാണ്, നമ്മുടെ ഫെയ്ത്ത്ഫുൾ സിഗ്നൽ എന്ന് പറയുന്നത് എന്തായിരിക്കണം? എഫ് എന്ന് പറയുന്നത് എന്തിനേക്കാളും കൂടുതലായിരിക്കണം? 10 kHz കൂടുതലായിരിക്കണ്ടേ? അപ്പോൾ അങ്ങനെ വരുന്ന കോമ്പിനേഷൻ നോക്കിയാൽ മതി. അപ്പോൾ ഓരോ ഓപ്ഷൻ ചെക്ക് ചെയ്യേണ്ടി വരും. അതായത് സിക്കും RFനും ഓരോ നേരത്ത് കൊടുത്ത് നോക്കേണ്ടി വരും. ഓക്കെ. അങ്ങനെ ഒരു ട്രിക്കി ആയിട്ട് ചെയ്യാൻ പറ്റുമായിരുന്നു. പക്ഷെ കുറച്ച് ടഫാണ്, സമയം പോകും. അപ്പോൾ FET വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഈ ഇക്വേഷൻ വളരെ ഇമ്പോർട്ടൻ്റ്. എല്ലാവരും ഓർത്ത് വയ്ക്കുക. ആരും വന്നാൽ ചെയ്യണം FET കേട്ടോ. പിന്നെ FET ആയിട്ട് ബന്ധപ്പെട്ട കുറേ പ്രോബ്ലംസ് ഞാൻ ചെയ്തിട്ടുണ്ട്. ഞാനത് നിങ്ങൾക്ക് ഗ്രൂപ്പിൽ ഷെയർ ചെയ്യാം. അതായത് കുറേ പ്രോബ്ലംസ് ഞാൻ സോൾവ് ചെയ്തിട്ടുണ്ട്, നിങ്ങൾക്കൊന്ന് ചെക്ക് ചെയ്യാം. ഇതൊക്കെ കുറച്ച് ലെങ്തി ആയിരിക്കും, നിങ്ങൾക്കത് ചിലപ്പോൾ മനസ്സിലാകുന്ന വരില്ല. നിങ്ങളൊന്ന് ട്രൈ ചെയ്യുക. ഇത് കുറച്ച് ലെങ്തിയാണ്. ഈ ടൈപ്പ് ക്വസ്റ്റ്യൻ ചോദിക്കത്തില്ല കേട്ടോ. നിങ്ങൾ ജസ്റ്റ് നമ്മുടെ ഈ ക്വസ്റ്റൻ ഇല്ലേ, ID = ഇത് വെച്ച് ചെയ്യുക. ഇത് വെച്ച് ചെയ്യാനുള്ള ക്വസ്റ്റ്യൻസാണ് ചോദിക്കാറുള്ളത്. ആ ഈ ക്വസ്റ്റൻ ആരും മറന്നു പോകരുത്.
എല്ലാം ചെയ്തേക്കണം. ഓക്കെ. ഇലക്ട്രോണിക്സ് അപ്പോൾ നമ്മൾ എന്തൊക്കെ കണ്ടു? നമ്മൾ ലോജിക് ഗേറ്റ്സ് നിങ്ങൾക്ക് ബേസിക് എല്ലാവർക്കും അറിയാമെന്ന് തോന്നുന്നു. പിന്നെ ഓപ്പാംസ് കണ്ടു, അതിനകത്ത് ഐഡിയൽ ഓപ്പാമ്പ് കണ്ടു, പിന്നെ എന്താണ് അതിൻ്റെ പ്രത്യേകത കണ്ടു. പിന്നെ CMRR കണ്ടു, സ്ലോ റേറ്റ് കണ്ടു. പിന്നെ എന്താ കണ്ടത്? പിന്നെ നമ്മൾ ഓപ്പറേഷണൽ ആംപ്ലിഫയറിനകത്ത് പിന്നെ ഫിൽറ്റേഴ്സ് കണ്ടില്ലേ? പല ഫിൽറ്റേഴ്സ് കണ്ടു, അവയുടെ ഓരോന്നിൻ്റെയും ഗെയിൻ്റെ ഇക്വേഷൻസ്. പിന്നെ FET വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. FETയുടെ ഒറ്റ ഇക്വേഷൻ പഠിച്ചാൽ മതി. IDSS ഡിവൈഡഡ് ഇൻറ്റു 1 - VGS/VP ഹോൾ സ്ക്വയർ. ഓക്കെ, അത്രയും കാര്യങ്ങൾ നിങ്ങളൊന്ന് നോക്കി വയ്ക്കുക കേട്ടോ, നമ്മുടെ ഇലക്ട്രോണിക്സിനകത്തുനിന്ന് ഭാഗത്തുനിന്ന്. നമുക്കെല്ലാം ഡിസ്കസ് ചെയ്യാനുള്ള സമയം ഇപ്പോഴില്ല. അപ്പോൾ എല്ലാവരും ഇലക്ട്രോണിക്സിൻ്റെ അത്യാവശ്യം ഓക്കെ ആണോ? കുറച്ചൊക്കെ ഐഡിയ കിട്ടിയോ? ഓക്കെ, നമുക്കെന്നാൽ ലേസർ പെട്ടെന്ന് നോക്കിയാലോ. ലേസർ ഓക്കെ സർ. സർ, ഈ ഫീൽഡ് എഫക്ട് ട്രാൻസിസ്റ്ററിന്റെ ഒരു ഓപ്ഷൻ ഉണ്ട്, യൂണിപോളാറും യൂണി ജംഗ്ഷൻ ഒക്കെ ഓപ്ഷൻ വന്നാല് യൂണിപോളാർ ആണോ മാർക്ക് ചെയ്യേണ്ടത്? യൂണിപോളാർ ആണ്. യൂണിപോളാർ ആണ്. ഈ ലേസറിനകത്ത് നമ്മൾ ലേസറിന്റെ ഫുൾ ഫോം എന്താണ്? ലൈറ്റ് ആംപ്ലിഫിക്കേഷൻ ആൻഡ് ലൈറ്റ് ആംപ്ലിഫിക്കേഷൻ ബൈ സ്റ്റിമുലേറ്റഡ് എമിഷൻ ഓഫ് റേഡിയേഷൻ അല്ലേ? അപ്പോൾ എന്താണ് അവിടുത്തെ പ്രിൻസിപ്പിൾ എന്താണ്? സ്റ്റിമുലേറ്റഡ് എമിഷനായിട്ട് വഴി എന്ത് ചെയ്യുന്നു? ലൈറ്റ് ആംപ്ലിഫൈ ചെയ്യുന്നത് അല്ലേ? അതാണ് ബേസിക് ഐഡിയ എന്ന് പറയുന്നത്. അതായത് സ്റ്റിമുലേറ്റഡ് എമിഷനാണ് അവിടുത്തെ കാര്യം എന്ന് പറയുന്നത്. സ്റ്റിമുലേറ്റഡ് എമിഷൻ മൂലമാണ് ലേസർ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് എന്താണ് സ്റ്റിമുലേറ്റഡ് എമിഷൻ എന്ന് പറയുന്നത്? സ്റ്റിമുലേറ്റഡ് എമിഷൻ എന്ന് പറയുന്നത് ഒരു ആറ്റം അല്ലെങ്കിൽ ഇലക്ട്രോണ് നമുക്ക് അപ്പർ ലെവലുണ്ട്. ആ അപ്പർ ലെവലിരിക്കുന്ന ഒരു ഇലക്ട്രോൺ അല്ലെങ്കിൽ ഫോട്ടോ എന്തെങ്കിലും ആയിരിക്കട്ടെ, ആറ്റം മോളിക്യൂള് താഴേക്ക് വരണമെങ്കിൽ ഒരു എക്സ്ട്രാ നമ്മൾ എന്ത് കൊടുക്കണം? ഒരു സപ്പോർട്ട് തന്നെ കൊടുക്കണം. തന്നെ വരത്തില്ല. തന്നെ വരുവാണെങ്കിൽ അത് സ്പോണ്ടേനിയസ് എമിഷൻ. തന്നെ വന്ന് നമുക്കൊരു എമിഷൻ കിട്ടുവാണെങ്കിൽ അത് സ്പോണ്ടേനിയസ് എമിഷൻ ആണെന്നും, തന്നെ വരാതെ ഒരു എക്സ്റ്റേണൽ ഏതിന് സപ്പോർട്ട് കൂടി അത് എമിഷൻ തരുവാണെങ്കിൽ അതൊരു സ്റ്റിമുലേറ്റഡ് എമിഷനാണ്. നമ്മൾ എന്തിനും കൂട്ട് അതിനെ സ്റ്റിമുലേറ്റ് ചെയ്യണം. ദാറ്റ് ടൈപ്പ് ഓഫ് എമിഷൻ ആർ കോൾഡ് സ്റ്റിമുലേറ്റഡ് എമിഷൻ ആൻഡ് ലേസർ വി യൂസ് സ്റ്റിമുലേറ്റഡ് എമിഷൻ. ഓക്കെ, പിന്നെ ലേസിങ് ആക്ഷൻ നടക്കാൻ വേണ്ടി നമുക്ക് അതിന് മുന്നേ തന്നെ ഇവിടെ പല ഐൻസ്റ്റീൻ കോയിഫിഷ്യൻ്റ് ഉണ്ട്. 2 കോയിഫിഷ്യൻ്റ് ഉണ്ട്. ഐൻസ്റ്റീൻ കോയിഫിഷ്യൻ്റ് എയും ഐൻസ്റ്റീൻ കോയിഫിഷ്യൻ്റ് ബിയും. അതായത് എ എന്ന് പറയുന്നത് റേറ്റ് ഓഫ് സ്പോണ്ടേനിയസ് എമിഷൻ ഓഫ് ലൈറ്റ് ആണ് എ എന്ന് പറയുന്നത്. ബി എന്ന് പറയുന്നത് അബ്സോർപ്ഷൻ ആൻഡ് സ്റ്റിമുലേറ്റഡ് എമിഷൻ ഓഫ് റേഡിയേഷൻ ലൈറ്റിന് പറയുന്ന പേരാണ് ബി കോയിഫിഷ്യൻ പറയുന്നത്. എ ആകുമ്പോൾ സ്പോണ്ടേനിയസും ബി ആകുമ്പം സ്റ്റിമുലേറ്റഡും. 2 ഓർത്ത് വയ്ക്കുക. പിന്നെ ഉള്ളൊരു കാര്യം എന്ന് പറയുന്നത് ഇപ്പോൾ ഇത് തമ്മിലുള്ള റേഷ്യോ ഉണ്ട്. റേഷ്യോ ബിറ്റ്വീൻ എ ആൻഡ് ബി. നിങ്ങൾ നോക്കിക്കേ, ഇവിടെ എ ബൈ ബി ഉണ്ട്. അവയുടെ എങ്ങനെയാണ് ഡിപ്പെൻഡൻസി നോക്കിയേ? ഇത് ഫ്രീക്വൻസി, ന്യൂ എന്ന് പറഞ്ഞ ഫ്രീക്വൻസി അല്ലേ? അതിൻ്റെ ഡിപ്പെൻഡൻസി എങ്ങനെയാണെന്ന് നോക്കിക്കേ. F³ അല്ലേ? ക്യൂബ് അല്ലേ? ന്യൂ ക്യൂബിനല്ല ഡിപ്പെൻഡ് ചെയ്തേക്കുന്ന അവിടെ, ക്യൂബ് അല്ലേ? അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഞാൻ മുമ്പ് ക്വാണ്ടം മെക്കാനിക്സ് പറഞ്ഞ ഒരു ക്വസ്റ്റ്യൻ ആൻസർ നിങ്ങൾക്ക് പറയാമോ? അത് ക്വസ്റ്റ്യൻ ഏതായിരുന്നു? ഇതൊന്ന് പറയാമോ ആർക്കെങ്കിലും? ഉണ്ടോ? A and B are represented by Ising coefficient for spontaneous emission and simultaneous emission. Okay.
R represent the ratio between A and B. Ratio between A and B ആണ് R എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം A and B എന്ന് പറയുന്നതാണ് R. ഇപ്പോൾ ഈ ഫ്രീക്വൻസി ഡബിൾ ചെയ്തു. ഫ്രീക്വൻസി നമ്മൾ ഇപ്പോൾ ഫ്രീക്വൻസി ഡിപ്പെൻഡ് ചെയ്യുന്നത് എങ്ങനെയാണ്? എഫ് ക്യൂബ് അല്ലേ? അപ്പോൾ എഫ് എം 2 എങ്ങനെ എന്താ സംഭവിക്കുക? 2f³ ആവുമല്ലേ? 8f³ അപ്പോൾ 8r ആകില്ലേ? ഉണ്ടോ? അപ്പോൾ നിങ്ങൾക്ക് ഡിപ്പെൻഡൻസി അറിയാമെങ്കിൽ നമുക്ക് പ്രോബ്ലം ചെയ്യാമായിരുന്നു. ഓപ്ഷൻ ബി ആണ്. ഓപ്ഷൻ ബി. ഓക്കെ, അപ്പോൾ ആ റേഷനിങ് ഡിപ്പെൻഡൻസി ഓർത്ത് വയ്ക്കുക. സി ക്യൂബിന് പ്രൊപ്പോർഷണലാണ്, പിന്നെ ന്യൂ ക്യൂബിന് പ്രൊപ്പോർഷണലാണ്. പിന്നെ ഇത് കുറേ ബ്രോഡറിങ് മെക്കാനിക്സ് ഒക്കെ പറഞ്ഞതൊക്കെ ഇപ്പം പറഞ്ഞു പോകാനൊന്നും സമയമില്ല. ഒത്തിരി പറയാനുള്ളൊരു ടോപ്പിക്സുകളാണ് ഇതൊക്കെ. ഓരോ മെക്കാനിസംസാണ്. പിന്നെയുള്ള അടുത്തൊരു പോയിന്റ് എന്ന് പറയുന്നത്, നമ്മൾ പറഞ്ഞു ലേസർ എന്ന് പറഞ്ഞു. ആ ലേസറിന് മെയിനായിട്ട് 3 കമ്പോണൻ്റ് ഉണ്ട്. ഒന്ന് അതിൻ്റെ ആക്റ്റീവ് മീഡിയം, അതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ്. ആക്റ്റീവ് മീഡിയം ഉണ്ട്, പിന്നെ പമ്പിങ് ഏജൻറ്റ് കാണും, പിന്നെ ഒരു ഒപ്റ്റിക്കൽ റെസൊനേറ്ററും കാണും. ഇതാണ് 3 ലേസറിൻ്റെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കമ്പോണൻസ് എന്ന് പറയുന്നത്. അപ്പോൾ ആക്റ്റീവ് മീഡിയത്തിൻ്റെ പേരിലായിരിക്കും ആ ലേസർ അറിയപ്പെടുന്നത്. ഓക്കെ, പിന്നെ അടുത്ത ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഒരു പ്രോപ്പർട്ടി എന്ന് പറയുന്നത്, ഒരു ലേസിങ് ആക്ഷൻ നടക്കണമെങ്കിൽ ഈ ഒരു കണ്ടീഷൻ അത് അറ്റൈൻ ചെയ്യണം. അതായത് പോപ്പുലേഷൻ ഇൻവേർഷൻ എന്ന കണ്ടീഷൻ അത് അറ്റൈൻ ചെയ്യണം. എന്താണ് പോപ്പുലേഷൻ ഇൻവേർഷൻ? ഇതാണ് ജനറലി ഒരു സിസ്റ്റം ഇരിക്കുമ്പോൾ അതിൻ്റെ കണ്ടീഷൻ എന്ന് പറയുന്നത്. അതായത് ഗ്രൗണ്ട് സ്റ്റേറ്റിലെ നമ്പർ ഓഫ് പാർട്ടിക്കിളിൻ്റെ എണ്ണം എക്സൈസ് സ്റ്റേറ്റിൽ കമ്പയർ നോക്കുമ്പോൾ കൂടുതലാണ്. അപ്പോൾ ഇത് ജനറൽ സ്റ്റേറ്റ് ആണ്. ഇനി എന്ത് ചെയ്യാം? നമുക്ക് എന്ത് വേണം? നമുക്ക് ഗ്രൗണ്ട് സ്റ്റേറ്റിനേക്കാളും കൂടുതൽ നമ്പർ ഓഫ് പാർട്ടിക്കിൾസ് എവിടെ വേണം? നമുക്ക് എക്സൈറ്റഡ് സ്റ്റേറ്റിൽ വേണം. ആ കണ്ടീഷൻ പറയുന്ന പേരാണ് പോപ്പുലേഷൻ ഇൻവേർഷൻ. അതായത് പോപ്പുലേഷൻ എന്ത് ചെയ്തു? ഇൻവേർട്ട് ചെയ്തു. അപ്പോൾ ഒരു ആറ്റം അല്ലെങ്കിൽ മോളിക്യൂള് ഈ ഒരു കണ്ടീഷൻ അറ്റൈൻ ചെയ്തെങ്കിൽ മാത്രമേ എന്ത് സംഭവിക്കുകയുള്ളൂ? നമുക്ക് ലേസിങ് ആക്ഷൻ അത് നടക്കുകയുള്ളൂ. അപ്പോൾ ലേസിങ് ആക്ഷൻ നടക്കാനുള്ള ഏറ്റവും ഇമ്പോർട്ടൻറ്റ് കണ്ടീഷൻ പറയുന്ന പേരാണ് പോപ്പുലേഷൻ ഇൻവേർഷൻ. എങ്കിൽ മാത്രമേ അത് സ്റ്റിമുലേഷൻ എമിഷൻ വഴി നമുക്ക് ലൈറ്റ് ആംപ്ലിഫിക്കേഷൻ നടക്കുകയുള്ളൂ. ഓക്കെ, പോപ്പുലേഷൻ ഇമ്പോർട്ടൻ്റ് ഇൻവേർഷനെ പോയിന്റ് എല്ലാം ഓർത്ത് വയ്ക്കുക. പോപ്പുലേഷൻ ഇൻവേർഷൻ. ഓക്കെ, പിന്നെ നമുക്ക് മെയിനായിട്ട് 2 പമ്പിങ് സ്കീംസ് ആണുള്ളത്. ഒന്ന് 3 ലെവൽ പമ്പിങ് സ്കീമും ഉണ്ട്, പിന്നെ 4 ലെവൽ പമ്പിങ് സ്കീമും ഉണ്ട്. അപ്പോൾ ഇതാണ് ആ ഒരു പിക്ചർ റെപ്രസെൻറ്റേഷൻ എന്ന് പറയുന്നത്. 3 ലെവൽ മീൻസ് ഞാൻ പറഞ്ഞു, ഇത് 1, 2, 3 ലെവൽസാണ് ഉള്ളത്. ഗ്രൗണ്ട് സ്റ്റേറ്റിൽ നിന്ന് എക്സൈറ്റ് സ്റ്റേറ്റിൽ എത്തുന്നു, അവിടെ നിന്നൊരു മെറ്റാസ്റ്റേബിൾ സ്റ്റേറ്റിലേക്ക് പോകുന്നു, നമുക്ക് എമിഷൻ കിട്ടുന്നു. 1, 2, 3 ലെവൽ, അതായത് 3 ലെവൽ പമ്പിങ് സ്കീം. 4 ലെവലാണെന്ന് നോക്കുക, ഇവിടെ ബിറ്റ്വീൻ 2 ലെവലുണ്ട്. 1, 2, 3, 4. ദിസ് 4 ലെവൽ പമ്പിങ് സ്കീം. നോട്ടിങ് വെച്ചോളൂ. 3 ലെവൽ പമ്പിങ് സ്കീമിൻ്റെ ഒരു എക്സാമ്പിളാണ് റൂബി ലേസർ എന്ന് പറയുന്നത്. റൂബി ലേസർ ഈസ് ആൻ എക്സാമ്പിൾ ഫോർ 3 ലെവൽ പമ്പിങ് സ്കീം. റൂബി ലേസർ ഒരു എക്സാമ്പിളാണ് ഫോർ 3 ലെവൽ പമ്പിങ് സ്കീമിന്. ആൻഡ് ഫോർ 4 ലെവൽ പമ്പിങ് സ്കീം നമ്മൾ സാധാരണ പറയുന്ന ഹീലിയം നിയോൺ ലേസർ ഉണ്ട്. ഹീലിയം നിയോൺ ലേസർ, പിന്നെ നിയോഡിമിയം, യാഗ്, ഇട്രിയം, അലുമിനിയം, ഗാർണറ്റ് എന്ന ലേസറുണ്ട്. പിന്നെ CO2 കാർബൺ ഡൈ ഓക്സൈഡ് ലേസറുണ്ട്. ഇതിൻ്റെ അടുത്തെന്ന് പറയുന്നത് ഇതിൻ്റെയൊക്കെ ആക്റ്റീവ് മീഡിയം എന്തായിരിക്കും? ഹീലിയോ നിയോണോ ആയിരിക്കും. ഇതിൻ്റെ ആക്റ്റീവ് മീഡിയം എന്ന് പറയുന്നത് നിയോഡിമിയോ YAG ആയിരിക്കും. ഇതിൻ്റെ ആക്റ്റീവ് മീഡിയം എന്ന് പറയുന്നത് കാർബൺ ഡൈ ഓക്സൈഡ് ആയിരിക്കും. അതാണ് ഇതിൻ്റെ ഇപ്പോൾ ഇങ്ങനെ പേര് വന്നത്. അപ്പോൾ 3 ലെവലിന് എക്സാമ്പിൾ റൂബി ലേസർ, 4 ലെവലിന് എക്സാമ്പിൾസ് ഹീലിയം നിയോൺ ലേസർ, നിയോഡിമിയം യാഗ് ലേസർ, പിന്നെ CO2 ലേസർ. ഇതൊക്കെയാണ് അതിൻ്റെ എക്സാമ്പിൾസ് എന്ന് പറയുന്നത്. ഓക്കെ, ഇതൊക്കെ ഓരോ ലേസറിൻ്റെ പ്രത്യേകതകളാണ്.
സെമി കണ്ടക്ടേഴ്സ് ആകുമ്പോൾ അതിൻ്റെ അകത്ത് സെമി കണ്ടക്ടർ ആയിരിക്കും ആക്റ്റീവ് മീഡിയം എന്ന് പറയുന്നത്. പിന്നെ വേറെ രണ്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ട് പോയിൻറ്റ്സുകളാണ് ക്യൂ സ്വിച്ചിങ്ങും മോഡ് ലോക്കിംഗ് എന്ന് പറയുന്നത്. രണ്ടും എന്തിനാണ്? രണ്ടും പൾസിൽ ലേസർ ബീം ഉണ്ടാക്കാനുള്ള മെത്തേഡുകളാണ്, യൂസ് ചെയ്യുന്ന ടെക്നിക്കാണ്. ഒന്ന് ക്യൂ സ്വിച്ചിങ്, ദാറ്റ് ഈസ് ദ എയിം ഓഫ് ക്യൂ സ്വിച്ചിങ് ഈസ് ദ പ്രൊഡക്ഷൻ ഓഫ് പൾസ്ഡ് ലേസർ ബീംസ്. ഇനി ഈ പൾസ്ഡ് ലേസർ ബീമിൻ്റെ നമുക്ക് വളരെ ഷോർട്ടായിട്ട് വേണമെങ്കിൽ വി വിൽ യൂസ് മോഡ് ലോക്കിംഗ്. ദാറ്റ് ഈസ് മോഡ് ലോക്കിംഗ് മീൻസ് ടു ജനറേറ്റ് അൾട്രാ ഷോർട്ട് പൾസസ് ഓഫ് ഡ്യൂറേഷൻ റേഞ്ചിങ് ഫ്രം പൈക്കോ സെക്കൻഡ് ടു ഫെംറ്റോ സെക്കൻഡ്. ഉണ്ടോ ഈ ഫെംറ്റോ സെക്കൻഡിൻ്റെ ലേസറിനൊക്കെ കഴിഞ്ഞ ഇടയ്ക്ക് നമുക്ക് നോബൽ പ്രൈസ് കിട്ടിയത് ഫിസിക്സിൽ ടു പ്രൊഡ്യൂസ് ഫോർ ദ പ്രൊഡക്ഷൻ ഓഫ് ഫെംറ്റോ സെക്കൻഡ് ലേസർ മോഡ് ലോക്കിംഗ് വഴി ചെയ്തതാണ്. അപ്പോൾ പൾസർ ലേസർ ഉപയോഗിക്കാൻ വേണ്ടി നമുക്ക് ക്യൂ സ്വിച്ചിങ് ഉപയോഗിക്കാം, മോഡ് ലോക്കിംഗ് ഉപയോഗിക്കാം. ബട്ട് ഇൻ ഓർഡർ ടു ഗെറ്റ് അൾട്രാ ഷോർട്ട് പൾസസ് ഓഫ് ഡ്യൂറേഷൻ റേഞ്ചിങ് ഫ്രം പൈക്കോ സെക്കൻഡ് മീൻസ് 10⁻⁹, ഫെംറ്റോ മീൻസ് 10⁻⁻15 സെക്കൻഡ്. അപ്പോൾ ഇത്ര റേഞ്ചിലേക്ക് ഉണ്ടാക്കാൻ വേണ്ടി നമ്മൾ എന്ത് ഉപയോഗിക്കുക? മോഡ് ലോക്കിംഗ് നമ്മൾ ഉപയോഗിക്കുന്നത്. ഓക്കെ, പൈക്കോ എന്ന് പറയുമ്പോൾ 10⁻⁻9 അല്ലല്ലോ? പൈക്കോ 10⁻⁻9 12 അല്ലേ? ആ 12. ഓക്കെ, സോറി, താങ്ക് യു. 12 ആണ്, ശരിയാണ്. ഇത് കണ്ടോ? ഏത് ആൻസർ വരുന്നത് ഇതിൻ്റെ? 56-ാമത്തെ ഷോർട്ടസ്റ്റ് പൾസ് എന്ന് പറയുമ്പോൾ മോഡ് ലോക്കിംഗ്. മോഡ് ലോക്കിംഗ് ആണ്, അതെ. ഓക്കെ, ബി ശരി. അപ്പോൾ ക്യൂ സ്വിച്ചിങ് മോഡ് ലോക്കിംഗ് ഓർത്ത് വയ്ക്കുക. അതിന് കുറേ മെക്കാനിസമൊക്കെ ഉണ്ട്, ഞാൻ അതൊന്നും ഇവിടെ പറയുന്നില്ല എങ്ങനെയാണ് മോഡ് ലോക്ക് ചെയ്യുന്നതൊക്കെ, നമുക്ക് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. ഓക്കെ, പിന്നെയുള്ള രണ്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഏരിയ എന്ന് പറയുന്നത് ഒപ്റ്റിക്കൽ ഫൈബേഴ്സ് ആണ്. പിന്നെ ഇമ്പോർട്ടൻ്റ് ഒപ്റ്റിക്കൽ ഫൈബേഴ്സ്. അതിൽ മെയിനായിട്ടുള്ള പാർട്ട് എന്ന് പറയുന്നത് ഒന്ന് കോറ്, അടുത്ത ക്ലാഡിങ്, പിന്നെ അതിൻ്റെ ഔട്ടർ മോസ്റ്റ് റീനായ ഷീത്ത് എന്ന് പറയുന്നത്. കോറ്, ക്ലാഡിങ് ആണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. നമ്മൾ ലേസറിൽ പറഞ്ഞ പോലെ ആക്റ്റീവ് മീഡിയം, പമ്പിങ് ഏജൻറ്റ്, പിന്നെ റെസൊണേറ്റർ എന്ന് പറയുന്ന പോലെ ഇവിടെ കോറും ക്ലാഡിങ്ങും ഷീത്തും ഉണ്ട്. അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കോറും ക്ലാഡിങ്ങുമാണ്. ഓക്കെ, പിന്നെ ഒപ്റ്റിക്കലി ഫൈബറിൻ്റെ വർക്കിംഗ് പ്രിൻസിപ്പിൾ എന്താണ്? ടോട്ടൽ ഇൻറ്റേർണൽ റിഫ്ലക്ഷൻ ആയിരിക്കും കേട്ടോ. അപ്പോൾ വർക്കിംഗ് പ്രിൻസിപ്പിൾ ഓഫ് ഒപ്റ്റിക്കൽ ഫൈബർ എന്ന് പറയുന്നത് ടോട്ടൽ ഇൻറ്റേർണൽ റിഫ്ലക്ഷൻ ആയിരിക്കും. നമ്മുടെ ലേസറിന് എന്തായിരുന്നു? സ്റ്റിമുലേറ്റഡ് എമിഷൻ. വേറെ കണ്ടീഷൻ എന്തായിരുന്നു? ലേസറിൻ്റെ പോപ്പുലേഷൻ ഇൻവേഷൻ. അതെ, കറക്റ്റ്. ഓക്കെ, പിന്നെ ഇതിനെ കുറച്ച് തിയറീസും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് ഒപ്റ്റിക്കൽ ഫൈബറിൻ്റെ കേസിൽ. അതൊന്നും ഞാനിവിടെ ഇപ്പം പറയുന്നില്ല. പിന്നെ ഞാൻ ഇവിടെ റിസൾട്ട് പറയാം. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. വാട്ട് ഈസ് ന്യൂമറിക്കൽ അപ്പേർച്ചർ? വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ന്യൂമറിക്കൽ അപ്പേർച്ചർ ഓഫ് ആൻ ഒപ്റ്റിക്കൽ ഫൈബർ, ദാറ്റ് ഈസ് ഇറ്റ് ഈസ് എ മെഷർ ഓഫ് ദി എബിലിറ്റി ഓഫ് ആൻ ഒപ്റ്റിക്കൽ ഫൈബർ ടു കളക്ട് ഓർ കൺഫൈൻ ദ ഇൻസിഡൻറ്റ് ലൈറ്റ് റേ ഇൻസൈഡ് ഇറ്റ്. അത് എത്രമാത്രം അതിനെ ഇൻസിഡൻറ്റ് ലൈറ്റിനെ കൺഫൈൻ ചെയ്യാൻ പറ്റുന്നുള്ളതിൻ്റെ മെഷർ എബിലിറ്റിയാണ്. ദാറ്റ് ഈസ് ന്യൂമറിക്കൽ അപ്പേർച്ചർ. അതിനുവേണ്ടി എക്സ്പ്രഷൻ ഉണ്ട്. ഇതൊക്കെ അതിൻ്റെ ഡെറിവേഷൻസ് ആണ്, അതൊന്നും പറയണ്ടല്ലോ. ഇതാണ് അതിൻ്റെ ഒരു എക്സ്പ്രഷൻ. പല എക്സ്പ്രഷൻ ഉണ്ട്, ഞാൻ ഒരെണ്ണം പറയാം. സൈൻ ആൽഫ ഈസ് ഈക്വൽ ടു √(n1² - n2²), where n1 means refractive index of the core and n2 means refractive index of the cladding. ഓർത്ത് വയ്ക്കുക, സൈൻ ആൽഫ ഈസ് ഈക്വൽ ടു √(n1² - n2). n1 ആണ് കോറിൻ്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ്, n2 ക്ലാഡിങ്ങിൻ്റെ. അങ്ങനെയാണെങ്കിൽ ഈ ക്വസ്റ്റ്യൻ എങ്ങനെ ചെയ്യാൻ പറ്റും? ഇത്
54 എങ്ങനെയാണ് വരിക? 54ാമത്തെ ക്വസ്റ്റ്യൻ. ഏത് ക്വസ്റ്റ്യൻ യൂസ് ചെയ്യാം നമുക്ക്? sin alpha is equal to root of sin 30 is equal to 1/2 സ്ക്വയർ മൈനസ് n2 സ്ക്വയർ അല്ലേ? sin 30 എത്രയാണ്? 31/2. 1/2 is equal to root of 2.56 മൈനസ് n2 സ്ക്വയർ. രണ്ട് സൈഡ് എന്ത് ചെയ്യുക? സ്ക്വയർ ചെയ്യുക അല്ലേ? അപ്പോൾ 2.56 മൈനസ് n2 സ്ക്വയർ. ഇനി സോൾവ് ചെയ്താൽ മതി. n2 സ്ക്വയർ ഈസ് ഈക്വൽ ടു 2. മൈനസ് 1/4 അല്ലേ? ഇനി സോൾവ് ചെയ്താൽ മതി. അങ്ങനെ ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ ക്വസ്റ്റൻ എല്ലാം ഓർത്ത് വയ്ക്കണേ. ന്യൂമറിക്കൽ അപ്പേർച്ചർ ഇൻ ടൈംസ് ഓഫ് അക്സെപ്റ്റൻസ് ആംഗിൾ sin alpha is equal to root of n1 square minus n2 square. n1 എന്ന് പറയുന്നത് കോറിൻ്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ്, n2 അതിൻ്റെ ക്ലാഡിങ്ങിൻ്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ്. അപ്പൊ സാർ ഈ റിലേഷൻ അക്സെപ്റ്റൻസ് ആംഗിളിന്റെ റിലേഷൻ അല്ലേ? അതെ അതെ. ന്യൂമറിക്കൽ അപ്പേർച്ചറിന്റെ എന്തെന്ന് എങ്ങനെ ചെയ്യേണ്ടത്? ന്യൂമറിക്കൽ അപ്പേർച്ചറിന്റെ ക്വസ്റ്റ്യൻ ആണെങ്കിൽ അത് ഞാൻ അടുത്ത് പറയാം. ഇതാണ് എക്സ്പ്രഷനെ. സൈൻ ആൽഫ എന്ന് പറയുന്നതിന് ന്യൂമറിക്കൽ അപ്പേർച്ചർ ആണ്. ആംഗിൾ ആണ് ചോദിക്കുന്നതെങ്കിൽ സൈൻ ആൽഫ എന്ന് വെച്ച് ചെയ്താൽ മതി. അതെ അതെ അതെ. ഇതാണ് അതിൻ്റെ എക്സ്പ്രഷൻ, ബേസിക് സംഭവം എന്ന് പറയുന്നത്. ഓക്കെ, ഇതാണ് ന്യൂമറിക്കൽ അപ്പേർച്ചറിൻ്റെ ബേസിക് ഇക്വേഷൻ എന്ന് പറയുന്നത്. ഇനി ഇൻ ടൈംസ് ഓഫ് ഫ്രാക്ഷണൽ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ്, ഫ്രാക്ഷണൽ ഓർ റിലേറ്റീവ് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ്, ഒന്നെങ്കിൽ ഫ്രാക്ഷൻ ആകാം അല്ലെങ്കിൽ റിലേറ്റീവ് ആകാം. വി ക്യാൻ ഹാവ് ആൻ ഇക്വേഷൻ ലൈക്ക് റൂട്ട് n is equal to n1 into root 2 delta. Delta means the fractional refractive index ആണ് ഡെൽറ്റ. ഇതാണ് ഡെൽറ്റ എന്ന് പറയുന്നത്, ഫ്രാക്ഷണൽ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ്. n1 എന്ന് പറയുന്ന റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് ദി കോർ ആൻഡ് ഡെൽറ്റ എന്ന് പറയുന്ന ഫ്രാക്ഷണൽ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ്. അടുത്ത പ്രോബ്ലം ഞാൻ കാണിച്ചു തരാം. ഇതെങ്ങനെ ചെയ്യാൻ പറ്റും നോക്കിയേ. ഉണ്ടോ ഉണ്ടോ റിലേറ്റീവ് ഇൻഡെക്സ് മീൻസ് ഫ്രാക്ഷണൽ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ്. The relative index of change of a fiber is given and the core refractive index is given 2. Then it's numerical aperture. ഏത് ക്വസ്റ്റൻ യൂസ് ചെയ്യാം നമുക്ക്? ന്യൂമറിക്കൽ അപ്പേർച്ചർ ഈ ക്വസ്റ്റൻ യൂസ് ചെയ്യാം. റൂട്ട് ഓഫ് 2 ഡെൽറ്റ. ഡെൽറ്റ ഗിവൻ ആണ്, n1 ഗിവൻ ആണ്. ഇങ്ങനെയൊക്കെ ക്വസ്റ്റൻ വരുന്ന സാധ്യതയുണ്ട്. ഇത് രണ്ട് ഫോം നിങ്ങൾ ഓർത്ത് വയ്ക്കണേ. പിന്നെ പറയുന്ന ടൈപ്പ് ഓഫ് ഫൈബറൊക്കെയാണ് പിന്നെ പറയുന്നത്. അതൊക്കെ നമുക്ക് ഒത്തിരി പറയാൻ വേണ്ടിയൊക്കെ ഉണ്ട്. ഫൈബറിനകത്ത് നിങ്ങൾ മെയിനായിട്ട് നിങ്ങൾ ഓർത്ത് വയ്ക്കേണ്ടത് ലേസറിൻ്റെ കണ്ടീഷൻ, ലേസറിൻ്റെ ഡിഫറെൻറ്റ് പാർട്ട്, പിന്നെ ഞാൻ 3 ലെവൽ ലേസർ 4 ലെവൽ ലേസറിൻ്റെ കുറേ എക്സാമ്പിൾ ഓർത്ത് വയ്ക്കുക. പിന്നെ കൂടുതൽ ഇമ്പോർട്ടൻ്റ് ആണ് ഫൈബറാണ്. ഫൈബറിൻ്റെ വർക്കിംഗ് പ്രിൻസിപ്പൽ, ടോട്ടൽ റിഫ്ലക്ഷൻ, അതേ ന്യൂമറിക്കൽ അപ്പേർച്ചറിൻ്റെ ഇക്വേഷൻ ഓർത്ത് വയ്ക്കുക. 2 ഇക്വേഷൻ ഓർത്ത് വയ്ക്കുക ലേസറിനകത്ത് നിന്ന്. പിന്നെ ഈ സെമി കണ്ടക്ടറിൽ 50ാമത്തെ ക്വസ്റ്റ്യൻ്റെ ആൻസർ ദ അറ്റനുവേഷൻ ഓഫ് മെക്കാനിസം ഡ്യൂ ടു ഒപ്റ്റിക്കൽ ഫൈബർ ഈസ് ബിക്കോസ് ഓഫ്. ദ അറ്റനുവേഷൻ മീൻസ് എന്താണ്? കുറഞ്ഞു വരിക അല്ലേ? ഒപ്റ്റിക്കൽ ഫൈബറിൻ്റെ കുറഞ്ഞു വരാനുള്ള കാരണം എന്ന് പറയുന്നത് ബോത്ത് അബ്സോർപ്ഷൻ ആൻഡ് സ്കാറ്ററിങ് മൂലമാണ്. ആൻസർ ബി ആണ്. അബ്സോർപ്ഷൻ ആൻഡ് സ്കാറ്ററിങ് ആൻഡ് ഡിപ്പെൻഡ്സ് ഓൺ ക്ലാഡിങ് ആൻഡ് കോർ മെറ്റീരിയൽ. അതാണ് അതിൻ്റെ ഓപ്ഷൻ ബി. ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ. ഓപ്ഷൻ സി എന്ന് എയും സി എന്ന് പറയുന്നത് ഇപ്പം
ഉണ്ടോ, ഡിസ്പേഷൻ ആൻഡ് അബ്സോർപ്ഷൻ ആൻഡ് ഡിപ്പെൻഡ്സ് ഓൺ ക്ലാഡിങ് ആൻഡ് നോട്ട് കോർ. രണ്ടിനും ഡിപ്പെൻഡ് ചെയ്യും, കോറിനെയും ക്ലാഡിങ്ങും ഡിപ്പെൻഡ് ചെയ്യും. ഇവിടെ നോക്കുക, ഡിസ്പേഷൻ ആൻഡ് സ്കാറ്ററിങ് ആൻഡ് ഡിപ്പെൻഡ്സ് ഓൺ കോർ മെറ്റീരിയൽ അലോൺ. ആ കോറിന് മാത്രമല്ല ക്ലാഡിങ്ങിനെ ഡിപ്പെൻഡ് ചെയ്യും. ഇനി ഓപ്ഷൻ ഡി നോക്കുവാണെങ്കിൽ അബ്സോർപ്ഷൻ മാത്രമല്ല അവിടെ സ്കാറ്ററിങ്ങും ഉണ്ട്. അപ്പോൾ ഓപ്ഷൻ ബി ആണ് ഇവിടെ കറക്റ്റ് ആൻസർ വരിക. ഇനി സെമി കണ്ടക്ടേഴ്സിൻ്റെ കേസിൽ എമിഷൻ എന്ന് പറയുന്നത് ആ നമ്മൾ എക്സൈറ്റ് ചെയ്യുന്ന ഇലക്ട്രോൺ ഡയറക്ഷന് പാരലായിരിക്കും. സെമി കണ്ടക്ടേഴ്സ് മീൻസ് അതിൻ്റെ ആക്റ്റീവ് മീഡിയം ഒരു സെമി കണ്ടക്ടർ ആയിരിക്കും. അതിൻ്റെ എമിഷൻ എന്ന് പറയുന്നത് നമ്മൾ എന്തിനാണ് പമ്പ് ചെയ്യാൻ ഉപയോഗിക്കുന്ന എക്സൈറ്റ് ചെയ്യാൻ ഉപയോഗിക്കുന്ന ഇലക്ട്രോണിൻ്റെ ഡയറക്ഷൻ അത് പാരലായിരിക്കും. പിന്നെ നിങ്ങൾ വേണമെങ്കിൽ ഈ ഒരു പോയിന്റ് വേണം നോട്ട് ചെയ്ത് വെച്ചു. അതായത് ഹോളോഗ്രാമിൻ്റെ കേസിൽ നമുക്ക് ഒരു സ്റ്റേബിളായിട്ടുള്ള ഒരു കൺസ്ട്രക്റ്റീവായിട്ടുള്ള ഒരു ഇൻ്റർഫറൻസ് കിട്ടണമെങ്കിൽ ആ വേവ് ലെങ്തിൻ്റെ ഓർഡർ എന്ന് പറയുന്ന λ/8 ആ ഒരു പാത്ത് വേരിയേഷൻ ഉണ്ടായിരിക്കേണ്ടത്. നമുക്ക് ഒരു സ്റ്റേബിൾ കൺസ്ട്രക്റ്റീവായിട്ടുള്ള ഇൻ്റർഫറൻസ് കിട്ടണമെങ്കിൽ ആ പാത്ത് വേരിയേഷൻ എന്ന് പറയുന്ന തന്നിരിക്കുന്ന വേവ് ലെങ്തിൻ്റെ λ/8 ആയിരിക്കണം. ആ പോയിന്റ് നിങ്ങൾക്ക് വേണമെങ്കിൽ നോട്ട് ചെയ്ത് വയ്ക്കാം. ഓക്കെ, ഇത്രയൊക്കെയാണ് എനിക്ക് പറയാൻ വേണ്ടി ഉള്ളത്. ഓക്കെ, അപ്പോൾ നമ്മളിന്ന് ക്വാണ്ടം മെക്കാനിക്സ് കണ്ടു, അത്യാവശ്യം കുഴപ്പമില്ല. കുറച്ച് നോക്കി നമ്മൾ ഇലക്ട്രോണിക്സ് നമ്മൾ കുറച്ച് ഡിസ്കസ് ചെയ്തു, ലേസറും കുറച്ച് ഡിസ്കസ് ചെയ്തു. നിങ്ങൾക്ക് അത്യാവശ്യം കുറച്ചെങ്കിലും പോയിൻറ്റ്സ് കിട്ടിയെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ആർക്കെങ്കിലും ഒന്ന് ഡൗട്ട് ചോദിക്കാൻ വേണ്ടി ഉണ്ടോ? ഡൗട്ട്സ് ചോദിക്കാൻ വേണ്ടി വല്ലതും ഉണ്ടെങ്കിലോ എന്തിനും പറയാൻ വേണ്ടി ഉണ്ടെങ്കിൽ ഞാൻ പറയാമെന്നായിരിക്കും. എല്ലാവർക്കും കുറച്ച് പോയിന്റ് ഐഡിയ കിട്ടിയോ? എന്തെങ്കിലും ഐഡിയ കിട്ടിയോ നിങ്ങൾക്ക്? കുറച്ചൊക്കെ ഐഡിയ കിട്ടുന്നുണ്ട്. ആ, ഹെൽപ്ഫുൾ ആയിരുന്നു സാർ. ആ, ഓക്കെ സാർ, ആ ക്വസ്റ്റ്യൻ പേപ്പർ ഒന്ന് ഷെയർ ചെയ്യണം. ക്വസ്റ്റ്യൻ പേപ്പർ ഷെയർ ചെയ്യാം. ആ, താങ്ക് യു സാർ. അപ്പോൾ നമുക്ക് സ്റ്റോപ്പ് ചെയ്യാം അല്ലേ? എല്ലാവരും ഓക്കെ അല്ലേ? എല്ലാവർക്കും ഓൾ ദ ബെസ്റ്റ് കേട്ടോ. ഓൾ ദ ബെസ്റ്റ് എല്ലാവർക്കും. താങ്ക് യു സാർ. ഓക്കെ, താങ്ക് യു. താങ്ക് യു.